ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ശരിയാകും. നമുക്കൊന്നൊരു അടിപൊളി കഥ കേട്ടാലോ? ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ കൊല്ലൂരിലെ ഒരു സുന്ദരമായ സുപ്രഭാതം. കുയിലുകൾ പാടിക്കൊണ്ട് പ്രഭാതത്തെ വരവേറ്റു. അങ്ങകലെ വീതിയിലൂടെ കുറേ പേർ ജോഗിങ് ചെയ്തു വരുന്നു. കൗമാരക്കാരും മധ്യവയസ്കരും കൂട്ടത്തിലുണ്ട്. കൃഷ്ണദാസ് അവിടുത്തെ ഒരു ധനികനാണ്. എന്നിരുന്നാലും അവനിൽ ചില കുഴപ്പങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ട അവരോടൊന്ന് സംസാരിക്കാൻ തോന്നും. ഇതാണ് അവൻ്റെ ഒരേ ഒരു ബലഹീനത. അന്നത്തെ ജോഗിങ് ദിവസത്തിൽ സ്ഥിരമായി വരുന്ന എല്ലാവരെയും കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പെൺകുട്ടികളെ കണ്ടപ്പോൾ പിന്നെ അവൻ ഒന്നും ആലോചിച്ചു നിന്നില്ല. ആൺകുട്ടികളോടൊത്തുള്ള ആ ഓട്ടം നിർത്തി അവൻ നേരെ പെൺകുട്ടികളുടെ ഒപ്പമായി. സ്ഥലത്തെ പ്രധാന കോഴിയായതുകൊണ്ട് അവരത് കാര്യമാക്കിയില്ല. ഓരോ ചെളിയും അടിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ ഒപ്പം ഓട്ടം തുടർന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ജോഗിങ് പൂർത്തിയാക്കിയ ശേഷം അവൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി. സ്നേഹനിധിയായ അവൻ്റെ അമ്മ മുറ്റമടിക്കുകയായിരുന്നു. അല്പം കർക്കശക്കാരനായ പിതാവ് ചാരുകസാരയിൽ ഇരുന്നു കൊണ്ട് പത്രം വായിക്കുന്നു. അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവൻ്റെ മുറിയിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി കോളേജിൽ പോകാൻ റെഡിയായി വന്നു. അച്ഛനും അവനും ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. അമ്മ ഭക്ഷണം കൊണ്ടുകൊടുത്തു ഇരുവർക്കും. എന്തോ തിരക്കുള്ളത് കൊണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കൃഷ്ണദാസ് ചോദിച്ചു, അമ്മേ, അപ്പുറത്തെ വീട്ടിലെ ആതിര അവിടെ ഇല്ലേ? അമ്മ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ കാര്യം ഇവിടെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ അറിയാൻ? മറ്റേത് ഈ സമയത്ത് പത്രം വാങ്ങിക്കാൻ വരുന്നതല്ലേ, അതാ ചോദിച്ചത്, കൃഷ്ണദാസ് പറഞ്ഞു. അവൾ പത്രം വാങ്ങാൻ വരുന്ന സമയം ഞാൻ നോക്കി വയ്ക്കാറില്ല, അമ്മ പറഞ്ഞു. മറുപടി കേട്ട കൃഷ്ണദാസ് പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. നാട്ടിലും അപമാനം, വീട്ടിലും അപമാനം, അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കോളേജിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലെ കോളിംഗ് ബെൽ അമർന്നു. ഇതാരാ ഈ സമയം എന്ന മട്ടിൽ അവൻ്റെ അമ്മ കതകു തുറന്നു നോക്കി. അതവിടുത്തെ പാൽ സൊസൈറ്റി ഓണർ സജിയായിരുന്നു. സജിയായിരുന്നോ? എന്താ സജി? അമ്മ ചോദിച്ചു. ചേച്ചി, അപ്പുറത്തെ വീട്ടിൽ ആരുമില്ലേ? സജി ചോദിച്ചു. അറിയില്ല സജി, രാവിലെ പത്രം വാങ്ങിക്കാൻ വരുന്നതാണ്. ഇന്ന് ഇതുവരെ കണ്ടില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും പോയി കാണും, അമ്മ പറഞ്ഞു. ഇത് കേട്ട സജി പറഞ്ഞു, ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. രാവിലെ കണക്ക് തീർത്ത് തരാം, ഈ സമയം വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാ നീ വിളിച്ചു നോക്ക് ഫോണിൽ, അമ്മ പറഞ്ഞു. ഇതിൽ ബാലൻസ് ഇല്ല ചേച്ചി, ഇനി വേണം ചാർജ് ചെയ്യാൻ, ചേച്ചി ഒന്ന് വിളിച്ചു തരാമോ? സജി ചോദിച്ചു. സജി പറഞ്ഞതുപോലെ അമ്മ ഫോണിൽ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആരും എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ലല്ലോ സജി, അമ്മ പറഞ്ഞു. എന്തായാലും നല്ല പണിയായിപ്പോയി, ഞാൻ പോകുന്നു ചേച്ചി. അവരെ കണ്ടാൽ ഞാൻ വന്നിരുന്നു എന്ന് പറയണേ, സജി പറഞ്ഞു. ശരി സജി. സജി പോയ ശേഷം അമ്മ പഴയ പോലെ അടുക്കളയിലെ ജോലിയിൽ ഏർപ്പെട്ടു. സമയം വൈകുന്നേരമായി. പുറത്തുപോയ അച്ഛൻ കൃഷ്ണദാസിൻ്റെ ഒപ്പം ഒരുമിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ കയറുമ്പോഴും കൃഷ്ണദാസ് ആതിരയുടെ വീട്ടിലേക്ക് നോക്കിയാണ് അകത്ത് കയറിയത്. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അവരെ തിരക്കി സജി വന്നിരുന്ന കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞു. ആതിര അവിടെയില്ലേ? ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി കൃഷ്ണദാസ് ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ ചറവറ കുറേ മെസ്സേജ് വിട്ടു. എന്നിട്ടും റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. ഈ സമയം കൃഷ്ണദാസിൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള ഗ്രൗണ്ടിൽ പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ വന്നു. ടെറസിൽ നിൽക്കുന്ന കൃഷ്ണദാസിനെ കണ്ട പിള്ളേര്, അണ്ണൻ കളിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ തുടങ്ങിക്കോ, എനിക്കിത്തിരി ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വരാം എന്ന് കൃഷ്ണദാസ് മറുപടി കൊടുത്തു. അല്പസമയത്തിന് ശേഷം കൃഷ്ണദാസ് കളിക്കാനായി പുറത്തേക്കിറങ്ങി. നാണമില്ലേടാ നിനക്ക് ഇത്തിരി പോന്ന പിള്ളേരുമായി ഇപ്പോഴും കളിച്ചു നടക്കാൻ? കളിക്കാൻ പോകുന്ന കൃഷ്ണദാസിനോട് അമ്മ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൻ നേരെ ഗ്രൗണ്ടിൽ ചെന്നു. കളി മുന്നേറി വരുമ്പോൾ കൂട്ടത്തിലൊരു പയ്യൻ അടിച്ച ബോള് ആതിരയുടെ വീടിൻ്റെ ജനൽ ചില്ല് തകർത്തുകൊണ്ട് അകത്തേക്ക് പോയി. അടിപൊളി, പോയി ബോൾ എടുത്തുകൊണ്ട് വാടാ എന്ന് പിള്ളേരോട് കൃഷ്ണദാസ് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞത് കേട്ട് 3 കുട്ടികൾ ബോൾ നോക്കാനായി ആതിരയുടെ വീടിൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു പയ്യൻ തകർന്ന ജനാല വഴി അകത്തേക്ക് നോക്കി. അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് പയ്യൻ നേരെ കൃഷ്ണദാസിൻ്റെ അടുത്തേക്ക് ഓടി. എന്താടാ, നീ എന്തിനാ നിലവിളിച്ചത്? എന്തു പറ്റി? കൃഷ്ണദാസ് ചോദിച്ചു. ആ പയ്യൻ വിക്കി അണ്ണാ അവിടെ അവിടെ. കാര്യം പറയടാ നീ അങ്ങോട്ട്, കൃഷ്ണദാസ് ചോദിച്ചു. പയ്യൻ പറഞ്ഞു, ആതിര ചേച്ചിയുടെ അച്ഛൻ. കൃഷ്ണദാസ് പിന്നെ ഒന്നും നോക്കാതെ നേരെ വീടിൻ്റെ അടുത്തേക്ക് എത്തി ജനാല വഴി അകത്തേക്ക് നോക്കി. കൃഷ്ണദാസ് നടുങ്ങിപ്പോയി. അവൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി അച്ഛനെ കണ്ടു. അച്ഛാ, അവിടെ ചന്ദ്രൻ ചേട്ടൻ മരിച്ചു കിടക്കുന്നു, കൃഷ്ണദാസ് പറഞ്ഞു. വിവരം ആ നാട് മുഴുവനും പടർന്നു. വീടിൻ്റെ മുന്നിൽ ആളുകൾ കൂടി. കൃഷ്ണദാസിൻ്റെ അച്ഛൻ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നു. പോലീസ് ജീപ്പ് വീട്ടിലേക്ക് വന്ന് പോലീസുകാർ വീട് തുറന്നു. അകത്ത് ഹാളിൽ ചന്ദ്രൻ്റെ ബോഡി കിടക്കുന്നു, തലയറ്റ ജഡം. തൊട്ടപ്പുറത്ത് മറ്റൊരു മുറിയിൽ ദേവിക, അതായത് ആതിരയുടെ അമ്മ, മരിച്ചു കിടക്കുന്നു. അവരുടെ മുഖത്ത് കണ്ണുകളില്ല, കഴുത്തിലെ ഞെരുമ്പ് അറുക്കപ്പെട്ടിരിക്കുന്നു. മുകളിലെ മുറിയിലേക്ക് പോലീസുകാർ ചെന്നു. പോലീസുകാരുടെ മനസ്സിനെ കീറി മുറിച്ച പോലെയുള്ളൊരു കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. മുറിയിലെ ഭിത്തിയിൽ ആതിരയുടെ 2 കൈകൾ മാത്രമായി വേർപെടുത്തി ആണിയടിച്ചു വച്ചിരിക്കുന്നു. കാലുകൾ 2 മരയ്ക്ക് താഴെ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു.
തല മുതൽ അരക്കെട്ട് വരെ കൂർത്ത കമ്പി ഉപയോഗിച്ച് കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്നു. ആതിരയുടെ ഡെഡ് ബോഡി കണ്ട പോലീസുകാരിൽ ഒരാൾ വായും പൊത്തി ബാത്റൂമിലേക്ക് പോയി. അയാൾ അവിടെ ഛർദ്ദിച്ചു. അല്പനേരം തലയിൽ കൈവച്ച അയാൾ ബാത്റൂമിൽ നിന്നും പിന്നെ മുഖം കഴുകാനായി പൈപ്പ് തുറന്ന് വെള്ളമെടുത്തു. മുഖം കഴുകി പുറത്തേക്ക് വന്ന പോലീസുകാർ ഉടനെ തന്നെ ഫോറൻസിക് ആളുകളെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അവിടെ വന്ന് തെളിവെടുപ്പ് നടത്തി. അപ്പോഴാണ് അവരെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചത്. 3 ഡെഡ് ബോഡി കിടക്കുന്നിടത്ത് ഒരു തുള്ളി ബ്ലഡ് പോലും കാണാനില്ല. മാത്രവുമല്ല, യാതൊരുവിധ തെളിവുകളും അവർ എത്ര പരിശോധിച്ചിട്ടും കണ്ടുകിട്ടിയില്ല. തങ്ങളുടെ കരിയറിൽ ഇത്രയും ക്രൂരമായ കൊലപാതകം കാണുന്നത് ആദ്യമായിട്ടാണ്. ഫോറൻസിക് എക്സ്പെർട്ട് രഘുറാം പോലീസിനോട് പറഞ്ഞു, ഒരു തെളിവ് പോലും കിട്ടാതെ ഈ കേസ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവർ ആംബുലൻസിൽ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൈമാറി. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചീഫ് ഡോക്ടർ സുദർശൻ എത്തി. അയാൾ 3 ബോഡികളും പോസ്റ്റ്മോർട്ടം നടത്തി. ഒടുവിൽ തന്റെ കണ്ടെത്തൽ പോലീസിനോട് പറഞ്ഞു, ഇതൊരു പെർഫെക്റ്റ് ക്രൈമാണ്. 3 പേരുടെയും ശരീരത്തിൽ നിന്നും ബ്ലഡ് കംപ്ലീറ്റായി എടുത്ത ശേഷമാണ് കില്ലർ അവരെ ഓരോരുത്തരെ ബ്രൂട്ടലായി കൊന്നത്. അതും ക്ലിനിക്കൽ കട്ട്. ക്ലിനിക്കൽ കട്ടോ? പോലീസുകാർ ഡോക്ടറോട് ചോദിച്ചു. അതെ, ക്ലിനിക്കൽ കട്ട്. കാരണം സാധാരണ ഒരാളാണ് ഇങ്ങനെയൊരു കൊലപാതകം ചെയ്തിരുന്നതെങ്കിൽ ഉറപ്പായും ബോഡിയിൽ ബ്ലഡിന്റെ അംശം കണ്ടേനെ. അതുപോലെ തന്നെ ഇത്രയും കൃത്യമായി ബോഡിയിലെ പാർട്സ് കട്ടാക്കി എടുക്കാൻ കഴിയില്ല. മെഡിക്കൽ പരമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. ഡോക്ടർ തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നു. കൊല്ലൂരിൽ മുഴുവനും ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു. പത്രത്തിൽ എവിടെ നോക്കിയാലും ഈ വാർത്ത മാത്രം. തങ്ങളുടെ നാട്ടിൽ നടന്ന ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം കണ്ടതുകൊണ്ടുള്ള ഭീതിയിൽ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പോലും പലരും ഭയന്നു. ഈ കേസ് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നതായിരുന്നു പോലീസിനെ അലട്ടിയ ഏറ്റവും വലിയ ചോദ്യം. സംഭവം നടന്ന് 2 ആഴ്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പേരിനൊരു അന്വേഷണം മാത്രം നടന്നുവെന്ന് മനസ്സിലായ ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഭരിക്കുന്നവർ കാരണമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടും ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്നതെന്ന് അങ്ങനെയുള്ള കുപ്രചരണം നാട്ടിൽ ഓരോരുത്തർ പാടി നടന്നു. കൊല്ലൂരിലെ ഈ കേസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ തലവേദനയായി മാറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ കേസ് ലോക്കൽ സ്റ്റേഷനിൽ നിന്നും മാറ്റി ഡിപ്പാർട്ട്മെന്റിലെ തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പോലീസ് മീറ്റിംഗിൽ ആരോ ഒരാൾ അയാളുടെ പേര് നിർദ്ദേശിച്ചു. CI അക്ബർ. അക്ബറോ? മീറ്റിംഗിൽ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാർ ഞെട്ടലോടെ പറഞ്ഞു. അതെ, അക്ബർ തന്നെ. അത് പറഞ്ഞുകൊണ്ട് SP മീറ്റിംഗ് പിരിച്ചുവിട്ടു. അന്ന് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ചർച്ച മീറ്റിംഗിൽ SP പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു. കള്ളന് പെരുങ്കള്ളം കൂട്ട് എന്ന രീതിയിലുള്ള പല കമന്റ് അവിടെ അവർക്കിടയിൽ വന്നു. അക്ബറിനെ പോലുള്ള ഒരുത്തിന് ഈ കേസ് എങ്ങനെ കൊടുക്കാൻ തോന്നി? ഇത്രയും മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരുത്തൻ വന്നിട്ടിപ്പോൾ ഉള്ള നാണക്കേട് ഇരട്ടിക്കാനാണോ എന്നൊക്കെ പലരും അവിടെ പറഞ്ഞു. നാളെ തന്നെ അക്ബറിന്റെ ലീവ് ക്യാൻസൽ ചെയ്ത് കേസ് ഫയല് ഏൽപ്പിക്കണമെന്ന ഓർഡർ SP പാസാക്കി. അക്ബറിന് കേസ് ഏൽപ്പിച്ചതിൽ ആർക്കും തന്നെ താല്പര്യമില്ലായിരുന്നു. കാരണം അത്രയും മോശം സ്വഭാവമുള്ളൊരു പോലീസുകാരനായിരുന്നു അക്ബർ. സ്ത്രീകളോടുള്ള മോശം സമീപനം, ഡ്യൂട്ടിയിലിരിക്കെ തന്നെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് പല കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുക, സീനിയേഴ്സിനെ പോലും റെസ്പെക്റ്റ് ചെയ്യാത്ത സ്വഭാവം എന്നിങ്ങനെ പല കാര്യത്തിലും പലതവണ പഴിയും സസ്പെൻഷനും നേരിടേണ്ടി വന്ന പോലീസ് യൂണിഫോം ഇട്ട ഒരു റൗഡി അതായിരുന്നു അക്ബർ. കാര്യം അക്ബർ വളരെ മോശപ്പെട്ടവനാണെങ്കിലും ഉന്നതങ്ങളിൽ പലരുടെയും വേണ്ടപ്പെട്ടവൻ കൂടിയാണ് അക്ബർ. തൻ്റെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും വഞ്ചിക്കാനും കേസിൽ കുടുക്കാൻ പോലും മടിയില്ലാത്ത ഒരാൾ. ഒരു ഒറ്റത്തടിയനായിരുന്നു അക്ബർ. താമസ സ്ഥലത്തെ ആളുകൾ പോലും അക്ബർ അവരുടെ അയൽവാസിയാണെന്ന് പറയുന്നതിലും വലിയ നാണക്കേട് വേറെയൊന്നുമില്ല. അക്ബറിന് ആകെ സ്വന്തമായുള്ളത് ഒരു സുഹൃത്ത് മാത്രമാണ്, ജെയ്സൺ. അക്ബറിനെ ഒരു നല്ല മനുഷ്യനാക്കിയെടുക്കാൻ ജെയ്സൺ തന്നെക്കൊണ്ട് കഴിയും പോലെയൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒന്നും തന്നെ മാറിയില്ല. അക്ബർ അവൻ്റെ പഴയ വഴിയിൽ കൂടി തന്നെ ജീവിച്ചു പോയി. അങ്ങനെ ലീവ് ക്യാൻസലാക്കി അക്ബർ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് കൊല്ലൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുവെന്ന് അക്ബർ അറിയുന്നത് തന്നെ. SP-യുടെ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ഓർഡറും പുതിയ കേസ് ഫയലും അക്ബറിന് കൈമാറി. അങ്ങനെ അന്ന് തന്നെ അക്ബർ കൊല്ലൂരിലേക്ക് പോയി. അവിടെ വന്നിറങ്ങിയ പാടെ താമസിക്കാൻ ഒരു വീട് തരപ്പെടുത്തിയെടുക്കാനായി അക്ബർ ബ്രോക്കറെ അന്വേഷിച്ചു. അങ്ങനെ കൃഷ്ണദാസിന്റെ അച്ഛൻ്റെ തന്നെ കെയർ ഓഫിലുള്ള ഒരു വീട് തരപ്പെടുത്തിയെടുത്തു. അയൽപക്കത്തുള്ള സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടപ്പോൾ തന്നെ അക്ബർ ഒന്നുറപ്പിച്ചു. കേസന്വേഷണവും കോപ്പൊന്നും നടന്നില്ല എങ്കിലും ഇവിടെ തന്നെ കുറച്ചുനാൾ കടിച്ചു തൂങ്ങി കിടക്കണമെന്ന്. അയൽപക്കത്തൊരു പോലീസുകാരൻ താമസിക്കാൻ വന്നത് നന്നായി കൃഷ്ണദാസിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു. പക്ഷെ അവരുടെ ആ തീരുമാനം തെറ്റായി പോയി എന്ന് അവർ പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചറിഞ്ഞു. ഡ്യൂട്ടിക്ക് പോകാൻ രാവിലെ ജീപ്പ് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ തന്നെ അക്ബറിന്റെ സ്വഭാവം അവർ മനസ്സിലാക്കി. പഠിക്കാനായി കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികളെ നോക്കി ചൂളം വിളിയും മോശമായ രീതിയിലുള്ള നോട്ടവും. ഇത് കണ്ടു നിന്ന ഒരു പെൺകുട്ടിയുടെ പിതാവ് അക്ബറിനോട് സംസാരിക്കാൻ വന്നു. താനൊരു പോലീസുകാരൻ തന്നെയാണോ? നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നിന്റെ മകൾ വല്ലതും ആ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവളെ ഇവിടെ എൻ്റെ മുന്നിൽ കൊണ്ടുപോവാ, നല്ലതുപോലെ ഒന്ന് നോക്കിയേക്കാം എന്ന് തിരിച്ചു മറുപടി കൊടുത്തുകൊണ്ട് അക്ബർ ജീപ്പിൽ കയറി സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ വന്നയുടനെ തൻ്റെ റൂമിലേക്ക് പോയി അവിടെയുള്ള ചെയറിൽ കയറിയിരുന്നു. കേസ് ഫയൽ ടേബിളിൽ എടുത്തു വെച്ചു.
എന്നിട്ട് അത് തുറന്നു പോലും നോക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം ഫോൺ നോക്കിയ ശേഷം അക്ബർ കേസ് ഫയലിൻ്റെ മുകളിൽ 2 കാലും കയറ്റി വെച്ച് ചെയറിലിരുന്ന് വിശ്രമിച്ചു. അപ്പോഴാണ് അവിടേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നത്. CIA കാണാനാണെന്ന് പറഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ CIയുടെ മുറി കാണിച്ചു കൊടുത്തു. അവൾ വാതിലിൽ മുട്ടി. ഏതവനാടാ ഇത്ര സൂക്കേട്? തട്ടിക്കളിക്കാതെ അകത്തേക്ക് വാ, അക്ബർ പറഞ്ഞു. അക്ബറിൻ്റെ ഇരിപ്പ് കണ്ട പെൺകുട്ടി ഒരു നിമിഷം താൻ ശരിയായ സ്ഥലത്ത് തന്നെയാണോ എന്ന് തോന്നിപ്പോയി. അവൾ സാർ എന്ന് വിളിച്ചു. ഒരു പെണ്ണിൻ്റെ ശബ്ദമാണല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അക്ബർ കണ്ണു തുറന്നു നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അക്ബർ അമ്പരന്നു പോയി. ഒരു സൗന്ദര്യ ദേവത തന്നെ മുന്നിൽ നിൽക്കുന്നു. അക്ബർ ടേബിളിൽ നിന്നും കാലുകൾ താഴെ ഇറക്കി വെച്ചു. എന്താ പേര്? അക്ബർ ചോദിച്ചു. അവൾ കയ്യിലുണ്ടായിരുന്ന പരാതി പേപ്പർ അക്ബറിന് കൊടുത്തു. അക്ബർ അത് വാങ്ങി എന്നല്ലാതെ അത് തുറന്നു പോലും നോക്കിയില്ല. അക്ബർ ചോദിച്ചു, അതെ, ഈ പരാതി വായിച്ചു നോക്കുന്നതിലും നല്ലത് പേരെന്താ എന്നാ പറഞ്ഞത്. അവൾ അക്ബറിനോട് അവളുടെ പേര് പറഞ്ഞു. ശ്രീഷ എന്ന് പറഞ്ഞു. ആ ശ്രീഷ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാതി നോക്കുന്നതിലും നല്ലത് ശ്രീഷ തന്നെ പറയുന്നതാണ്, അക്ബർ പറഞ്ഞു. ശ്രീഷ പറയാൻ തുടങ്ങി. സാർ, എൻ്റെ ബ്രദറിനെ കാണാതായിട്ട് ഇന്നേക്ക് 4 മാസമായി. കംപ്ലൈൻറ്റ് ഒരുപാട് കൊടുത്തു, പക്ഷെ എവിടെയുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നോ ഒരു വിവരവുമില്ല. ഇത് കേട്ട അക്ബർ പറഞ്ഞു, എവിടെയെങ്കിലും കറങ്ങാൻ പോയി കാണും. ഫോൺ വിളിച്ചു നോക്കൂ. ഇല്ല സാർ, അങ്ങനെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും പറഞ്ഞിരിക്കും. വിളിച്ചു നോക്കി ഒരുപാട് വട്ടം, പക്ഷേ കിട്ടുന്നു പോലുമില്ല. ഒന്ന് അന്വേഷിച്ചു തരാനായി കുറേയായി ഞാൻ ഇവിടെ വരുന്നു, ശ്രീഷ പറഞ്ഞു. വല്ലവരും ഉള്ളപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് കാര്യം? ഞാനുള്ളപ്പോഴല്ലേ വരേണ്ടത്, എന്നാലല്ലേ 2 പേർക്കും ഗുണമുള്ളൂ, അക്ബർ പറഞ്ഞു. വാട്ട്? ശ്രീഷ ചോദിച്ചു. അതല്ല, ബ്രദറിനെ തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷം തനിക്കും കേസ് തെളിയിച്ചു എന്ന സംതൃപ്തി എനിക്കും, അക്ബർ പറഞ്ഞു. എന്ന് മൂളിക്കൊണ്ട് ശ്രീഷ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്തായാലും തൻ്റെ നമ്പർ എഴുതിയേക്ക്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം, അക്ബർ പറഞ്ഞു. പരാതിയിൽ വീട്ടിലെ നമ്പർ വെച്ചിട്ടുണ്ട്, ശ്രീഷ പറഞ്ഞു. എന്നാ ഓക്കെ, അക്ബർ അതിന് മറുപടി പറഞ്ഞു. അക്ബറിൻ്റെ മുന വച്ചുള്ള ഓരോ നോട്ടവും കണ്ടപ്പോൾ ശ്രീഷയ്ക്കും ദേഷ്യം തോന്നി. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ശ്രീഷ പോകും വരെ അവളിൽ നിന്നും കണ്ണെടുക്കാതെ അക്ബർ അവളെയും തന്നെ നോക്കി നിന്നു. അന്നത്തെ ഡ്യൂട്ടിക്ക് ശേഷം അക്ബർ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അക്ബർ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഹൗസ് ഓണറും കുറച്ച് അയൽവാസികളും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടിട്ടും യാതൊരു കൂസലുമില്ലാതെ അക്ബർ വീട് തുറന്ന് അകത്ത് കയറി. ഞങ്ങൾക്ക് സാറിനോടൽപ്പം സംസാരിക്കാനുണ്ട്, കൃഷ്ണദാസിൻ്റെ അച്ഛൻ പറഞ്ഞു. അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ നിൽക്ക്. അക്ബർ തിരിച്ച് മറുപടി നൽകി നേരെ അകത്തേക്ക് പോയി. വേഷം മാറി ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഇനി പറ, അക്ബർ അവരോട് പറഞ്ഞു. സാർ, ഞാൻ സാറിന് ഈ വീട് വാടകയ്ക്ക് തന്നതുപോലും ഒരു പോലീസുകാരൻ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നോക്കാനുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. എന്നിട്ടിപ്പോൾ വേലി തന്നെ വിളവ് തിന്നാൽ എങ്ങനെയാ സാർ? കൃഷ്ണദാസിൻ്റെ അച്ഛൻ അക്ബറിനോട് പറഞ്ഞു. അപ്പോൾ വിളവുണ്ടെന്ന് തനിക്കും അറിയാമല്ലേ? എടോ, മര്യാദക്ക് നിൽക്കുന്ന വേലിയിലോട്ട് വിളവ് പടർന്നു കയറി വരാൻ തുടങ്ങിയാൽ പിന്നെ വേലിക്ക് തിന്നുകയല്ലേ നിവൃത്തിയുള്ളൂ. അക്ബറിൻ്റെ മറുപടി കേട്ട് അവർക്ക് ദേഷ്യമുണ്ടായി. പക്ഷെ പോലീസുകാരനല്ലേ, എന്തെങ്കിലും ചെയ്താൽ നാളെ അവർക്കൊരു കൊല്ലാപ്പാവുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവർ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവരവിടെ നിന്നും പോയി. എന്തു ചെയ്യാനാ, ഇനിയെല്ലാം വരും പോലെ അനുഭവിക്കുക എന്ന് പിറുപിറുത്തുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഈ സമയം ജെയ്സൺ അക്ബറിൻ്റെ പുതിയ വീട്ടിലേക്ക് വന്നു. ജെയ്സനെ കണ്ടപാടെ അക്ബർ സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഹാവ്, നീ വന്നല്ലോ, ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പണ്ടാരമടങ്ങി, അക്ബർ പറഞ്ഞു. ഇത് കേട്ട് ജെയ്സൺ പറഞ്ഞു, നീ രാവിലെ അഡ്രസ്സ് ഫോർവേഡ് ചെയ്ത് തന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ റെഡിയായി. എങ്ങനെയുണ്ട് പുതിയ സ്റ്റേഷനും നാടുമൊക്കെ? എന്തോന്ന് സ്റ്റേഷൻടാ, കളർഫുൾ തരത്തിൽ കുറേ ഐറ്റംസ് ഏരിയയിലുള്ളതുകൊണ്ട് ബോറടിക്കാതെ തള്ളി നിൽക്കുന്നു, അക്ബർ മറുപടി പറഞ്ഞു. എടാ വേണ്ടടാ, ഇവിടെയെങ്കിലും നീ ആരെയും കൊണ്ട് മോശമായൊന്നും പറയിപ്പിക്കാതെ, ജെയ്സൺ മറുപടി പറഞ്ഞു. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, ഡാ, അക്ബറിന് ഉമ്മയും ബാപ്പയും ഒന്നുമില്ല, ആകെയുള്ളത് നീയാ. നീ പറഞ്ഞാൽ ഞാൻ കേൾക്കും, പക്ഷെ അതിപ്പോഴല്ല, അത് എനിക്കും കൂടി തോന്നുമ്പോൾ. ജെയ്സൺ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് ഒരു കുപ്പി സംഘടിപ്പിച്ചു വരാൻ ആവശ്യപ്പെട്ടു. തന്നേക്കാൾ ഉയർന്ന റാങ്കുള്ളവർ പറയുന്നത് അനുസരിച്ചല്ലേ പറ്റൂ. അങ്ങനെ കോൺസ്റ്റബിൾ കുപ്പിയുമായി വീട്ടിൽ വന്ന് കതകുമുട്ടി. ജെയ്സ, സ്റ്റേഷനിൽ നിന്ന് ആ പരട്ട കിളവനായിരിക്കും, നീ അത് വാങ്ങിച്ചു വച്ചേക്ക്, അക്ബർ പറഞ്ഞു. ജെയ്സൺ വാതിൽ തുറന്നു. അക്ബർ പറഞ്ഞത് ഉച്ചത്തിലായതുകൊണ്ട് പുറത്തുനിന്ന കോൺസ്റ്റബിൾ അത് കേൾക്കാനിടയായി. തല കുനിയ അയാൾ ആ കുപ്പി ജെയ്സന് കൈമാറി അവിടെ നിന്നും പോയി. ജെയ്സൺ ആ കോൺസ്റ്റബിളിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ നല്ല വിഷമം തോന്നി. ആളുകളുടെ മനസ്സിലെ ഇമോഷനും കാര്യവും ഒന്നും അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവനത് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കാൻ നിന്നില്ല. രാത്രി കലാപരിപാടി തുടങ്ങി ഓരോ കാര്യങ്ങൾ പറഞ്ഞവർ മദ്യപിച്ചുകൊണ്ടേയിരുന്നു. എടാ, ഇത് പരാതി പേപ്പറല്ലേ, അതിനകത്താണോ നീ മിച്ചറൊക്കെ തട്ടിയിരിക്കുന്ന? ജെയ്സൺ ചോദിച്ചു. അപ്പോഴാണ് അക്ബർ ശ്രീഷയുടെ കാര്യം ഓർത്തത്. അവൻ ഉടനെ തന്നെ ആ പേപ്പർ എടുത്ത് അതിൽ കൊടുത്തിട്ടുള്ള അവളുടെ വീട്ടിലെ നമ്പറിലേക്ക് വിളിച്ചു.
ശ്രീഷയുടെ അച്ഛനായിരുന്നു ഫോൺ എടുത്തത്. അയാൾ ആരാ എന്ന് ചോദിച്ചു. ശ്രീഷയല്ലേ എന്നായിരുന്നു അക്ബർ തിരിച്ചു ചോദിച്ചത്. ഇന്നവൾ സ്റ്റേഷനിൽ ചേട്ടനെ കാണാനില്ല എന്നൊരു പരാതി കൊണ്ടുവന്നിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കാനാണ് അച്ഛൻ അവൾക്ക് ഫോൺ കൈമാറി. ഹലോ, ശ്രീഷ ചോദിച്ചു. ആ, ഞാനാണ് അക്ബർ. നമ്മുടെ ചേട്ടൻ്റെ കാര്യം അറിയണ്ടേ? ശ്രീഷ ഒന്ന് മൂളി. അക്ബർ പറഞ്ഞു, എന്നാൽ നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വാ, കുറച്ച് കാര്യം അറിയാനുണ്ട്. സാർ, നാളെ എനിക്ക് ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. 2-3 ദിവസം കഴിഞ്ഞ് തിരികെ വരൂ, ശ്രീഷ പറഞ്ഞു. നിനക്ക് നിന്റെ ചേട്ടനെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നാളെ തന്നെ വരണം. അല്ല, ഇനിയിപ്പോൾ വല്ല റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ നിന്നും കിടന്ന് കിട്ടിയാൽ മതിയെങ്കിൽ നിന്റെ സൗകര്യം അനുസരിച്ച് വന്നാൽ മതി, അക്ബർ മറുപടി പറഞ്ഞു. ശ്രീഷ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. ആരടാ, എന്താ പ്രശ്നം? ജെയ്സൺ ചോദിച്ചു. ഓ, അതൊരു സുന്ദരി പറവ. ഇന്നൊരു പരാതിയും കൊണ്ട് വന്നു. രാത്രി വിളിക്കണമെന്ന് അവളെ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചതാണ്. അതാ പരാതി പേപ്പർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ പറഞ്ഞപ്പോഴാണ് അത് പിന്നെ ഞാൻ ഓർത്തത്, അക്ബർ പറഞ്ഞു. ഇത് കേട്ട് ജെയ്സൺ ഒരുതരം പുച്ഛത്തോടെ അക്ബറിനെ നോക്കി. പിറ്റേന്ന് രാവിലെ തന്നെ അക്ബർ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി. ജെയ്സനോട് യാത്ര പറഞ്ഞ അക്ബർ അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലെത്തി നേരെ തന്നെ തൻ്റെ റൂമിൽ പോയി ശ്രീഷ വരുന്നതും നോക്കിയിരുന്നു. അങ്ങനെയിരിക്കെ കോൺസ്റ്റബിൾ റൂമിലേക്ക് വന്നു. സാർ ഇവിടെ വന്നിട്ട് ഇന്നേക്ക് 4 ദിവസമായി. ഇതുവരെ കേസ് ഫയൽ നോക്കുകയോ അതേപ്പറ്റി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. താനൊരു കാര്യം ചെയ്യേ, ആദ്യം ഈ കസാരയിൽ കയറിയിരിക്കെ, എന്നിട്ട് ഫയൽ നോക്ക്, അക്ബർ പറഞ്ഞു. ഇത് കേട്ട കോൺസ്റ്റബിൾ ഒന്നും മിണ്ടിയില്ല. മേലാൽ എന്നെ ഭരിക്കാൻ വരരുത്. തൻ്റെ പണി എന്താണോ അത് ചെയ്യേ. മാസം കിട്ടുന്ന ശമ്പളം വാങ്ങി സ്വന്തം കാര്യം നോക്കി പോയിക്കോ, അക്ബർ കൂട്ടിച്ചേർത്തു. അക്ബർ പറഞ്ഞതെല്ലാം കേട്ട് കോൺസ്റ്റബിൾ റൂമിൻ്റെ പുറത്തേക്ക് പോയി. ഈ സമയം ശ്രീഷ അവിടേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അക്ബറിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. സാർ, എൻ്റെ ബ്രദറിൻ്റെ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് സാർ എന്താ ഈ പറയുന്നത്? ശ്രീഷ ചോദിച്ചു. അതിന് ഞാൻ എന്താടോ നിന്നോട് പറഞ്ഞത്? കാണാൻ തോന്നി വിളിപ്പിച്ചു, അത് തെറ്റാണോ? എനിക്ക് തോന്നുന്നില്ല, അക്ബർ പറഞ്ഞു. ശ്രീഷ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു. അക്ബർ ഉടനെ അവളെ തടഞ്ഞു. തന്നെ പോലെയുള്ള ഒരുത്തനെ സാറെന്ന് വിളിച്ചതിന് എനിക്കിപ്പോൾ എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. ശ്രീഷ അക്ബറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഡി പെണ്ണേ, നീ ഇവിടെ കിടന്ന് ലജ്ജ തുള്ളാൻ മാത്രം ഞാൻ നിന്നോട് എന്താ ചെയ്തേ? അല്ല, എന്താണ് നടന്നേ? നല്ലപോലെ ലജ്ജ നിന്നിൽ ഞാൻ വരുത്തുന്നത് നിനക്ക് കാണണോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അക്ബർ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ശ്രീഷ ഉടനെ തന്നെ ആ കൈ തട്ടിമാറ്റി. അവിടെ നിന്നും അക്ബറിനെ ശകാരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഈ സമയം തന്നെ സ്റ്റേഷനിൽ SP കോൾ ചെയ്തു. കേസ് എന്തായി എന്നറിയാൻ വേണ്ടി. അക്ബർ, എവിടെ വരെയായി ഇൻവെസ്റ്റിഗേഷൻ? SP ചോദിച്ചു. അന്വേഷിച്ചുകൊണ്ടിരിക്കുക സാർ, പലരെയും ചോദ്യം ചെയ്ത് വരികയാണ്, അക്ബർ പറഞ്ഞു. ഗുഡ്, ഫുൾ പ്രഷർ സിറ്റുവേഷനാണ്. തനിക്ക് ഈ കേസ് തന്നതിൻ്റെ പേരിൽ തന്നെ പല പ്രശ്നമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നിനും കൊള്ളാത്തൊരു ഓഫീസറായാണ് തന്നെ എല്ലാവരും വിലയിരുത്തുന്നത്. സോ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് താനാ. യു ഗോട്ട് ഇറ്റ്? യെസ് സാർ. SP-യുടെ ഫോൺ കട്ടായ ശേഷം അക്ബർ കോൺസ്റ്റബിളുമായി ഡയറക്റ്റ് മരണം നടന്ന വീട്ടിലേക്ക് പോയി. അവർ ആ വീടിൻ്റെ അകത്ത് പ്രവേശിച്ചു. സാർ, ഇവിടെയാണ് ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു കിടന്നത്, കോൺസ്റ്റബിൾ പറഞ്ഞു. പെണ്ണോ? അക്ബർ ചോദിച്ചു. അതെ സാർ, മൊത്തം 3 പേരാണ് മരിച്ചു കിടന്നത്. 2 പേർ താഴെ, പെൺകുട്ടി മുകളിലും. സാർ, കേസ് ഫയൽ കണ്ടില്ലേ? കോൺസ്റ്റബിൾ ചോദിച്ചു. കോൺസ്റ്റബിൾ പറയുന്നത് കേട്ട് അക്ബർ നേരെ പെൺകുട്ടി മരിച്ചു കിടന്ന മുറിയിലേക്ക് പോയി. കോൺസ്റ്റബിൾ പിന്നാലെ പോയി. കോൺസ്റ്റബിൾ പെൺകുട്ടി മരിച്ചു കിടന്നത് എങ്ങനെയെന്ന് വിവരിച്ചു കൊടുത്തു. പക്ഷെ അക്ബർ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അക്ബർ അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ബുക്കും മൊബൈലും ഒക്കെ പരിശോധിച്ചു. ഒരു പെണ്ണിൻ്റെ ഫോണായതുകൊണ്ട് തന്നെ അതിൽ സുഹൃത്തുക്കളുടെ നമ്പർ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നമ്പറും ഫോട്ടോസും കാണുമെന്ന് അക്ബറിന് അറിയാമായിരുന്നു. അക്ബർ ഫോൺ പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് സെക്യൂരിറ്റി ലോക്ക് കിടക്കുന്നത് കണ്ടത്. സോ ഈ സാമാനം ആരെങ്കിലും കൊടുത്ത് അൺലോക്കാക്കി ഇന്ന് തന്നെ എടുക്കണം. കോൺസ്റ്റബിളിനോട് ഓർഡർ കൊടുത്ത ശേഷം അക്ബർ അവിടെ നിന്നും ഇറങ്ങി. വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അക്ബർ നോക്കുമ്പോൾ കണ്ടത് വീടിൻ്റെ ടെറസിൽ നിന്നും കൃഷ്ണദാസ് നോക്കുന്നതാണ്. എന്നാൽ അക്ബറിനെ കണ്ടയുടനെ കൃഷ്ണദാസ് അവിടെ നിന്നും മറഞ്ഞു. അക്ബർ അത് കാര്യമാക്കി എടുത്തില്ല. അവർ നേരെ സ്റ്റേഷനിലേക്ക് പോയി. അക്ബർ കൊടുത്ത ഓർഡർ പ്രകാരം കോൺസ്റ്റബിൾ ഫോണിൻ്റെ ലോക്ക് അൺലോക്കാക്കി കൊണ്ടുവന്നു. സാർ, ഫോൺ അൺലോക്കാക്കി. കോൺസ്റ്റബിൾ ഇത് പറഞ്ഞ ഉടനെ അക്ബർ ധൃതിയോടെ ഫോൺ പിടിച്ചു വാങ്ങി. താൻ പുറത്തു വയ്ക്കുമെന്ന് അക്ബർ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. സാർ, കേസ് അന്വേഷിച്ച് തുടങ്ങിയെന്ന ധാരണയോടെ കോൺസ്റ്റബിൾ റൂമിൻ്റെ പുറത്തേക്ക് പോയി. അക്ബർ ഫോണിലെ മെസ്സേജും കോൾ ലിസ്റ്റും ഒക്കെ നോക്കി. മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ കൃഷ്ണദാസ് എന്ന പേരിൽ സേവ് ചെയ്ത നമ്പറിൽ നിന്നും മെസ്സേജ് കിടക്കുന്നത് കണ്ടു. പക്ഷെ അക്ബർ അത് ഓപ്പൺ ആക്കാൻ നിന്നില്ല. അക്ബർ ഫോണിലെ പെൺകുട്ടികളുടെ നമ്പർ മുഴുവനും നോട്ട് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ താൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഓരോരുത്തരുടെ വീട്ടിൽ അന്വേഷിച്ചു പോകാൻ തുടങ്ങി. നേരവും കാലവും നോക്കാതെ തൻ്റെ കാര്യം നടക്കണമെന്ന രീതിയിൽ പകലും രാത്രിയുമായി അന്വേഷണം എന്ന പേരും പറഞ്ഞ് ഓരോ പെൺകുട്ടികളുടെ വീട്ടിൽ ചെന്നുകൊണ്ടിരുന്നു. ഇതൊരു സ്ഥിരം പ്രവണതയായി വന്നതുകൊണ്ട് പലർക്കും അക്ബർ ഒരു ശല്യമായി മാറി. പക്ഷെ അക്ബറിനെ പോലെയുള്ള ഒരാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായ അവർ എല്ലാം സഹിച്ചു നിന്നു. ദിനവും ഇങ്ങനെ ലേറ്റായി വരുന്ന അക്ബറിനെ കണ്ട തൻ്റെ സുഹൃത്ത് ഇതിനെപ്പറ്റി ചോദിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന അക്ബറിനോട് ജെയ്സൺ കാര്യം തിരക്കി. ഇതെന്താടാ,
മറ്റേത് 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ വീട്ടിൽ വന്നിരുന്ന നീ ഇപ്പോൾ പാതിരാത്രിയാണല്ലോ വരുന്നത്? ജെയ്സൺ ചോദിച്ചു. ഡ്യൂട്ടി അല്ലേ അളിയ, അക്ബർ മറുപടി പറഞ്ഞു. ഈശോയെ, നീ നന്നാമത് തീരുമാനിച്ചോ? ജെയ്സൺ ചോദിച്ചു. അങ്ങനെയുള്ള വ്യാമോഹമൊന്നും വെറുതെ നീ ചിന്തിച്ചു കൂട്ടണ്ട. ആകെ ഒരു ബോറിംഗ് ആയിരുന്നല്ലോ, ഇപ്പോഴാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയത്, അക്ബർ മറുപടി പറഞ്ഞു. എന്ത് എൻ്റർടൈൻമെൻറ്റ്? ജെയ്സൺ ചോദിച്ചു. അക്ബർ അവനോട് കാര്യം മുഴുവനും വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അവൻ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. വെറുതെ സംസാരിച്ച് വിഷയം വഷളാക്കണ്ട എന്ന് കരുതി ജെയ്സൺ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. നാളെയല്ലേ നീ പോകുന്നേ? അക്ബർ ചോദിച്ചു. അതേടാ, ജെയ്സൺ പറഞ്ഞു. എന്നാൽ ലേറ്റാക്കണ്ട, പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറങ്ങാൻ പോയി. പിറ്റേന്ന് രാവിലെയായി. ജെയ്സൺ പോകാൻ വേണ്ടി റെഡിയായി. ജീപ്പ് ഇപ്പോൾ വരും, അതിൽ ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലാക്കാം. വെറുതെ നടന്ന് ഉള്ള ബസ് കിട്ടാതിരിക്കണ്ട, അക്ബർ അവനോട് പറഞ്ഞു. അവർ ജീപ്പിൽ കയറി യാത്ര തുടങ്ങവേ കൃഷ്ണദാസ് അവൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന അക്ബറിനെ കണ്ടു. അക്ബർ അവനെ അടുത്തേക്ക് വിളിപ്പിച്ചു. നീ ഈ വീട്ടിലെയാണോ? അക്ബർ ചോദിച്ചു. അതെ സാർ, കൃഷ്ണദാസ് മറുപടി പറഞ്ഞു. രാവിലെ എങ്ങോട്ട് പോകുന്നു? അക്ബർ വീണ്ടും ചോദിച്ചു. കോളേജിൽ, കൃഷ്ണദാസ് പറഞ്ഞു. അക്ബർ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റെതസ്കോപ്പും മറ്റും കണ്ടു. ഓ, ഭാവി ഡോക്ടറാണല്ലേ? അക്ബർ ചോദിച്ചു. കൃഷ്ണദാസ് ഒരു പുഞ്ചിരിയോടെ അതേന്ന് തലയാട്ടി. എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അവിടെ നിന്നും പോയി. അക്ബർ പോകുമ്പോൾ കൃഷ്ണദാസ് അക്ബറിനെ നോക്കുന്നത് അക്ബർ ജീപ്പിലെ കണ്ണാടിയിലൂടെ കണ്ടു. അക്ബർ വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞു. അക്ബർ ജീപ്പിൽ നിന്നും ഇറങ്ങാതെ കൃഷ്ണദാസിനെ നോക്കി. അപ്പോൾ തന്നെ കൃഷ്ണദാസ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. അക്ബറിന്റെ മുഖത്തൊരു ചിരി വിടർന്നു. എന്താടോ, എന്തു പറ്റി? ജെയ്സൺ അക്ബറിനോട് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ എന്ന് മറുപടി കൊടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും യാത്രയായി. അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ അക്ബർ ജെയ്സനെ ഇറക്കി യാത്ര പറഞ്ഞ ശേഷം അക്ബർ നേരെ സ്റ്റേഷനിലേക്ക് പോയി. ആ സമയം സ്റ്റേഷനിൽ അക്ബറിനെ കാത്ത് കമ്മീഷണർ ഉണ്ടായിരുന്നു. അക്ബർ അദ്ദേഹത്തെ കണ്ട ഉടനെ സല്യൂട്ട് ചെയ്തു. അദ്ദേഹം അക്ബറിനെ ശരിക്കും ശകാരിച്ചു. താൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ഥിരം തലവേദനയാണല്ലോ, എവിടെ പോയാലും തന്നെക്കുറിച്ചുള്ള കംപ്ലൈന്റ് മാത്രം. താൻ എന്താ കരുതിയിരിക്കുന്ന? ഒരു പോലീസ് യൂണിഫോം ഉണ്ടെന്ന് കരുതി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാമെന്നാണോ? കമ്മീഷണർ പറയുന്നത് കേട്ട് അക്ബറിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. സാർ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, അക്ബർ പറഞ്ഞു. കമ്മീഷണർ പരാതിക്കാരെ അകത്തേക്ക് വിളിപ്പിച്ചു. അക്ബറിന്റെ മുന്നിൽ നിർത്തി. ഹൗസ് ഓണർ ഉൾപ്പെടെ ആ ഏരിയയിലെ 5ഓളം ആളുകളുണ്ടായിരുന്നു അവിടെ. അക്ബറിനെതിരെ കംപ്ലൈന്റ് കൊടുത്തവർ. അക്ബർ ദേഷ്യത്തോടെ അവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എന്തായി തന്നെ ഏൽപ്പിച്ച കേസ്? കമ്മീഷണർ ചോദിച്ചു. അന്വേഷിച്ചു വരികയാണ് സാർ, അക്ബർ മറുപടി പറഞ്ഞു. തൻ്റെ അന്വേഷണമൊക്കെ എങ്ങനെയെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ തനിക്ക് മാക്സിമം 10 ദിവസം കൂടി സമയം തരും. അതിൻ്റെ ഉള്ളിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കണം, കമ്മീഷണർ ദേഷ്യത്തോടെ പറഞ്ഞു. ഓക്കെ സാർ, അക്ബർ മറുപടി പറഞ്ഞു. ഒടുവിൽ അവരെല്ലാം അവിടെ നിന്നും പോയി. അക്ബറിൻ്റെ ഉള്ളിൽ അമർഷം കൂടി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതിന് തിരിച്ചടി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അക്ബർ ദേഷ്യത്തോടെ കോൺസ്റ്റബിളിനെ അകത്തേക്ക് വിളിപ്പിച്ചു. എന്താ സാർ? കോൺസ്റ്റബിൾ ചോദിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അവരുടെ റിപ്പോർട്ട് എന്തായിരുന്നു? അക്ബർ ചോദിച്ചു. ക്ലിനിക്കൽ കട്ടാണെന്ന്, കോൺസ്റ്റബിൾ മറുപടി പറഞ്ഞു. അതല്ലാതെ വേറെ? അക്ബർ ചോദിച്ചു. ഹോസ്പിറ്റൽ ഫീൽഡിലെ മെഡിക്കൽ പരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇങ്ങനെ കഴിയൂ എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു. അക്ബറിന്റെ മുഖത്ത് എല്ലാം നേടിയവനെ പോലെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ ഓണറില്ലേ, അയാളുടെ മോൻ പഠിക്കുന്ന കോളേജിലേക്ക് വണ്ടിയെടുക്ക്, അക്ബർ പറഞ്ഞു. സാർ, ആ പയ്യൻ എന്ത് ചെയ്തു? സാർ ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? എൻ്റെ 30 വർഷം സർവീസ് കൊണ്ട് എനിക്ക് സാറിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കോൺസ്റ്റബിൾ പറഞ്ഞു. കൂടുതൽ സംസാരം വേണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. വണ്ടി എടുക്കുക അവൻ്റെ കോളേജിലേക്ക്, അക്ബർ ദേഷ്യത്തോടെ പറഞ്ഞു. അവർ കൃഷ്ണദാസ് പഠിക്കുന്ന കോളേജിലെത്തി. അവിടെ വെച്ച് എല്ലാ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കൃഷ്ണദാസിനെ ക്ലാസ്സിൽ നിന്നും അക്ബർ വലിച്ചു പുറത്തിട്ടു. കൃഷ്ണദാസിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ട പ്രിൻസിപ്പൽ എന്താ കാര്യമെന്ന് ചോദിച്ചു. കൊല്ലൂരിലെ കൊലപാതകമായിട്ട് ഇവനെ ബന്ധമുണ്ടെന്ന് മനസ്സിലായി എന്നായിരുന്നു അക്ബറിന്റെ മറുപടി. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി നിന്നു. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല എന്ന് അക്ബറിനോട് കൃഷ്ണദാസ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ കൃഷ്ണദാസിനെ ജീപ്പിൽ കയറ്റാനായി കൊണ്ടുപോകുമ്പോൾ വിദ്യാർത്ഥികൾ തടയാൻ ശ്രമിച്ചു. അക്ബർ കൈവശമുണ്ടായിരുന്ന തൻ്റെ ഗണ്ണെടുത്ത് മാനത്തോട്ട് വെടിവെച്ചു. വെടിവെച്ച് കേട്ട വിദ്യാർത്ഥികൾ പിന്നെ ഒന്നിനും മുതിർന്നില്ല. അക്ബർ കൃഷ്ണദാസിനെ വണ്ടിയിലേറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ എത്തിയ ഉടനെ കൃഷ്ണദാസിനെ ജീപ്പിൽ നിന്നും വലിച്ച് തറയിലിട്ട് മുഖമടിച്ച് കൃഷ്ണദാസ് വീണു. അവിടെ നിന്ന് അവനെ വലിച്ചഴിച്ചകത്ത് അക്ബറിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ ഫോൺ റിസീവർ എടുത്ത് മാറ്റിവെച്ചേക്ക് കുറച്ചു നേരം, കോൺസ്റ്റബിളിനോട് പറഞ്ഞു. അക്ബർ കൃഷ്ണദാസിന്റെ അടുത്തേക്ക് ചെന്നു. ഇനി നീ പറ, എന്തിനാ അവരെ കൊന്നത്? അക്ബർ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, കൃഷ്ണദാസ് പറഞ്ഞു. ചെറുക്ക, നീ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട, ഉള്ള കാര്യം സമ്മതിച്ചേക്ക്. ഇല്ലേ ഈ രീതിയൊക്കെ അങ്ങ് മാറും, അക്ബർ ദേഷ്യത്തോടെ പറഞ്ഞു. സത്യമാണ് സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. കാണുമ്പോൾ ആ പെണ്ണിനോട് സംസാരിക്കുമെന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല, കൃഷ്ണദാസ് പറഞ്ഞു. ഈ കുറ്റവാളിക്കൊരു കുഴപ്പമുണ്ട്, ഒരിക്കലും സമ്മതിച്ചു തരില്ല. പക്ഷെ 2 എണ്ണം കൊടുത്താൽ എല്ലാം പുറത്തു വരും. പിന്നെ എൻ്റെ അയൽവാസിയല്ലേ എന്ന് കരുതിയാണ് നേരത്തെ പറഞ്ഞ കുറ്റവാളികളോട് സംസാരിക്കുന്നത് പോലെ നിന്നോട് സംസാരിക്കാൻ നിൽക്കാത്തത്. പക്ഷെ നീ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ, അക്ബർ പറഞ്ഞു. പറഞ്ഞു തീരും മുന്നേ അക്ബർ കൃഷ്ണദാസിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു,
നീ കാണുമ്പോൾ മാത്രം സംസാരിക്കുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവളുടെ ഫോണിൽ നിന്റെ ഇത്രയും മെസ്സേജ്? കൃഷ്ണദാസിനെ അക്ബർ സെല്ലിന്റെ അകത്തേക്ക് കയറ്റി മർദ്ദിക്കാൻ തുടങ്ങി. കൃഷ്ണദാസ് അടികൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. തന്റെ കൈത്തരിപ്പ് മുഴുവനും അക്ബർ അവന് മേൽ പ്രയോഗിച്ചു. അടികൊണ്ട് അവശനായി കിടക്കുന്ന കൃഷ്ണദാസിന്റെ അടുത്ത് അക്ബർ നിന്നു. ആ കൊച്ചനെ, നിനക്കിതിൽ ഒരു മാങ്ങാത്തോലി ഇല്ല എന്ന് എനിക്കറിയാം. പിന്നെ നിനക്ക് ഞാൻ ഇപ്പോൾ തന്നത് രാവിലെ നിന്റെ തന്ത ഇവിടെ നടത്തിയ പ്രകടനത്തിനുള്ള എൻ്റെ വക ഒരു ട്രോഫിയാണ്. നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിന്റെ തന്ത വരുമല്ലോ, അവനെയും നരകിപ്പിക്കുന്ന നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അക്ബർ സെൽ പൂട്ടി കോൺസ്റ്റബിളിനെ വിളിപ്പിച്ചു. ലോ, ഞാൻ പുറത്തു പോകുന്നു. ആരെങ്കിലും ഇവന്റെ കാര്യം പറഞ്ഞു വന്നാ അതിനി ഏത് കൊമ്പത്തുള്ളവനായാലും ഞാൻ വരും വരെ ഇവനെ ഇവിടുന്ന് ഇറക്കിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. കോൺസ്റ്റബിൾ സെല്ലിന്റെ അടുത്തേക്ക് പോയി. അടികൊണ്ട് അവശനായി കിടക്കുന്ന കൃഷ്ണദാസിനെ കണ്ട് അയാളുടെ ഉള്ളിൽ സഹതാപം തോന്നിപ്പോയി. അയാൾ കുടിക്കാനായി വെള്ളം കൊടുത്തു. പക്ഷെ ഒന്ന് എണീറ്റിരിക്കാൻ പോലും അവന് പറ്റാത്ത പോലെയായിരുന്നു. പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞ പ്രകാരം കൃഷ്ണദാസിന്റെ അച്ഛനും അമ്മയും സ്റ്റേഷനിലേക്ക് എത്തി. അവർ കോൺസ്റ്റബിളിനെ കണ്ട് കാര്യം പറഞ്ഞു. സാർ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക എന്നായിരുന്നു കോൺസ്റ്റബിൾ അവരോട് പറഞ്ഞത്. എന്തു വേണേലും ആയിക്കോട്ടെ, ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ കൊണ്ടുപോയേ പറ്റൂ, അവന്റെ അച്ഛനും അമ്മയും കോൺസ്റ്റബിളിനോട് ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങളിവിടെ എന്നോട് തർക്കിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, കോൺസ്റ്റബിൾ പറഞ്ഞു. അയാൾ എപ്പോൾ വരും? അച്ഛൻ ചോദിച്ചു. അറിയില്ല, എന്തോ ആവശ്യമായി പുറത്തു പോയതാ, കോൺസ്റ്റബിൾ പറഞ്ഞു. കോൺസ്റ്റബിൾ പറയുന്നത് അനുസരിച്ചേ വഴിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് മോനെ ഒന്ന് കാണാൻ പറ്റുമോ? അവർ കോൺസ്റ്റബിളിനോട് ചോദിച്ചു. അവനെ ഈ അവസ്ഥയിൽ കാണിച്ച അവർക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷെ അവരുടെ വിഷമം കണ്ടപ്പോൾ അയാൾ കാണാൻ അനുവാദം കൊടുത്തു. അവർ നോക്കുമ്പോൾ സെല്ലിനകത്ത് അടികൊണ്ട് അവശനായി കിടക്കുന്ന അവരുടെ മകനെ കണ്ടു. മോനെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ്റെ അമ്മ കരഞ്ഞു. അവൻ അമ്മയെ കണ്ടു, പക്ഷെ അവന് എഴുന്നേൽക്കാൻ പോലും വയ്യായിരുന്നു. അത്രമേൽ പ്രഹരമാണ് അക്ബർ അവന് മേലെ ഏൽപ്പിച്ചത്. അവൻ പതിയെ നിരങ്ങി അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ മാത്രം ഇവൻ എന്താ ചെയ്തത്? അവൻ്റെ അച്ഛൻ ചോദിച്ചു. കോളേജിലെ പ്രിൻസിപ്പൾ അപ്പോൾ നിങ്ങളോട് കാര്യമൊന്നും പറഞ്ഞില്ലേ? കോൺസ്റ്റബിൾ അവൻ്റെ അച്ഛനോട് തിരിച്ചു ചോദിച്ചു. ഇല്ല, നിങ്ങൾ കോളേജിൽ വന്ന് അവനെ ബലമായി പിടിച്ചുകൊണ്ട് പോയി എന്ന് മാത്രമാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. നിങ്ങളുടെ അയൽപക്കത്ത് നടന്ന കൊലപാതകം അതിൽ നിങ്ങളുടെ മകന് പങ്കുണ്ടെന്നാണ് അക്ബർ സാർ കണ്ടെത്തിയത്. കോൺസ്റ്റബിൾ പറഞ്ഞത് കേട്ട് അവൻ്റെ അച്ഛനും അമ്മയും ശരിക്കും ഞെട്ടിപ്പോയി. ഇല്ല, അവൻ അതൊരിക്കലും ചെയ്യില്ല. എൻ്റെ മകൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. കേസ് എവിടെയും എത്താത്തത് കൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം ഇവൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്, അവൻ്റെ അച്ഛൻ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. അച്ഛനും അമ്മയും അവൻ്റെ അടുത്ത് ചോദിച്ചു. മോനെ, ഇതെന്തായി കേൾക്കുന്നേ? ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ. അച്ഛൻ രാവിലെ അയാളെ അപമാനിച്ചതിനുള്ള മറുപടിയാണ് അയാളിപ്പോൾ എനിക്ക് തന്നത്. അവൻ്റെ ആ മറുപടി അച്ഛനിൽ ഒരുപാട് വേദനയുണ്ടാക്കി. താൻ കാരണം തൻ്റെ മകനെ നേരിടേണ്ടി വന്ന എന്നോർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം ഒരുപാടായി. പുറത്തുപോയ അക്ബർ തിരിച്ചു വന്നില്ല. എനിക്കറിയാം അവൻ വരില്ല. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അവൻ എൻ്റെ മകനെ വെച്ച് കളിക്കുകയാണ്. ഇതിനവൻ അനുഭവിക്കും. അവൻ എന്നെ അറിയില്ല ശരിക്കും. കൃഷ്ണദാസിൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞത് കോൺസ്റ്റബിൾ കേൾക്കാനിടയായി. താനാദ്യം മകനെ പുറത്തിറക്കി കൊണ്ട് പോവാൻ നോക്ക്, അല്ലാതെ വാശി തീർക്കാനുള്ള സ്ഥലമല്ല ഇത്, കോൺസ്റ്റബിൾ അയാളോട് പറഞ്ഞു. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും അക്ബറിനെ കാണാത്തതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് രാവിലെ ഒരു വക്കീലുമായി സാറിൻ്റെ അടുത്തേക്ക് വാ. അതേ ഇനി വഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺസ്റ്റബിൾ പറഞ്ഞത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ അവർ അവനോട്, മോൻ വിഷമിക്കണ്ട, അച്ഛൻ രാവിലെ തന്നെ ഇവിടെ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അവർ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അക്ബർ തിരിച്ചെത്തി. അക്ബറിനെ കണ്ടപ്പോൾ തന്നെ കോൺസ്റ്റബിൾ കാര്യം തുറന്നു പറഞ്ഞു. ഒന്നും മിണ്ടാതെ അക്ബർ സെല്ലിൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ നോക്കിക്കൊണ്ട് ചിരിച്ചു നിന്നു. അക്ബർ കോൺസ്റ്റബിളിനെ വിളിച്ചു. ഡോ, ആ വണ്ടി എടുക്ക്, വീട്ടിൽ പോകണം, അക്ബർ പറഞ്ഞു. ശരി സാർ. സാർ, ആ പയ്യൻ്റെ കാര്യം? കോൺസ്റ്റബിൾ ചോദിച്ചു. തുറന്നു വിട്ടേക്ക്, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. ഇനി ഇവിടെ കിടന്ന് ചത്താ നമ്മുടെ പേരിലാവും, അക്ബർ പറഞ്ഞു. കോൺസ്റ്റബിൾ സെല്ല് തുറന്നവനെ പുറത്തിറക്കി. സാർ, ഇവന് വയ്യ, നമുക്ക് ജീപ്പിൽ അങ്ങോട്ടാക്കിക്കൂടെ? സാർ താമസിക്കുന്ന അടുത്ത് തന്നെയല്ലേ ഇവൻ്റെയും വീട്? കോൺസ്റ്റബിൾ ചോദിച്ചു. ആ, തൂക്കി വണ്ടിയിലിടെങ്കിൽ, അക്ബർ പറഞ്ഞു. മൂവരും ചേർന്ന് അവിടെ നിന്നും യാത്ര തുടങ്ങി. വീടിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്താറായപ്പോൾ അക്ബറിനൊരു കോൾ വന്നു. അക്ബർ അത് അറ്റൻഡ് ചെയ്തു. SP ആയിരുന്നു അത്. അക്ബർ അവിടെ വരെ പെട്ടെന്ന് വരണമെന്നായിരുന്നു നിർദ്ദേശം. കോൺസ്റ്റബിളിനോട് വണ്ടി തിരിക്കാൻ ആവശ്യപ്പെട്ടു. എന്താ സാർ? കോൺസ്റ്റബിൾ ചോദിച്ചു. SP ആയിരുന്നു, അങ്ങോട്ട് വണ്ടി വിട്, അത്യാവശ്യമായി എന്തോ കാര്യമാണ്, അക്ബർ പറഞ്ഞു. സാർ, അപ്പോൾ ഈ പയ്യനോ? കോൺസ്റ്റബിൾ ചോദിച്ചു. ഇവിടെ വല്ലോ ഇറക്കി വിടടോ, പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാൻ ഇവനെന്താ തൻ്റെ അമ്മാവൻ്റെ മോൻ വല്ലോ ആണോ? അക്ബർ ചോദിച്ചു. കോൺസ്റ്റബിൾ കൃഷ്ണദാസിനെ ജീപ്പിൽ നിന്നിറക്കി. എടാ, നിനക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ പതിയെ ഇഴഞ്ഞു പോയാൽ മതി, നിന്റെ തന്തയോട് ഇതും പറഞ്ഞേക്കണം. അക്ബർ അതും പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിളിനെയും കൂട്ടി SP കാണാൻ ചെന്നു. SP അക്ബറിനോട് ഇന്ന് കമ്മീഷണർ പറഞ്ഞ കാര്യമെല്ലാം ചോദിച്ചു. അക്ബർ കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. ഇത് കേട്ട് SP പറഞ്ഞു. എടോ, തന്നെ ഞാൻ ഈ കേസ് ഏൽപ്പിച്ചത് ഇപ്പോൾ എനിക്ക് തന്നെ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ രീതിയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ കേസ് ഒരിക്കലും തെളിയാൻ പോകുന്നില്ല. ഇല്ല സാർ, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എല്ലാ പ്രശ്നവും തീർന്നു, അക്ബർ പറഞ്ഞു. ഉണ്ടാവാതിരുന്നാൽ തനിക്ക് നല്ലത്. ഇല്ലാത്ത പ്രശ്നം തൻ്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും, SP പറഞ്ഞു.
അറിയാം സാർ, അക്ബർ മറുപടി പറഞ്ഞു. എല്ലാവരും ഈ കേസ് തനിക്ക് തന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തിനാ തനിക്ക് ഈ കേസ് കൈമാറിയതെന്ന്. അതിൻ്റെ ഉത്തരം എനിക്ക് അവർക്ക് കൊടുക്കണം. അത് തൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എല്ലാം താൻ കണ്ടെത്തി വരുന്ന ദിവസം ഞാനത് പറയും എല്ലാവരോടും, SP പറഞ്ഞു. അക്ബർ ഒന്നും മിണ്ടാതെ നിന്നു. SP യാത്ര പറഞ്ഞ് അക്ബർ അവിടെ നിന്നും ഇറങ്ങി. അക്ബർ വാച്ചിൽ സമയം നോക്കി. 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈവറോട് വണ്ടി വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു. ജീപ്പ് വീടിൻ്റെ മുന്നിലെത്തി. വീട്ടിൽ കയറിയ ഉടനെ അക്ബർ കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയായി ഡ്യൂട്ടിക്ക് പോകാനായി അക്ബർ റെഡിയായി. വീട്ടുമുറ്റത്ത് ജീപ്പ് വന്നു നിന്നു. അക്ബർ ജീപ്പിൽ കയറാൻ തുടങ്ങവേ ആളുകൾ ഓടുന്നത് കണ്ട് എന്താ സംഭവമെന്നറിയാൻ അക്ബർ അവിടേക്ക് പോയി. അവിടെ ഒരു മരത്തിൻ്റെ അടുത്ത് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നത് കണ്ട് അക്ബർ അവരെ തട്ടിമാറ്റി അകത്തേക്ക് കയറി. അക്ബർ നോക്കുമ്പോൾ ആ മരത്തിൻ്റെ മുമ്പിൽ 2 ചാക്കുകളിലായി എന്തോ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. നോക്കി നിൽക്കാതെ ചാക്ക് താഴേക്ക് ഇറക്ക്, അക്ബർ ആളുകളോട് പറഞ്ഞു. അവർ ചാക്കുകൾ താഴെ ഇറക്കി. അക്ബർ ചാക്കുകെട്ടിൽ നിന്നും ഒരെണ്ണം തുറന്നു. പകുതി വച്ച് മുറിച്ചു മാറ്റിയ ഒരു മനുഷ്യ ശരീരം, കാലുകളും അരക്കെട്ടുകളും മാത്രം. ആളുകൾ അമ്പരപ്പോടെ നിന്നു. അക്ബറിൻ്റെ കൈകൾ വിറച്ചു. അവൻ രണ്ടാമത്തെ ചാക്ക് തുറന്നു നോക്കി. അതിൽ കൃഷ്ണദാസിൻ്റെ ബോഡിയാണ്. 2 ചാക്കുകളിലായി കൃഷ്ണദാസിൻ്റെ ശരീരം. അക്ബർ ശരിക്കും ഞെട്ടി. ഒപ്പം അവിടെ കൂടിയിരുന്നവരും. അയ്യോ, ഇത് നമ്മുടെ കൃഷ്ണദാസല്ലേ? ആൾക്കൂട്ടത്തിലുള്ളവർ പറഞ്ഞു തുടങ്ങി. ആരൊക്കെയോ അവൻ്റെ വീട്ടുകാരെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞവർ അവിടെ എത്തി. സ്വന്തം മകൻ്റെ ശവശരീരം ആ രീതിയിൽ കാണേണ്ടി വന്നവർ അലമുറയിട്ട് കരഞ്ഞു. അക്ബറിനെ അവിടെ കണ്ട അവൻ്റെ അച്ഛൻ അക്ബറിന് നേരെ തിരിഞ്ഞു. എൻ്റെ മകനെ നീ കൊന്നുവല്ലടാ. അക്ബറിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണദാസിൻ്റെ അച്ഛൻ പറഞ്ഞു. എനിക്കറിയില്ല ഒന്നും. ഞാനിവൻ ഇന്നലെ തന്നെ വിട്ടതാണ്. അരിശം പൂണ്ടു നിൽക്കുന്ന നാട്ടുകാർ അക്ബർ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. നാട്ടുകാർ അക്ബറിനെ വളഞ്ഞു. അവർ അക്ബറിനെ ആക്രമിച്ചു. കയ്യിൽ കിട്ടിയ കല്ലും കമ്പുകളും കൊണ്ട് അവർ അക്ബറിനെ എറിയുകയും അടിക്കുകയും ചെയ്തു. കോൺസ്റ്റബിൾ ഓടി വന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് അവരെ തടയാൻ കഴിയില്ലായിരുന്നു. അയാൾ ഉടനെ മറ്റു പോലീസുകാരെ വിളിച്ചു പറഞ്ഞു. അവരെല്ലാം അവിടെ പാഞ്ഞെത്തി നാട്ടുകാരെ പിടിച്ചു മാറ്റി. അവർ നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അക്ബറിനെയാണ് അവിടെ കണ്ടത്. എത്രയും വേഗം ആംബുലൻസിനെ വിളിക്കൂ, പോലീസുകാർ പറഞ്ഞു. ആംബുലൻസ് അവിടേക്ക് വന്ന് അവർ അതിൽ അക്ബറിനെ കയറ്റി ആശുപത്രിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. കൃഷ്ണദാസിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അടികൊണ്ട് അവശനായ അക്ബറിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ഇതേസമയം പോസ്റ്റ്മോർട്ടത്തിന് കൈമാറിയ കൃഷ്ണദാസിൻ്റെ ബോഡി ഡോക്ടർ സുദർശൻ പരിശോധിച്ചു. ഡോക്ടർ, എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ്സ്? പോലീസുകാർ ചോദിച്ചു. കൊല്ലൂരിൽ മുമ്പ് നടന്ന അതേ കൊലപാതകം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ കൊലയും നടന്നിരിക്കുന്നത്. ബോഡിയിൽ ബ്ലഡില്ല, അതുപോലെ തന്നെ ക്ലിനിക്കൽ കട്ട്. ഐ തിങ്ക് ഹീ ഈസ് എ സീരിയൽ കില്ലർ ഓർ സൈക്കോ. അവന് മനുഷ്യ ശരീരത്തിൻ്റെ വില എന്താണെന്ന് അറിയില്ല. മനുഷ്യ ശരീരത്തോട് വെറുപ്പുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. സുദർശൻ അവർക്ക് മറുപടി കൊടുത്തു. ആശുപത്രിയിൽ SP-യും മറ്റുള്ള പോലീസുകാരും എത്തി. അവർ ഡോക്ടറോട് അക്ബറിൻ്റെ കാര്യം ചോദിച്ചു. 1 മാസത്തെ പൂർണ്ണമായ റെസ്റ്റ് അയാൾക്ക് അനിവാര്യമാണ്. പൂർണ്ണമായി ഭേദമാവും വരെ അയാൾ ഇവിടെ ഉണ്ടാവുന്നതാണ് നല്ലത്, ഡോക്ടർ SP-യോട് പറഞ്ഞു. അക്ബറിൻ്റെ കാര്യങ്ങൾ നോക്കാനായി 2 പോലീസുകാരെ അവിടെ നിയമിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചറിഞ്ഞ SP ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ലായിരുന്നു. ആരാണ് ആ കൊലയാളി? സുദർശൻ പറഞ്ഞതുപോലെ അയാൾ ഒരു സീരിയൽ കില്ലറാണെങ്കിൽ അയാളുടെ അടുത്ത ടാർഗറ്റ് ആരായിരിക്കും? എന്തിനു വേണ്ടിയാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, ഒപ്പം അക്ബർ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളെല്ലാം കൊണ്ട് ഒരു തലവേദനയായി മാറി അവർക്ക് ഈ കേസ്. അക്ബറിന് കേസ് കൈമാറിയത് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ സാറിന് മനസ്സിലായോ എന്നും ഒരുപാട് ചോദ്യങ്ങൾ SP-ക്ക് നേരെ വന്നു. ഒന്നിനും കൃത്യമായ ഉത്തരം കൊടുക്കാതെ SP അവിടെ നിന്നും പോയി. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഹൈ പ്രഷർ അവർക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു. കേസ് മറ്റ് ഏജൻറ്റിലേക്ക് കൈമാറപ്പെടുമെന്നവർ കരുതിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അക്ബറിന് ബോധം വീണ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ആശുപത്രിയിൽ നിരവധി പേരുള്ള ഒരു വാർഡിലെ ബെഡിൽ താൻ കിടക്കുന്നതായിട്ടാണ്. ചുറ്റും നോക്കി. തൻ്റെ അടുത്ത് നിൽക്കാൻ ആരുമില്ല. ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായം തേടണം. ഈ സമയം രോഗികളുടെ അസുഖം എങ്ങനെയുണ്ടെന്നറിയാൻ ഡോക്ടർ ഓരോ വാർഡിൽ റൗണ്ടിങ്സിന് വന്നുകൊണ്ടേയിരുന്നു. ഡോക്ടർ അക്ബറിൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ, ഞാൻ എത്ര ദിവസം കൂടി ഇവിടെ കഴിയേണ്ടി വരും? ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു. എന്താ അക്ബർ, ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം? താൻ കുറച്ച് നാൾ കൂടി ഇവിടെ കഴിയേണ്ടി വരും. തൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ്. ഡോക്ടർ അക്ബറിൻ്റെ പൾസ് ചെക്ക് ചെയ്തു. മര്യാദക്ക് നിന്നിരുന്നുവെങ്കിൽ തനിക്കിങ്ങനെ വരുമായിരുന്നോ? ഡോക്ടറുടെ ആ ഒരു ചോദ്യം കേട്ടിട്ട് അതിനുള്ള ഉത്തരം അക്ബർ അയാൾ കൊടുത്തില്ല. ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആശുപത്രിയിൽ ഏതോ ഒരു രോഗിയെ കാണാൻ വന്ന ശ്രീഷ അക്ബറിനെ കാണാൻ ഇടയായി. അവൾ നോക്കുമ്പോൾ കുടിക്കാൻ വെള്ളമെടുക്കാൻ വേണ്ടി ബെഡിൽ കിടന്ന് പ്രയാസപ്പെടുന്ന അക്ബറിനെ കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അക്ബറിന് വെള്ളമെടുത്തു കൊടുത്തു. വെള്ളം കുടിച്ച ശേഷമാണ് അക്ബർ തനിക്ക് സഹായം ചെയ്ത ശ്രീഷയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കി അക്ബർ പറഞ്ഞു, ഓ, എൻ്റെ ഈ കിടപ്പ് കണ്ട് സന്തോഷിക്കാൻ വന്നതാവൂലേ? സന്തോഷിച്ചുകൊള്ളൂ, വീണ് കിട്ടുന്ന അവസരമല്ലേ ഇത്. ഇത് കേട്ട് ശ്രീഷ പറഞ്ഞു. സന്തോഷം തോന്നി എല്ലാം അറിഞ്ഞപ്പോൾ. പക്ഷെ ആ കാഴ്ച നേരിൽ കണ്ട് രസിക്കാൻ വന്നതല്ല.
എനിക്കതിൻ്റെ ആവശ്യമില്ല. അക്ബർ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചിരുന്നു. ശ്രീഷ പറഞ്ഞു, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപം, അതിൻ്റെ ഫലമാണിത്. ഇപ്പോൾ തനിക്ക് കിട്ടിയത് ഒരു പയ്യൻ്റെ ജീവിതം പോലും താൻ കാരണം പോയില്ലേ? ഇത് കേട്ട അക്ബർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ ആ ചെറുക്കൻ മരിച്ചു, അത് ഞാൻ കാരണമല്ല. ഇത് കേട്ട ശ്രീഷ പറഞ്ഞു, താൻ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് താൻ വിചാരിക്കുന്നുണ്ടോ? ഇത് കേട്ട അക്ബർ പറഞ്ഞു, ആരും വിശ്വസിക്കണ്ട. പക്ഷെ അവൻ്റെ മരണം അത് എൻ്റെ കൈകൊണ്ടായിരുന്നില്ല, അത് സത്യമാണ്. ശ്രീഷ അക്ബർ പറയുന്നതൊന്നും ചെവി കൊള്ളാൻ നിന്നില്ല. അവിടുന്ന് പോകും മുമ്പ് അവൾ അക്ബറിൻ്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു. ഞാൻ തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇതിന് പ്രതികാരം എന്ന പോലെ അപ്പുറത്ത് കിടക്കുന്ന ആ പാവങ്ങളെ ഒന്നും ഉപദ്രവിക്കരുത്. സ്വന്തം വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാളല്ലേ താൻ, അതുകൊണ്ട് പറഞ്ഞതാണ്. അവളുടെ ആ വാക്കുകൾ അവനിൽ ശരിക്കും കൊള്ളുന്ന പോലെയായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ തിരിച്ചൊന്നും പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ തനിക്കാവില്ല എന്ന കാര്യം അക്ബറിന് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം അവൻ നിശബ്ദത പാലിച്ചു. പിറ്റേന്ന് ഇതേപോലെ തന്നെ അക്ബർ ആശുപത്രിയിൽ വെച്ച് വീണ്ടും ശ്രീഷയെ കണ്ടു. അവൻ അവളോട് എന്തോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതിനായി അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഒരു രോഗി എന്ന പരിഗണന കൊടുത്തുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്രീഷ ചോദിച്ചു, എന്താ? അക്ബർ പറഞ്ഞു, ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നെനിക്കറിയാം. ശ്രീഷ ചോദിച്ചു, അതിന്? അത് കേട്ട അക്ബർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ഇത്രയും പറഞ്ഞിട്ട് പോകുന്നത്, അതും ഒരു പെണ്ണ്. അതുകൊണ്ട്? ശ്രീഷ ചോദിച്ചു. അതുകൊണ്ടൊന്നുമില്ല. പക്ഷേ കൃഷ്ണദാസ്, അവൻ്റെ മരണം, അതിലെനിക്ക് പങ്കില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സമയം തന്നെ എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു. അക്ബർ മറുപടി പറഞ്ഞു. ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ? ശ്രീഷ ചോദിച്ചു. ആയിരിക്കാം, പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല, അക്ബർ പറഞ്ഞു. എന്തല്ലെന്ന് ശ്രീഷ വീണ്ടും ചോദിച്ചു. അക്ബർ അവളോട് അവൻ്റെ കഥ പറഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും ബാപ്പയും വേർപെട്ടു. ഒരു സഹോദരനുണ്ടായിരുന്നു. ബാപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവർ പിരിഞ്ഞപ്പോൾ അവിടെ വെച്ച് നഷ്ടമായത് എനിക്കെൻ്റെ ജീവിതമാണ്. കോടതി മുറിയിൽ വെച്ച് ബാപ്പയും ഉമ്മയും രണ്ടു വഴിക്ക് പോയി. ആകെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പ് ആരിഫിനെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോയി. അവരെ അവസാനമായി ഞാൻ കണ്ടതും അന്നായിരുന്നു. ബാപ്പയുമായുള്ള ജീവിതം എനിക്കൊരു നരകമായിരുന്നു. ഒരുപാട് വഴിവിട്ട രീതിയിലായിരുന്നു ബാപ്പ ജീവിച്ചു പോണത്. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഉമ്മയുടെയും ആരിഫിൻ്റെയും അടുത്തെത്താൻ ആഗ്രഹിച്ചു. കുറേ അലഞ്ഞു, എങ്ങും കിട്ടിയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മനസ്സ് തോന്നിയില്ല. ജീവിതം തെരുവിൽ തന്നെ ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ ആളുകളുടെ ആട്ടും തുപ്പും കേട്ട് ഓരോ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്നെ കള്ളനാകാൻ ശ്രമിച്ചു. അവിടെ നിന്നന്ന് ഓടി രക്ഷപ്പെട്ടു. ഓട്ടത്തിൻ്റെ ഇടയിൽ ആരുടെയോ വണ്ടി തട്ടി ഞാൻ തെറിച്ചു വീണു. പിന്നെ കണ്ണു തുറന്നപ്പോൾ അവരുടെ വീട്ടിലായിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ അവർ എന്നെ അവിടെ തന്നെ നിർത്തി. പിന്നെ അവരാണ് എനിക്ക് പഠിക്കാനും വിശപ്പടക്കാനുമുള്ളത് എല്ലാം തന്നത്. പഠിച്ച് പോലീസുകാരനാവാൻ തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അത് നേടിയെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ക്യാഷ്, സ്വാധീനം, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ. കയ്യിലൊന്നുമില്ലെങ്കിൽ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമെന്ന് തോന്നി. എന്ത് വില കൊടുത്തും അത് നേടിയെടുത്തു. പക്ഷെ അപ്പോൾ തന്നെ മനസ്സ് മരവിച്ചു പോയിരുന്നു. ഒറ്റ ഒരുത്തൻ്റെ മുന്നിലും തോറ്റു കൊടുക്കരുത്, അല്ലേ താഴ്ന്നു കൊടുക്കരുത് എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രീഷ ഒടുവിൽ മറുപടി കൊടുത്തു. ഇതൊക്കെ സ്ഥിരം ക്ലീശ തന്നെയല്ലേ? തെറ്റ് ചെയ്തു കൂട്ടുന്നവർക്കെല്ലാം ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത് സിനിമയൊന്നുമല്ലല്ലോ. ഇതുവരെ തെറ്റ് മാത്രം ചെയ്തു പോണിരുന്ന ഒരാളോട് അവൻ്റെ കഥ വിവരിച്ചു കഴിയുമ്പോൾ അനുകമ്പ തോന്നാൻ. താൻ കാണിച്ചു കൂട്ടിയൊക്കെ വെച്ച് നോക്കിയാൽ തൻ്റെ അച്ഛനൊക്കെ പാവമാണോ? താനിനി എന്തൊക്കെ പറഞ്ഞാലും യു ആർ എ ക്രിമിനൽ, അതിലൊരു മാറ്റവുമില്ല. ഇനിയും ഇതുപോലെയുള്ള അനാവശ്യ കാര്യം പറയാൻ എന്നെ വിളിക്കരുത്. തന്നെ കാണുന്ന പോലും മറപ്പാണെനിക്ക്. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, ഹലോ, തന്നോട് ഞാൻ എന്നെ പ്രേമിക്കാനോ അല്ലെങ്കിൽ മാപ്പിരക്കാനോ ഞാൻ വന്നു. പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞത് ഒരു ആപത്ത് സമയത്തിൽ ഒരു ഇത്തിരി വെള്ളമെടുത്ത് തന്നില്ലേ, അതിൻ്റെ നന്ദിക്കാണെന്ന് കരുതിയാൽ മാത്രം മതി. ശ്രീഷ ദേഷ്യത്തോടെ ഇവനൊരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൾ പോയതും അക്ബർ അവൾ പോകുന്നതും നോക്കി പുച്ഛത്തോടെ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് അവിടെ ബെഡിൽ കിടന്നു. ശ്രീഷ അവിടെ നിന്നും പോയി. സമയം രാത്രിയോടടുപ്പിച്ചായി. SP ആശുപത്രിയിൽ അക്ബറിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വന്നു. അകലെ നിന്ന് തൻ്റെ അടുത്തേക്ക് വരുന്ന SP അക്ബർ കണ്ടു. അദ്ദേഹത്തെ കണ്ടപാടെ അക്ബർ ബെഡിൽ നിന്നും എണീക്കാൻ ശ്രമിച്ചു. ഒരുവിധം ബെഡിൽ നിന്നും അക്ബർ എഴുന്നേറ്റിരുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ താൻ എന്തിനാ എണീക്കാൻ പോയത്? അദ്ദേഹം അക്ബറിനോട് ചോദിച്ചു. ഒന്നുമില്ല സാർ. ഇവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അങ്ങനെ കഴിയേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും ഈ വീഴ്ച ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേട്ട് SP പറഞ്ഞു, താൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അത്രമാത്രം ഉണ്ടായിരുന്നല്ലോ തൻ്റെ പ്രവൃത്തികൾ. SP ഒന്ന് ചുറ്റും നോക്കി. എന്നിട്ട് SP ചോദിച്ചു, ഇവിടെ ഞാൻ 2 പോലീസുകാരെ ഏർപ്പെടുത്തിയതാണല്ലോ, അവരെവിടെ? അക്ബർ പറഞ്ഞു,
ഓ അവരോ? എനിക്കിവിടെ ആരെയും കാവൽ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് അവരെ പറഞ്ഞു വിട്ടത്. അവരെ കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷനാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. സാറിനോട് ഞാൻ പലപ്പോഴും ഒരു കാര്യം ചോദിക്കാൻ വിചാരിച്ചതാണ്. അന്ന് അതിന് കഴിഞ്ഞില്ല. ഇന്നായിരിക്കും കറക്റ്റ് സമയം. ഇത് കേട്ട് SP ചോദിച്ചു, എന്താ അക്ബർ? അക്ബർ മറുപടി പറഞ്ഞു, അല്ല സാർ, പലതും എൻ്റെ പ്രവൃത്തികളെപ്പറ്റിയും യൂണിഫോം ഇട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും സാറ് മാത്രം എന്നോട് എന്തിനാ ഇങ്ങനെ അനുകമ്പ കാണിക്കുന്നത്? ഇത് കേട്ട് SP പറഞ്ഞു, ഞാൻ ആക്ച്വലി അത് തന്നോട് കേസ് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇനിയിപ്പോൾ കേസില്ലല്ലോ. അക്ബർ ചോദിച്ചു, അതെന്താ സാർ? SP പറഞ്ഞു, കേസ് ഈ വീക്ക് തന്നെ അവർ മറ്റേ ഏജന്റിലേക്ക് കൈമാറും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പലരും നോക്കിയിട്ട് ഒന്നും നടന്നില്ല. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, സാർ എന്തായി പറയുന്നത്? ഈ കേസ് വിട്ടുതരാൻ ഞാൻ ഒരുക്കമല്ല. ഇത് കേട്ട് SP ചോദിച്ചു, വാട്ട് യു മീൻ അക്ബർ? അതെ സാർ, എനിക്ക് കുറച്ച് സമയം തരണം. ഈ കേസ് ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അക്ബർ പറഞ്ഞു. ഇത് കേട്ട് SP പറഞ്ഞു, നോ അക്ബർ, ഇറ്റ്സ് ഇമ്പോസിബിൾ. തനിക്ക് ഓൾറെഡി അന്വേഷിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ടൈം തന്നു. ബട്ട് താനൊന്നും ചെയ്തില്ല, പകരം കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി. സോ നോ ചാൻസ്. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, സാർ പറഞ്ഞതെല്ലാം ശരിയാണ്, എനിക്ക് ടൈം തന്നു. ബട്ട് അത് ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ അന്വേഷിച്ചില്ല. അതെൻ്റെ തെറ്റ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ഈ കേസ് എനിക്ക് തന്നെ വേണം സാർ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇത് കേട്ട് SP പറഞ്ഞു, അക്ബർ, അതൊരിക്കലും നടക്കില്ല. 3 കൊലപാതകം എന്നത് ഇപ്പോൾ 4 ആയി. കൃഷ്ണദാസ്, അവൻ്റെ കൊലപാതകം പോലും സെയിം പാറ്റേൺ, ഹൈ പ്രഷർ സിറ്റുവേഷനാണ്. സോ ലീവ് ദാറ്റ് മാറ്റർ. താൻ എന്തു പറഞ്ഞിട്ടും SP തീരുമാനം മാറുന്നില്ല എന്ന് മനസ്സിലായ അക്ബർ തന്നോട് അദ്ദേഹത്തിനുള്ള വാത്സല്യം മുതലെടുക്കാൻ ശ്രമിച്ചു. അക്ബർ പറഞ്ഞു, സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തത് എന്നോടുള്ളൊരു വിശ്വാസം, അതിൻ്റെ പേരിലല്ലേ? ആ വിശ്വാസം തെറ്റല്ല എന്ന് തെളിയിക്കാൻ എനിക്കൊരു ചാൻസ്, അത് മാത്രമേ ഞാൻ സാറിനോട് ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ. പ്ലീസ് സാർ. അക്ബർ പറഞ്ഞത് ഒരിക്കലും എഗ്രി ചെയ്യാൻ കഴിയാത്ത കാര്യമായിരുന്നു SP-ക്ക്. ബട്ട് അദ്ദേഹം അക്ബറിന് മുന്നിൽ ഒരു കണ്ടീഷൻ വെച്ചു. ഓക്കെ അക്ബർ, തനിക്ക് തന്നെ ഈ കേസ് തിരിച്ചു തരാം. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ കേസിന് വഴിതിരിവാവുന്ന അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും നാളെ ഒരു ദിവസം കൊണ്ട് തനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരുമായി ഡിസ്കസ് ചെയ്ത് വൺ ലാസ്റ്റ് ചാൻസ് എനിക്ക് തനിക്ക് നേടിത്തരാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഓർക്കണം, ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, സാർ, എനിക്ക് ഒരേ ഒരു ഹെൽപ്പ് മാത്രം ചെയ്താൽ മതി. എനിക്ക് ഡിസ്ചാർജ് ചെയ്യാനാവാൻ 2 ദിവസം എടുക്കും. ബട്ട് നാളെ രാവിലെ തന്നെ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൻ്റെ നമ്പർ എല്ലാം എനിക്ക് വേണം. ഓക്കെ, നാളെ നിനക്കെല്ലാം കിട്ടിയിരിക്കും, SP പറഞ്ഞു. താങ്ക് യു സാർ, അക്ബർ മറുപടി പറഞ്ഞു. അക്ബറിനോട് യാത്ര പറഞ്ഞ SP അവിടെ നിന്നും ഇറങ്ങി. ഇതുവരെ ഒരു ഉത്സാഹവും കാണിക്കാതിരുന്ന അക്ബർ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ആവേശം കാണിക്കുന്നതെന്ന് എത്ര ചിന്തിച്ച് നോക്കിയിട്ടും SP-ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെയായി. SP പറഞ്ഞതനുസരിച്ച് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അക്ബറിന് കേസ് ഫയൽ മുഴുവനും എത്തിച്ചു കൊടുത്തു. ഈ സമയം സുഹൃത്തിന് അപകടമുണ്ടായ കാര്യങ്ങളറിഞ്ഞ് ജെയ്സൺ ആശുപത്രിയിലേക്ക് വന്നു. അക്ബറിനെ കണ്ടയുടനെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ജെയ്സൺ ചോദിച്ചു, ഡാ, എന്താ ഇതൊക്കെ? മതി നിന്റെ ഇവിടുത്തെ ജീവിതം. ഡിസ്ചാർജ് നാളെ കിട്ടുമെന്ന് ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, ജെയ്സ, നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ ഈ ഫയലൊന്ന് നോക്കട്ടെ. ഇത് കേട്ട് ജെയ്സൺ പറഞ്ഞു, എന്ത് ഫയല്? മതിയാക്ക്. നിന്നെ ഇനി ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഓഫീസിൽ ലോങ് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. നാളെ തന്നെ ആ നശിച്ച നാട്ടിൽ പോയി നിന്റെ സാധനമെല്ലാം എടുത്തു വരും. രാവിലെ തന്നെ ഇവിടുന്ന് പോകണം. നിനക്ക് ലീവ് എന്തായാലും കിട്ടുമല്ലോ. ജെയ്സൺ ഇത് പറഞ്ഞു തീർത്തതും അക്ബർ ജെയ്സന്റെ കഴുത്തിൽ കയറി പിടിച്ചു. എവിടേക്കാണ് ഞാൻ വരേണ്ടത്? പേടിച്ചു ഒളിച്ചോടാനല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. എൻ്റെ ചോര വീണ മണ്ണാണിത്. അതിന് കാരണക്കാരനായവനെ പേടിച്ചോടാൻ എന്നെ കിട്ടില്ല. ആരാണ് അവനെന്ന് എനിക്കറിയണം, അക്ബർ ജെയ്സനോട് പറഞ്ഞു. ഇത് കേട്ട് ജെയ്സൺ പറഞ്ഞു, നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഈ വരുന്ന പത്രങ്ങളും വാർത്തകളിലും കൊലയാളിയെ കുറിച്ച് പറയുന്നത് നീ കേട്ടില്ലേ? അപകടം നീ വിളിച്ചു വരുത്താനുള്ള പുറപ്പാടാണോ? നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ഇത് കേട്ട് അക്ബർ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, അവൻ ക്രൂരനാണെങ്കിൽ ഞാൻ അസുരനാണ്. എല്ലാ കഥകളിലെ പോലെ ഒരു നായകനും വില്ലനും തമ്മിലുള്ള പോരാട്ടമല്ല ഈ കഥ. വില്ലനും തമ്മിലുള്ള യുദ്ധമാണ്. ആളുകളെ കൊന്നാസ്വദിക്കുന്ന ക്രിമിനലാണവൻ. ഞാനോ പോലീസ് യൂണിഫോം ഇട്ട ക്രിമിനലും. ഈ കഥ ഞങ്ങൾ തമ്മിലുള്ളതാണ്. അക്ബറിൻ്റെ ഓരോ വാക്കുകൾ ഭീതിയോടെയാണ് ജെയ്സൺ കേട്ടുകൊണ്ടിരുന്നത്. ഇതുവരെ കാണാത്ത ഒരു തരം അക്ബറിനെ ജെയ്സന് കാണാൻ കഴിഞ്ഞു. ജെയ്സ, നീ കുറച്ചു നേരം എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക. ഈ കേസ് ഫയൽ നോക്കിക്കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അങ്ങനെ അക്ബർ ആ കേസ് ഫയൽ ഫുള്ള് സ്റ്റഡി ചെയ്തു. ഒട്ടോപ്സി റിപ്പോർട്ട് ഫുൾ പരിശോധിച്ച് തനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ സുദർശനോട് സംസാരിച്ച് ക്ലിയറാക്കി. രാവിലെ തുടങ്ങിയ അന്വേഷണം വൈകുന്നേരം വരെ നീണ്ടു. ഒടുവിൽ അക്ബർ തൻ്റെ ഫോണെടുത്ത് SP-യെ കോൾ ചെയ്തു. അക്ബർ പറഞ്ഞു, സാർ, നാളെ എൻ്റെ ഡിസ്ചാർജാണ്. നാളെ തന്നെ സാറിൻ്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഇത് കേട്ട് SP ചോദിച്ചു, എന്താണ് അക്ബർ? ഐ ഗോട്ട് സം ഡീറ്റെയിൽസ് സാർ, അക്ബർ പറഞ്ഞു. ഇസ് ഇറ്റ്? SP ചോദിച്ചു.
യെസ് സാർ, അക്ബർ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അക്ബർ പറഞ്ഞതനുസരിച്ച് SP ഓഫീസിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. എന്തിനാ സാർ ഇങ്ങനെ ഒരു മീറ്റിംഗ്? പലരും SP ചോദിച്ചു. അവരോട് കാര്യങ്ങളെല്ലാം SP തുറന്നു പറഞ്ഞു. ഒരുതരം പരിഹാസം നിറഞ്ഞു നിന്നൊരു ചിരിയായിരുന്നു അവരുടെ എല്ലാ മുഖത്ത്. ആശുപത്രിയിൽ നിന്നും അക്ബർ SP ഓഫീസിലെത്തി. അക്ബറിനെ കണ്ടപ്പോൾ തന്നെ അവിടെ കൂടിയ SP ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഒരുതരം പുച്ഛത്തോടെ നോക്കി. അത് മൈൻഡ് ചെയ്യാൻ അക്ബർ നിന്നില്ല. യെസ് അക്ബർ, പറയൂ, SP അക്ബറിനോട് പറഞ്ഞു. സാർ, കൊല്ലൂരിലെ ഈ കൊലപാതകങ്ങൾ ചെയ്തു വരുന്ന ഒരു സീരിയൽ കില്ലറല്ല. ഈ കൊലപാതകങ്ങൾക്കെല്ലാം തന്നെ പ്രത്യേകതയുണ്ട്. കൃഷ്ണദാസ്, അവൻ്റെ മരണം കൂടിയായപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എനിക്ക് കിട്ടി. ഈ കില്ലറിന് പറ്റിയൊരു അബദ്ധം അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. കാരണം ആദ്യ കൊല നടന്ന വീട്ടിൽ ആതിരയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമെടുക്കാം. അച്ഛൻ്റെ കഴുത്തിന് നേരെയും അമ്മയുടെ കണ്ണിനും കഴുത്തിലെ ഞരമ്പ് അവിടങ്ങളിലാണ് കില്ലർ ആക്രമിച്ചത്. പക്ഷേ ആതിരയും കൃഷ്ണദാസും ശരീരത്തിലെ ഓരോ പാർട്സ് കട്ട് ചെയ്ത നിലയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരുടെയും ശരീരത്തിൽ നിന്നും ബ്ലഡ് മുഴുവനും എടുത്തു എന്നത് ഒരു കോമൺ ഫാക്ടറാണെങ്കിലും 4 പേരിൽ 2 പേർ മരിച്ചത് വേറെ രീതിയിലും ആതിരയും കൃഷ്ണദാസും മരിച്ചത് ഒരേ രീതിയിലുമാണ്. അതിനർത്ഥം അവർ 2 പേരോടും പേഴ്സണലായി വിരോധമുള്ള ഒരു വ്യക്തി അയാളാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കില്ലർ. നമ്മളെ കൺഫ്യൂഷൻ ആക്കുക എന്നത് അയാളുടെ ടാർഗറ്റായിരുന്നു. അതിൽ അയാൾ വിജയിച്ചു. അക്ബറിന്റെ കണ്ടെത്തൽ ശരിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മറ്റുള്ളവരെല്ലാം അമ്പരപ്പോടെ അക്ബറിനെ നോക്കി നിന്നു. കുറച്ചു നേരത്തെ അവരുടെ ചർച്ചകൾക്ക് ശേഷം അക്ബറിന് തന്നെ വീണ്ടും അന്വേഷിക്കാൻ കൈമാറി. ആദ്യമായി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അക്ബറിന് സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അനുമോദനങ്ങൾ ലഭിച്ചു. പക്ഷെ അക്ബർ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. തന്നേക്കാളും വലിയ ക്രിമിനൽ അവൻ ആരായാലും കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ അക്ബറിന്റെ മനസ്സിൽ. കേസ് ഫയലുമായി അക്ബർ ഓഫീസിന് പുറത്തു വന്നു. അവിടെ അക്ബർ പറഞ്ഞത് പ്രകാരം ജെയ്സൺ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങിയവേ കോൺസ്റ്റബിൾ അക്ബറിന്റെ അടുത്തേക്ക് വന്നു, കയ്യിലൊരു താക്കോലുമായി. സാറിന് താമസിക്കാൻ പുതിയ ക്വാർട്ടേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ താക്കോൽ അക്ബറിന് നേരെ നീട്ടി. വേണ്ട, താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ പറഞ്ഞു വിട്ടു. ഇത് കണ്ട ജെയ്സൺ ചോദിച്ചു, നീ എന്നത് വാങ്ങാഞ്ഞേ? അക്ബർ പറഞ്ഞു, താമസിക്കാനൊരു വീട് പോരെ, പിന്നെ എന്തിനാ ക്വാർട്ടേഴ്സിന്റെ താക്കോല്? അതിന് വീടെവിടെ? ജെയ്സൺ ചോദിച്ചു. പിന്നെ കൊല്ലൂരിലെ വീട് അവിടെ വച്ചിരിക്കുന്ന എന്തിനാ? അക്ബർ മറുപടി പറഞ്ഞു. നീ ഇതെന്തൊക്കെയാ അക്ബറെ പറയുന്നത്? അവിടെ വെച്ചുണ്ടായതൊക്കെ നീ മറന്നോ? ജെയ്സൺ ചോദിച്ചു. അക്ബർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജെയ്സാ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെയൊക്കെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയാനകമാണ്. അക്ബറിന്റെ മറുപടി കേട്ട ജെയ്സൺ ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷെ അക്ബർ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അക്ബറും ജെയ്സണും കൂടി കൊല്ലൂരിലെത്തി. അക്ബറിനെ വീണ്ടും കാണാനിടയായ നാട്ടുകാർ അക്ബറിന്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് കിട്ടിയതൊന്നും പോരേടാ, വേഗം എടുക്കാനുള്ളതൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, അതാണ് നല്ലത്. നാട്ടുകാർ അക്ബറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനിവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല. പിന്നെ ഈ 100 പേർ ചേർന്ന് ഒരുത്തനെ തല്ലുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇവിടെ നടന്ന കൊലപാതകങ്ങൾ എനിക്ക് കണ്ടുപിടിച്ചേ തീരൂ. അതിന് എനിക്ക് നിന്റെ ഒന്നും സമ്മതം ആവശ്യമില്ല, അക്ബർ അവരോട് പറഞ്ഞു. എന്നിട്ടും അക്ബറിനെ അവിടേക്ക് കടത്തിവിടാൻ അവർ അനുവദിച്ചില്ല. പിന്നെ ഒന്നും തന്നെ നോക്കാതെ തൻ്റെ കയ്യിൽ കരുതി വെച്ചിരുന്ന ഗൺ അക്ബർ പുറത്തേക്കെടുത്തു. എൻ്റെ ദേഹത്ത് ഒരുത്തൻ്റെ കൈ വീണ അവനെയും കൊണ്ട് ഞാൻ പോകൂ. ആരാ വരുന്ന എന്നൊരു തീരുമാനം എടുത്തിട്ട് വാ, ഞാനേ ആ വീട്ടിലുണ്ടാകും. അക്ബറിൻ്റെ ആ പറച്ചിൽ അവരെ ഒന്നുമല്ലാതെ ആക്കി കളഞ്ഞു. അക്ബറിന്റെ സ്വഭാവം എന്താ എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ പിന്നെ അവനെ തടയാൻ നിന്നില്ല, വഴിമാറിക്കൊടുത്തു. അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് അക്ബർ മുന്നോട്ട് നടന്നു. വീട് തുറന്ന് അകത്ത് കയറി. ജെയ്സാ, നീ എന്തായാലും ലീവ് എടുത്തതല്ലേ, ഇവിടെ എന്തായാലും നീ ഒറ്റയ്ക്കിരിക്കണ്ട, എവിടെ പോയാലും എൻ്റെ കൂടെ വന്നാൽ മതി നീ. ശരി, ജെയ്സൺ മറുപടി കൊടുത്തു. പിറ്റേന്ന് രാവിലെ അക്ബർ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ റെഡിയായി. ജീപ്പ് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജെയ്സനോടും റെഡിയായി വരാൻ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് അവർ ജീപ്പിൽ കയറി. ജീപ്പ് മുന്നോട്ട് പോയി. അക്ബർ ആരെയോ നോക്കുന്ന പോലെ ജെയ്സന് തോന്നി. നീ ആരെയോ നോക്കുന്നേ? ഒന്നുമില്ല, ആ ചെറുക്കൻ്റെ അച്ഛൻ ഇന്നലെ വന്നത് തൊട്ട് കണ്ടില്ല, അതാണ്. സ്റ്റേഷനിലെത്തിയ പാടെ അക്ബർ ജെയ്സനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3ഓളം പോലീസുകാരെ കൂട്ടി കൊല നടന്ന വീട്ടിലേക്ക് പോയി. ഇതുവരെ നമുക്ക് ഇവിടെ നിന്നും ഒന്നും ലഭിച്ചില്ല, പക്ഷെ ഇന്ന് എന്തെങ്കിലും ഒരു ക്ലൂ ഇവിടെ നിന്നും കണ്ടെത്തണം നമ്മൾ. കോൺസ്റ്റബിൾമാരോട് അക്ബർ പറഞ്ഞു. ഈ കേസിന് ഇനിയും ഒരു തുമ്പ് കിട്ടണമെങ്കിൽ ആതിരയുടെ മുറിയല്ലെങ്കിൽ കൃഷ്ണദാസിന്റെ വീട് നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് അക്ബറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആതിരയുടെ മുറി ഫുൾ അക്ബർ അരിച്ചു പെറുക്കി നോക്കി. പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ബുക്കുകൾ ഉൾപ്പെടെ പരിശോധിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു ബുക്കിന്റെ താളുകൾ മറിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരു ഫോട്ടോ അക്ബറിന് കിട്ടി. കുറച്ച് ഫ്രണ്ട്സുമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അത്. 5 പെൺകുട്ടികളും ഒപ്പം 2 പയ്യന്മാരും. പക്ഷേ അതിൽ ഒരു പയ്യന്റെ മുഖം മുഴുവനും കുത്തി വരച്ചു വച്ചേക്കുന്നു. അതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അക്ബർ കോൺസ്റ്റബിളിനെ വിളിച്ച്, ഈ ഫോട്ടോയിൽ ആ കുത്തി വരച്ചു വച്ചിരിക്കുന്ന പോർഷൻ ഒന്ന് ക്ലിയർ ആക്കി കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കണം ഇപ്പോൾ തന്നെ. ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ ഫോട്ടോയുമായി പോകാൻ തുടങ്ങവേ
ഡോ ഒന്ന് നിന്നേ എന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞുകൊണ്ട് അക്ബർ തൻ്റെ ഫോണിൽ ആ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തു. ഇനി താൻ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. കോൺസ്റ്റബിൾ അവിടെ നിന്നും പോയതും അക്ബർ വീണ്ടും തൻ്റെ പരിശോധന ആരംഭിച്ചു. അപ്പോഴാണ് അക്ബർ ഒരു കാര്യം മനസ്സിലാക്കിയത്. താൻ പരിശോധിച്ചുകൊണ്ടിരുന്ന ബുക്കുകളെല്ലാം ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് യൂസ് ചെയ്യുന്ന ബുക്കുകളാണ്. അതിനാൽ ആതിര ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്നുള്ള കാര്യം അക്ബറിന് അവിടെ നിന്നുകൊണ്ട് തന്നെ മനസ്സിലായി. പക്ഷെ അപ്പോഴും അക്ബറിനെ കുഴപ്പിച്ച ഒരു ചോദ്യം, ആതിര മെഡിക്കൽ സ്റ്റുഡൻറ്റ്, കൃഷ്ണദാസ് മെഡിക്കൽ സ്റ്റുഡൻറ്റ്, പക്ഷെ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ആതിരയുടെ മുറിയിൽ ഒരിടത്തും പരിശോധിക്കാൻ സ്ഥലമില്ല. ആകെ കിട്ടിയത് ഒരു ഫോട്ടോയും പിന്നെ മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്നുള്ള വിവരവും മാത്രമാണ്. പക്ഷേ ഈ ഒരു കേസ് തെളിയിക്കാൻ അതുമാത്രം പോരായിരുന്നു അക്ബറിന്. ആ വീട് പൂട്ടിയിറങ്ങിയ ശേഷം അക്ബർ കോൺസ്റ്റബിളുമായി നേരെ പോയത് കൃഷ്ണദാസിൻ്റെ വീട്ടിലേക്കാണ്. ഗേറ്റ് തുറന്ന് അക്ബർ കോളിംബെല്ലമർത്തി. ആരാ എന്നറിയാൻ വേണ്ടി അവൻ്റെ അമ്മ കതക് തുറന്നു നോക്കി. അക്ബറാണെന്ന് അറിഞ്ഞ ഉടനെ അവൻ്റെ അമ്മയുടെ മുഖം വിളറി വെളുത്തു. എൻ്റെ മകനെ കൊന്നിട്ടും നിനക്ക് മതിയായില്ലേ? അവൻ പോയ വിഷമം ഇതുവരെ വിട്ടുപോയില്ല. അപ്പോൾ അവനെ കൊന്ന് നീ തന്നെ ഇങ്ങോട്ട് കയറി വരുന്നു? കൃഷ്ണദാസിൻ്റെ അമ്മയുടെ ചോദ്യത്തിന് അക്ബർ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി. ദേ പെണ്ണുമുള്ളെ, നിങ്ങളുടെ മകനെ അറുത്തുമുറിച്ച് കൊല്ലേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ ഇപ്പോൾ അവനെ കൊന്ന ആരാ എന്നറിയേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ മുറി പരിശോധിക്കണം. മുന്നിൽ നിന്നും മാറി നിൽക്ക്. അക്ബർ അത്രയും പറഞ്ഞിട്ടും അവൻ്റെ അമ്മ മാറാൻ കൂട്ടാക്കിയില്ല. ഡ്യൂട്ടി ചെയ്യാമെന്ന പോലീസുകാരൻ്റെ ഡ്യൂട്ടി തടയാൻ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ വഴി തടയൽ സമരം? അക്ബറിൻ്റെ ആ ചോദ്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം അവർ പിന്നെ അക്ബറിനെ തടയാൻ നിന്നില്ല. അക്ബർ വീടിൻ്റെ അകത്തേക്ക് കയറി മുകളിലത്തെ നിലയിലുള്ള കൃഷ്ണദാസിൻ്റെ മുറിയിലെത്തി. ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത മുറി, എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. ഡോ, പരിശോധിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, ചിലപ്പോൾ വല്ല പാമ്പിനെയും കണ്ടു കിട്ടിയെന്ന് വരും. കോൺസ്റ്റബിൾമാരോട് അക്ബർ പറഞ്ഞു. അവരവിടെ മുഴുവനും പരിശോധിച്ചു. അടുക്കും ചിട്ടയും ഇല്ലാത്ത മുറിയായതുകൊണ്ട് തന്നെ അല്പം പ്രയാസപ്പെട്ടവർ ഓരോന്ന് മാറ്റി മാറ്റി നോക്കി. അപ്പോൾ ഭിത്തിയോട് ചേർന്ന് ഒരു അലമാര കണ്ടു. താക്കോൽ അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അക്ബർ അത് തുറന്നു നോക്കി. കുറേ ഗിഫ്റ്റ് ബോക്സ് അക്ബർ കണ്ടു. ഒന്നും തന്നെ തുറന്നു നോക്കിയിട്ടില്ല. അക്ബർ അത് ഓരോന്നും തുറന്നു നോക്കി. എല്ലാം പ്രണയപരമായ ഐറ്റംസ്. ഇതാരാവും ഇവന് കൊടുത്തതെന്ന് അക്ബർ ആലോചിച്ചു. പക്ഷെ അക്ബറിനൊരു പിടിയും കിട്ടിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് കൂടി അക്ബർ തുറന്നു നോക്കി. അതിലൊരു വൈറ്റ് പേപ്പറിൽ ടു മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് കൃഷ്ണ എന്ന് എഴുതിയിരിക്കുന്നു. ആളുടെ പേര് ഇതിലില്ല. പക്ഷെ എന്തോ ഒന്ന് എവിടെയോ കണ്ട പോലെ അക്ബറിന് തോന്നി. അക്ബർ ആ ലെറ്റർ എടുത്ത് വീടിൻ്റെ പുറത്തിറങ്ങി നേരെ ആതിരയുടെ വീട്ടിലേക്ക് വീണ്ടും പോയി. അവളുടെ മുറിയിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്ത് നോക്കി. എന്നിട്ട് അതിലെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നോക്കി. എന്താ സാർ, എന്ത് പറ്റി? കോൺസ്റ്റബിൾ ചോദിച്ചു. എടോ, ഞാനെന്ന് പറഞ്ഞില്ലേ അവനെയും അവളെയും ഇത്ര ക്രൂരമായി കൊന്നത് അവരോടുള്ള പേഴ്സണൽ വൈരാഗ്യം ഒന്നുകൊണ്ടാണെന്ന് അക്ബർ പറഞ്ഞു. യെസ് സാർ. എന്താ അതിനിപ്പോൾ? കോൺസ്റ്റബിൾ ചോദിച്ചു. അത് എന്ത് തരത്തിലുള്ള വൈരാഗ്യമാണെന്ന് എനിക്കിപ്പോൾ അറിയാം. താൻ ആ പേപ്പറിൽ എഴുതിയതും ഈ ബുക്കിൽ എഴുതിയതും തമ്മിൽ ഒന്ന് വായിച്ചു നോക്കിയേ, അക്ബർ പറഞ്ഞു. അക്ബർ ആ പേപ്പർ കോൺസ്റ്റബിളിന് കൈമാറി. അയാളത് പരിശോധിച്ചു. കണ്ടില്ലേ, രണ്ടും ഒരമ്മ പെറ്റ പോലെയില്ലേ? അക്ബർ ചോദിച്ചു. യെസ് സാർ. പക്ഷെ അന്ന് ആ പയ്യനെ സാറ് ചോദ്യം ചെയ്തപ്പോൾ അവൻ അറിയില്ല എന്നല്ലേ പറഞ്ഞത്? കാണുമ്പോൾ മാത്രം സംസാരിക്കുമെന്നല്ലേ പറഞ്ഞത്? കോൺസ്റ്റബിൾ പറഞ്ഞു. കേസിൽ അവൻ്റെ പേര് വരരുതെന്ന് കരുതി അവൻ മാറ്റി പറഞ്ഞതാണ്. അതൊക്കെ ആ ഫോണിൽ. ആ യെസ്, ആ ഫോൺ. അക്ബർ ചോദിച്ചു. എന്താ സാർ? കോൺസ്റ്റബിൾ ചോദിച്ചു. ആ പെണ്ണിൻ്റെ ഫോൺ അത് സ്റ്റേഷനിൽ എവിടെയോ ഞാൻ വച്ചിട്ടുണ്ട്. ഇനി ആ ഫോൺ പറയും ബാക്കിയുള്ള കാര്യം, അക്ബർ പറഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് അക്ബർ അവിടെ നിന്നും നേരെ സ്റ്റേഷനിലേക്ക് പോയി. തിരികെ സ്റ്റേഷനിൽ വന്നയുടനെ അക്ബർ ആ ഫോൺ തപ്പി എവിടെ വച്ചുവെന്ന് പിടികിട്ടാത്തതിനാൽ അവിടെ മുഴുവനും പരിശോധിച്ചു. ഒടുവിൽ സെല്ലിൻ്റെ അകത്ത് ഫോൺ കിടക്കുന്നതായി കണ്ടു. അന്ന് കൃഷ്ണദാസിനെ തല്ലാനായി പോയപ്പോൾ കയ്യിൽ നിന്നും തെറിച്ചു പോയതാ എന്ന് അക്ബറിന് മനസ്സിലായി. അക്ബർ വേഗം തന്നെ ഫോൺ ഓണാക്കി അതിലെ ഫുൾ മെസ്സേജ് നോക്കി. ആ ഫോണിൽ ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു. അത് മുഴുവനും അക്ബർ പരിശോധിച്ചു. മെസ്സേജ് മുഴുവനും തപ്പി നോക്കി. അതിൽ കൃഷ്ണദാസ് അയച്ച മെസ്സേജ് മുഴുവനും നോക്കി. അത് മുഴുവനും വായിച്ച അക്ബർ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന കാര്യം പൂർണ്ണമായി മനസ്സിലാക്കി. കോൾ ലിസ്റ്റ് ഒന്നുകൂടെ നോക്കിയപ്പോൾ അതിൽ സേവ് ചെയ്യാതെ കിടക്കുന്ന 2 നമ്പറുകൾ. ആ 2 നമ്പറുകളും അക്ബർ നോട്ട് ചെയ്തു. ഈ സമയം ഫോട്ടോ എങ്ങനെയെങ്കിലും ക്ലിയറാക്കാൻ പുറത്തുപോയി വന്ന കോൺസ്റ്റബിൾ അക്ബറിൻ്റെ മുന്നിൽ വന്നു. അയാളെ കണ്ടപാടെ അക്ബർ ചോദിച്ചു. എന്തായി, ഓക്കെ ആയോ? ഇല്ല സാർ, അത് നടക്കില്ല എന്നാണ് അവർ പറയുന്നത്, കോൺസ്റ്റബിൾ പറഞ്ഞു. ശേ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ടേബിളിൽ ആഞ്ഞടിച്ച ശബ്ദം കേട്ട് ജെയ്സൺ അകത്തേക്ക് കയറി വന്നു. തറയിൽ കിടന്ന ഫോട്ടോ ജെയ്സൺ കണ്ടു. ഇതാരായി ഫോട്ടോയിൽ? അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവന് ഈ കേസുമായി എന്തോ ബന്ധമുണ്ടെന്ന്, അക്ബർ പറഞ്ഞു. നീ ഒന്ന് സമാധാനപ്പെട്. ഒന്നുമില്ലാതിരുന്ന ഈ കേസ് നീ ഇവിടം വരെ അന്വേഷിച്ചു കൊണ്ടുവന്നില്ലേ? എല്ലാം ശരിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, ജെയ്സൺ പറഞ്ഞു. അക്ബർ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. ഞാൻ 2 നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എവിടെന്നെങ്കിലും എടുക്കണം, ഇന്ന് തന്നെ. ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് തിരക്കാനായി പോയി. ജെയ്സ, നീ എൻ്റെ കൂടെ വാ. എങ്ങോട്ടാടാ? ജെയ്സൺ ചോദിച്ചു. ആ ഫോട്ടോയിലുള്ള ആളുകളുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോകണം.
അവരുടെ ഒപ്പം എടുത്ത പിക്കല്ലേ, അപ്പോൾ അവർക്കറിയാമല്ലോ അവനെ, അക്ബർ പറഞ്ഞു. നീ എന്ത് വിവരക്കേടായി പറയുന്നത്? എടാ, നീ ഒരു പോലീസുകാരനാണ്, നിനക്ക് അന്വേഷിച്ച് എവിടെ വേണേലും പോവാം. ഞാൻ എന്ത് പറഞ്ഞ് വീട്ടിലേക്ക് വരും? ജെയ്സൺ ചോദിച്ചു. ഓ സോറിടാ, ഞാനത് വിട്ടുപോയി. നീ ഇവിടെ ഇരിക്കണം, ഞാൻ പോയി തിരക്കിയിട്ട് വരാം, അക്ബർ പറഞ്ഞു. ശരിടാ. അങ്ങനെ അക്ബർ ആ ഫോട്ടോയിലുള്ള എല്ലാവരുടെയും വീട്ടിലേക്ക് പോയി. ഫോട്ടോയിലുള്ള 5 പെണ്ണുങ്ങളുടെ വീട്ടിലേക്കും അക്ബർ ചെന്നു. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങൾ തന്നെയല്ലേ, അക്ബർ ചോദിച്ചു. അതെ സാർ, പെൺകുട്ടി പറഞ്ഞു. ഈ നിൽക്കുന്ന 2 പയ്യന്മാർ ആരാണ്, അക്ബർ ചോദിച്ചു. അത് കേട്ട പെൺകുട്ടി പറഞ്ഞു, സാർ ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ശ്രീരാമാണ്, മറ്റേത് ആരാണെന്ന് കൃത്യമായി ഓർമ്മ വരുന്നില്ല. അതെന്താ അങ്ങനെ, അക്ബർ ചോദിച്ചു. അത് കേട്ട പെൺകുട്ടി പറഞ്ഞു, സാർ ശ്രീരാം ഞങ്ങളുടെ കോളേജിലെ സീനിയർ ആയതുകൊണ്ട് തന്നെ അറിയാം. പക്ഷെ ആ കൂടെ നിൽക്കുന്ന ആൾ ഞങ്ങളുടെ കൂടെ വന്ന ആളല്ല, ശ്രീരാമിൻ്റെ ഫ്രണ്ടാണെന്നാണ് തോന്നുന്നത്. ആളുടെ രൂപം ഓർമ്മയുണ്ടോ, അക്ബർ ചോദിച്ചു. ഇല്ല സാർ, എനിക്ക് കൃത്യമായി കിട്ടുന്നില്ല, പെൺകുട്ടി പറഞ്ഞു. ഓക്കെ ശരി, ഈ ശ്രീരാമിൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ, അക്ബർ ചോദിച്ചു. സാർ എനിക്ക് വീടറിയില്ല, പക്ഷെ ഏത് സ്ഥലമാണെന്നറിയാം, പെൺകുട്ടി പറഞ്ഞു. ഓക്കെ, എന്നാ സ്ഥലം പറഞ്ഞതാ. അക്ബർ അന്വേഷിച്ചെന്ന 5 പെൺകുട്ടികൾക്കും പറയാനുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു. ഇനി ശ്രീരാമിൻ്റെ വീട്ടിൽ പോയാലേ വല്ലതും നടക്കൂ എന്ന് മനസ്സിലാക്കിയ അക്ബർ പെൺകുട്ടികൾ പറഞ്ഞ സ്ഥലത്ത് പോയി. സമയം രാത്രിയോടെ അടുപ്പിച്ചായി. ഫോട്ടോയിലുള്ള ശ്രീരാമിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കാൻ പോലും അവിടെയൊന്നും ഒരു കടകൾ പോലും കണ്ടില്ല. എന്ത് ചെയ്യുമെന്ന് നോക്കി നിൽക്കേ അങ്ങ് അകലിൽ നിന്നൊരു പെൺകുട്ടി ഓടി വരുന്നത് അക്ബറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓട്ടത്തിൻ്റെ ഇടയിൽ ആ പെൺകുട്ടി തട്ടി തറയിൽ വീണു. അക്ബർ അവിടേക്ക് ഓടിച്ചെന്നു. ആ പെൺകുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അക്ബർ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ശ്രീഷയായിരുന്നു. എന്ത് പറ്റി, അക്ബർ ചോദിച്ചു. സാർ പ്ലീസ്, എന്നെ കുറച്ചു പേർ ഫോളോ ചെയ്തു വരുന്നു, ശ്രീഷ പറഞ്ഞു. അക്ബർ ശ്രീഷയെ സൈഡിലേക്ക് മാറ്റി നിർത്തി. അവരെ നേരിടാൻ നിന്നു. പോലീസുകാരനെയും പോലീസ് ജീപ്പും കൂടെ കണ്ടവർ അവിടെ നിന്നും ഓടി പറഞ്ഞു. ഇതെന്താ ഇവർ തൻ്റെ പിറകെ? ഈ സമയം താനിത് എവിടെ നിന്ന് വരുന്നു, അക്ബർ ചോദിച്ചു. അമ്മക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുക. നാളത്തേക്കുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ വന്നതാ. ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയത് തൊട്ട് എൻ്റെ പിന്നിൽ അവരുണ്ട്, ശ്രീഷ പറഞ്ഞു. പാതിരാത്രിയല്ല ഡ്രസ്സ് ഉണ്ടാക്കാൻ ഇറങ്ങേണ്ടത്, അക്ബർ പറഞ്ഞു. ഹലോ സാർ, അച്ഛൻ പൈസയുടെ കാര്യം തിരക്കി ഒരിടം വരെ പോയി വന്നപ്പോൾ ലേറ്റായി. അതാ ഈ സമയം ഞാൻ ഇങ്ങോട്ട് വന്നത്, ശ്രീഷ പറഞ്ഞു. ഓ, എന്നോട് സംസാരിക്കാൻ നാവുണ്ട്. എന്നാൽ കുറച്ച് ആൾക്കാർ വന്നാൽ പിന്നെ തീർന്നുവല്ലേ, അക്ബർ പറഞ്ഞു. ശ്രീഷ ഒന്നും മിണ്ടാതെ അവിടെ ചുറ്റും നോക്കി നിന്നു. അവളെന്തോ തിരയുന്നു എന്ന് അക്ബറിന് മനസ്സിലായി. എന്താ നോക്കുന്നത്, അക്ബർ ചോദിച്ചു. എൻ്റെ ഫോൺ വീണപ്പോൾ ഇവിടെ എവിടെയോ പോയി, ശ്രീഷ പറഞ്ഞു. അതിനാണോ ഇങ്ങനെ തപ്പുന്നത്? താൻ ആ നമ്പർ പറ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അക്ബർ പുച്ഛത്തോടെ പറഞ്ഞു. എടോ കൊച്ചേ, എനിക്ക് നിന്നെ നമ്പർ ഒപ്പിക്കാനല്ല. ഈ ഇരുട്ടിൽ ഇവിടെ കിടന്ന് തപ്പിയാൽ ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. ഒന്നാമതേ ഞാനൊരാളെ അന്വേഷിച്ചു വന്നതാണ്. ഒരുത്തി അവിടെ നിന്നും ഓടി വരുന്നത് കണ്ട് സഹായിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ നിന്റെ നമ്പർ മോഹിച്ചല്ല സഹായിക്കാൻ നിന്ന്. അക്ബർ പറഞ്ഞത് മനസ്സിലായ കൊണ്ടാവാം അവൾ പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഫോൺ റിങ് ചെയ്തു. ദേ കിടക്കുന്നു എന്ന് പറഞ്ഞ് അക്ബർ പോയി ആ ഫോൺ എടുത്തു. അക്ബർ ഒരു നിമിഷം ആ ഫോണിൻ്റെ വാൾപേപ്പർ കണ്ടു. ഞെട്ടിപ്പോയി. താൻ തിരഞ്ഞു വന്ന ശ്രീരാമൻ്റെ പിക്ക്. അക്ബർ താൻ വിളിച്ച കോള് കട്ടാക്കി. ഇതാരാ എന്ന് ചോദിക്കാൻ അവരുടെ മുന്നിലേക്ക് പോയി. തൊട്ടടുത്ത നിമിഷം തന്നെ അക്ബറിൻ്റെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു. സ്റ്റേഷനിൽ നിന്നും കോൺസ്റ്റബിൾ ആയിരുന്നു. സാർ, ആ നമ്പർ ഡീറ്റെയിൽസ് കിട്ടി. ഒരെണ്ണം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നമ്പറല്ല. മാത്രമല്ല അതിൻ്റെ ഐഡിയിലുള്ള ആളുടെ പേരിലല്ല ആ സിം എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നമ്പർ അക്ബർ ചോദിച്ചു. അത് ആ പയ്യൻ്റെ അച്ഛനാണ് സാർ, കോൺസ്റ്റബിൾ പറഞ്ഞു. ശ്രീരാം എന്ന ആളെ തിരക്കി വന്ന അക്ബറിൻ്റെ മുന്നിൽ 2 ചോദ്യങ്ങളായി. ഒന്ന്, ശ്രീരാമിൻ്റെ പിക്ക് എങ്ങനെ ശ്രീഷയുടെ ഫോണിൽ? 2, കൃഷ്ണദാസിൻ്റെ അച്ഛൻ എന്തിനാവും ആതിരയെ വിളിച്ചത്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അക്ബറിന് എത്രയും വേഗം കണ്ടുപിടിച്ചേ മതിയാകൂ. അങ്ങനെ അക്ബർ ആ ഫോൺ ശ്രീഷയുടെ മുന്നിലേക്ക് നീട്ടി. ഇതാരാണ്, അക്ബർ ചോദിച്ചു. എൻ്റെ ചേട്ടനാണ്, ശ്രീഷ പറഞ്ഞു. അപ്പോൾ അന്ന് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പരാതി തന്ന ഈ ചേട്ടനെ കുറിച്ചാണോ, അക്ബർ ചോദിച്ചു. ഇത് കേട്ട് ശ്രീഷ പറഞ്ഞു. അതെ സാർ, എന്താ? എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും താൻ അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ, ആദ്യം അത് നടക്കട്ടെ, ഞാനും വരാൻ കൂടെ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പോയിക്കോളാം, ശ്രീഷ പറഞ്ഞു. ഇത് കേട്ട് അക്ബർ പറഞ്ഞു. ഡോ, ഞാൻ പെൺകുട്ടികളോട് മോശമായി സംസാരിച്ചു എന്നല്ലാതെ അവരെ ഒന്നും വേറെ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ താൻ ഇവിടുന്ന് വീണ്ടും ഒറ്റയ്ക്ക് പോയാൽ അവർ വീണ്ടും വന്ന ഒരു പട്ടി പോലും കാണില്ല സഹായിക്കാൻ, അതും ഈ സമയം. അക്ബർ പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൾ അക്ബറിൻ്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് അമ്മയ്ക്ക് വേണ്ടുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ജീപ്പിൽ കയറി. അവർ വീട്ടിലെത്തി. ഇവിടെ നിന്നാൽ മതി, ഞാൻ എടുത്തിട്ട് വരാം, ശ്രീഷ അക്ബറിനോട് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്രീഷ ഡ്രസ്സുമായി പുറത്തു വന്നു. ആശുപത്രിയിൽ സ്ഥിരം താമസിക്കാൻ പോകുവാണോ? കയ്യിലെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് അക്ബർ അവളോട് ചോദിച്ചു. അവൾ തിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല. ഒടുവിൽ അവർ ആശുപത്രിയിലേക്ക് എത്തി. താൻ പോയി ഡ്രസ്സ് കൊടുത്തിട്ട് വാ, ഞാനിവിടെ നിൽക്കാം, അക്ബർ പറഞ്ഞു. ഓക്കെ സാർ, ശ്രീഷ മറുപടി പറഞ്ഞു.
അവൾ ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് പുറത്തു വന്നു. എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞേ? അക്ബർ പറഞ്ഞു, ഞാനിവിടെ ഒരാളെ തിരക്കി വന്നതാ. പക്ഷേ തൻ്റെ ഫോൺ കണ്ടപ്പോഴാണ് അത് തൻ്റെ ചേട്ടനാണെന്ന് മനസ്സിലായത്. എന്താ? എനിക്ക് മനസ്സിലായില്ല, ശ്രീഷ ചോദിച്ചു. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, എടോ, കൊല്ലൂരിലെ ആ കേസില്ലേ, അതിൻ്റെ അന്വേഷണമാണിപ്പോൾ ഞാൻ തൻ്റെ ചേട്ടനെ അന്വേഷിച്ചു വരാനുള്ള കാരണമായത്. ആ കേസും എൻ്റെ ചേട്ടനും തമ്മിൽ എന്താ ബന്ധം? ശ്രീഷ ചോദിച്ചു. അക്ബർ അവളുടെ നേരെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അക്ബർ പറഞ്ഞു, ദേ, ആ മുഖം വികൃതമായിരിക്കുന്ന ആളെയാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തൻ്റെ ചേട്ടൻ്റെ മിസ്സിംഗ് കേസുമായി എന്തോ ബന്ധമുണ്ട്. എന്തു ബന്ധം? ശ്രീഷ ചോദിച്ചു. എടോ, ആ ഫോട്ടോയിലുള്ള തൻ്റെ ചേട്ടൻ്റെ സുഹൃത്താണെന്നാണ് ആ ഫോട്ടോയിലുള്ള ബാക്കിയുള്ള കുട്ടികൾ പറയുന്നത്, അക്ബർ പറഞ്ഞു. ശ്രീഷ ഒന്ന് മൂളി. തൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെല്ലാം തനിക്കറിയാമോ? അക്ബർ ചോദിച്ചു. ഇല്ല, ഞാൻ ചെന്നൈയിലായിരുന്നതുകൊണ്ട് അങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ ആരെയും അറിയില്ല. പക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നറിയാം. അച്ഛനും അമ്മയും ഫോൺ വിളിക്കുമ്പോഴൊക്കെ കൂടെ കൂടെ ഇത് പറയാറുണ്ട് എന്നോട്, ശ്രീഷ പറഞ്ഞു. എങ്കിൽ തൻ്റെ അച്ഛനോടൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാമോ? അക്ബർ അവളോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ചോദിക്കാൻ? നാളെ രാവിലെ ഞാൻ തിരക്കിയിട്ട് സ്റ്റേഷനിലേക്ക് വരാം, ശ്രീഷ അക്ബറിനും മറുപടി കൊടുത്തു. അക്ബർ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങവേ, സാർ, എൻ്റെ ചേട്ടൻ എന്തെങ്കിലും? ശ്രീഷ ചോദിച്ചു. ബി കൂൾ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അക്ബർ മറുപടി പറഞ്ഞു. അക്ബർ അവിടെ നിന്ന് നേരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് ചെന്നു. സാർ, വിവരങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഇനി എന്താ സാർ? കോൺസ്റ്റബിൾ ചോദിച്ചു. രാവിലെ അവൻ്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവരണം, അക്ബർ പറഞ്ഞു. ഓക്കെ സാർ, കോൺസ്റ്റബിൾ അതിനെ മറുപടി പറഞ്ഞു. അക്ബർ സ്റ്റേഷനിൽ നിന്നും ജെയ്സണെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി. വണ്ടിയിലിരിക്കെ, എന്താടാ ഇത്രയും ലേറ്റായത്? ജെയ്സൺ ചോദിച്ചു. ആ പയ്യനെ തിരക്കി പോയതാ, അക്ബർ പറഞ്ഞു. എന്നിട്ട് കിട്ടിയോ? ഇല്ലടാ, അന്ന് മറ്റേ പെണ്ണ് ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് നിന്നില്ലേ, അത് ഇവൻ്റെ ആയിരുന്നു. അയ്യോ, ഇനി ആ പയ്യൻ എന്തെങ്കിലും പറ്റി കാണുമോ? ജെയ്സൺ ചോദിച്ചു. നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ, ഒന്നും ഉണ്ടായി കാണില്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആ പെണ്ണ്, അക്ബർ ടെൻഷനോടെ പറഞ്ഞു. ജെയ്സൺ ഒരു നിമിഷം അക്ബറിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് അക്ബർ ചോദിച്ചു, എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായി നിന്റെ സ്വന്തം കാര്യമല്ലാതെ മറ്റുള്ളവരുടെ വേദന എന്താ എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടല്ലോ, അതാലോചിച്ച് നോക്കിയതാ എൻ്റെ പൊന്നോ, ജെയ്സൺ പറഞ്ഞു. ആലോചിച്ചത് മതി, വീടെത്തി. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറി. ജെയ്സൺ അകത്ത് കയറിയപാടെ ഒരു കുളി പാസാക്കി പുറത്തു വന്നു. നോക്കിയപ്പോൾ അക്ബർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. കേസിന്റെ കാര്യം വല്ലതുമായിരിക്കുമെന്ന് കരുതി ജെയ്സൺ അക്ബറിനെ ശല്യം ചെയ്യാൻ നിന്നില്ല. പിറ്റേന്ന് രാവിലെയായി. പതിവ് പോലെ ഡ്യൂട്ടിക്കായി അക്ബർ റെഡിയായി. ഒപ്പം ജെയ്സണെയും കൂട്ടി. സ്റ്റേഷനിലേക്ക് എത്തിയപാടെ അക്ബർ കോൺസ്റ്റബിളിനോട് കൃഷ്ണദാസിന്റെ അച്ഛനെ വിവരം അറിയിച്ചു എന്ന് തിരക്കി. വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് കോൺസ്റ്റബിൾ മറുപടി കൊടുത്തു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. കൃഷ്ണദാസിന്റെ അച്ഛൻ സ്റ്റേഷനിലേക്ക് വന്നു. അക്ബറിനെ കണ്ടപാടെ കൃഷ്ണദാസിന്റെ അച്ഛൻ ദേഷ്യത്തോടെ നോക്കി നിന്നു. അത് കണ്ട് അക്ബർ തിരിച്ച് അയാളെയും സൂക്ഷിച്ചു നോക്കി. എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്താ നിനക്ക് വേണ്ടത്? അച്ഛൻ ചോദിച്ചു. എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്, അക്ബർ പറഞ്ഞു. എന്തുത്തരം? അച്ഛൻ ചോദിച്ചു. മരിച്ച ആതിരയെ താൻ, അതായത് മരിക്കുന്ന ദിവസത്തിലെ തലേ ദിവസം രാത്രി ഫോണിൽ വിളിച്ചിരുന്നല്ലോ, അക്ബർ പറഞ്ഞു. വിളിച്ചിരുന്നു, അച്ഛൻ മറുപടി പറഞ്ഞു. എന്താ നിങ്ങൾ സംസാരിച്ചത്? അക്ബർ ചോദിച്ചു. അതെന്തിനാ താൻ തിരക്കുന്നേ? അച്ഛൻ തിരിച്ചു ചോദിച്ചു. ഇത് കേട്ട അക്ബർ പറഞ്ഞു, ഡോ, എൻ്റെ ചോദ്യം എന്താ, അതിന് മാത്രം ഉത്തരം തന്നാൽ മതി, അല്ലാതെ നീ വേറെ ഒന്നും പറഞ്ഞു കൂട്ടാൻ ശ്രമിക്കണ്ട. അക്ബറിന്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നത് കൊണ്ട് തന്നെ കൃഷ്ണദാസിന്റെ അച്ഛൻ ആദ്യം ഒന്ന് നടുങ്ങി. അത് അവന്റെ പഠിത്തകാര്യം ചോദിക്കാൻ വിളിച്ചതാണ്, അച്ഛൻ പറഞ്ഞു. തൻ്റെ മോൻ്റെ പഠിത്തകാര്യം തിരക്കാൻ അവളെ വിളിക്കുന്നത് എന്തിനാ? തൻ്റെ മോനെ പഠിപ്പിക്കുന്നത് അവളാണോ? അക്ബർ തിരിച്ചു മറുപടി കൊടുത്തു. അക്ബറിന്റെ മുന വച്ചുള്ള ചോദ്യം അയാളെ ശരിക്കും വിയർപ്പ് മുട്ടിച്ചു. അക്ബർ അതെല്ലാം തന്നെ നോക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മകനും അവളുമായി ഇഷ്ടമാണെന്നറിഞ്ഞിട്ട് താനല്ലേ അവളെ കൊന്നേ? അക്ബർ ചോദിച്ചു. ഒരു ഞെട്ടലോടെ, ഞാനല്ല കൊന്നത്, ഇഷ്ടമാണെന്നറിഞ്ഞിട്ട് അത് തടയാൻ വിളിച്ചതാണ്, അച്ഛൻ പറഞ്ഞു. ശരിക്കും അക്ബർ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതായിരുന്നു. പക്ഷേ പെട്ടെന്നുള്ള ഞെട്ടലുണ്ടാകുന്ന ചോദ്യമായതുകൊണ്ട് കൃഷ്ണദാസിന്റെ അച്ഛൻ്റെ വായിൽ നിന്നും അത് പുറത്തു ചാടി. പിന്നെ രക്ഷയില്ല എന്നായപ്പോൾ കൃഷ്ണദാസിന്റെ അച്ഛൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞു. പല സ്ഥലത്ത് വെച്ച് കൃഷ്ണദാസിന്റെ കൂടെ ബൈക്കിൽ ആതിരയെ കൃഷ്ണദാസിന്റെ അച്ഛൻ കാണാനിടയായി. കൂടാതെ തൻ്റെ സുഹൃത്തുക്കൾ കൂടി കൃഷ്ണദാസിന്റെ അച്ഛനെ അറിയിച്ചപ്പോൾ സമൂഹത്തിൽ അത്രയും വിലയും സ്ഥാനത്തുള്ള തൻ്റെ കുടുംബം, പക്ഷേ മകൻ സ്നേഹിക്കുന്നത് ഒരു താഴേക്കിടയുള്ള കുട്ടിയെയും. നാളെ അതും എല്ലാവരും അറിഞ്ഞാൽ പിന്നെ അതോടെ തൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ് ഇല്ലാതെയാവുമെന്ന് മനസ്സിലായതുകൊണ്ട് ഈ ബന്ധം തടയാൻ ഞാൻ തീരുമാനിച്ചു. അവനെ ഞാൻ ഒരുവിധം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ അവളവനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചുനാൾ അങ്ങനെ പോയി. എല്ലാം അവസാനിക്കുമെന്ന് കരുതി. പക്ഷെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവളെ ഫോണിൽ വിളിച്ചു. ഇതിൽ നിന്നും പിന്മാറണം, അല്ലെങ്കിൽ കുടുംബത്തോടെ ആ നാട്ടിൽ നിന്നും ഓടിക്കുമെന്ന് പറഞ്ഞു. അക്ബർ എല്ലാം കേട്ടുകഴിഞ്ഞു. എന്നിട്ടിപ്പോൾ അന്തസ്സ് പഴയ പോലെ ആയോ? കൃഷ്ണദാസിന്റെ അച്ഛനോട് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാൻ കൂട്ടാക്കിയില്ല. തൽക്കാലം താൻ പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും, അന്നും ഇതേപോലെ വരണം കേട്ടല്ലോ, അക്ബർ പറഞ്ഞു. എന്ന് മൂളിക്കൊണ്ട് കൃഷ്ണദാസിന്റെ അച്ഛൻ അവിടെ നിന്നും പോയി. അയാൾ പോയ ശേഷം കോൺസ്റ്റബിൾ ആ മുറിയിലേക്ക് കടന്നു വന്നു.
സാർ എന്തായി? കോൺസ്റ്റബിൾ ചോദിച്ചു. എന്താവാൻ, ഒന്നും ആയില്ലടോ. ഈ സമയം സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. അക്ബർ ആ കോൾ അറ്റൻഡ് ചെയ്തു. സാർ, ഇവിടെ ഈ പുഴക്കരയിൽ ഒരു ബോഡി കണ്ടു. അക്ബർ ഫോൺ കട്ടാക്കി കോൺസ്റ്റബിളുമായി നേരെ അവിടേക്ക് പോയി. അഴുകി ജീർണിച്ച അവസ്ഥയിലായിരുന്നു ബോഡി കിടന്നത്. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഒരു ചെറുപ്പക്കാരനാണെന്ന് അക്ബറിന് മനസ്സിലായി. ഇതിനി ആ ശ്രീരാമിൻ്റെ ബോഡി ആയിരിക്കുമോ? അക്ബർ മനസ്സിൽ പറഞ്ഞു. അക്ബർ കോൺസ്റ്റബിളിനെ വിളിച്ചു. ഡോ, ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യണം ഇന്ന് തന്നെ. ഒരു കാര്യം ചെയ്യേ, ഫോറൻസിക് സെൻറ്ററിലുള്ള രഘുറാമിനെ ഞാൻ വിളിച്ചു പറയാം, അക്ബർ പറഞ്ഞു. അക്ബർ പറഞ്ഞത് കേട്ട് അവർ ബോഡി ഫോറൻസിക് സെൻറ്ററിൽ എത്തിച്ചു. അരമണിക്കൂറോളം രഘുറാം ആ ബോഡി പരിശോധിച്ചു. ശേഷം അക്ബറിനെ വിളിച്ചു. പറ രഘുറാം, എന്തായി? ഇതൊരു ചെറുപ്പക്കാരൻ്റെ ബോഡി തന്നെയാണ്. ഏകദേശം ഒരു 25 വയസ്സ് വരും, രഘുറാം പറഞ്ഞു. രഘുറാം പറഞ്ഞത് കേട്ട് അക്ബറിൻ്റെ മനസ്സിൽ വീണ്ടും അത് ശ്രീരാമിൻ്റെ ബോഡിയാണോ എന്ന് തോന്നലുണ്ടായി. അക്ബർ പറഞ്ഞു, രഘുറാം, എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്നൊരു മിസ്സിംഗ് കേസുണ്ട്. അയാൾ തന്നെയാണോ ഇതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് കേട്ട രഘുറാം പറഞ്ഞു, അക്ബർ, അങ്ങനെയാണെങ്കിൽ താൻ ആ ആളുടെ എന്തെങ്കിലും ഒരു DNA ടെസ്റ്റ് നടത്താൻ പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും കൊണ്ടുപോവാ. രഘുറാം പറഞ്ഞ കാര്യം ശരിയാണെന്ന് മനസ്സിലായ അക്ബർ കോള് കട്ടാക്കി നേരെ ശ്രീശയുടെ അമ്മ കിടക്കുന്ന ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിലെത്തിയ ശേഷം അക്ബർ അകത്ത് കയറാതെ തന്നെ ഫോണെടുത്ത് ശ്രീശയെ വിളിച്ചു. താനിപ്പോൾ ആശുപത്രിയിൽ തന്നെ ഇല്ലേ? അക്ബർ ചോദിച്ചു. യെസ്, ഞാൻ അങ്ങോട്ട് വരാൻ ഇരിക്കുമായിരുന്നു. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, എടോ, താൻ പെട്ടെന്ന് പുറത്തിറങ്ങി വാ. ഞാനിവിടെ പുറത്തുണ്ട്. എനിക്ക് തൻ്റെ ചേട്ടൻ്റെ റൂമൊന്ന് കാണണം. അതെന്താ? ശ്രീശ ചോദിച്ചു. അതൊക്കെയുണ്ട്, ആദ്യം പുറത്തു വാ. ശരി. അവൾ പുറത്തു വന്ന് അക്ബറിനെ കണ്ടു. പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അക്ബർ നേരെ അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. ചെന്നപാട് തന്നെ അക്ബർ അവളുടെ ചേട്ടൻ്റെ റൂമിൽ കയറി. എന്നിട്ട് ശ്രീശ കാണാതെ തന്നെ അവിടെ ശ്രീരാം ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു ചീപ്പ് സംഘടിപ്പിച്ച് അത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പുറത്തിറങ്ങി. എന്താ കാര്യം? ശ്രീശ ചോദിച്ചു. അക്ബർ ഒന്നും മിണ്ടാതെ അവളെ വിളിച്ച് അവിടെ നിന്നും പോയി. അക്ബർ അവളോട് പറഞ്ഞു, താൻ തൽക്കാലം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം. ഞാനൊരിടം വരെ പോയിട്ട് പെട്ടെന്ന് വരാം. ഒന്നും മനസ്സിലാവാതെ ശ്രീശ ശരിയെന്ന് പറഞ്ഞു. അക്ബർ ശ്രീശയെ സ്റ്റേഷനിൽ ഇറക്കിയ ശേഷം നേരെ രഘുറാമിൻ്റെ അടുത്തേക്ക് പോയി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചീപ്പിൽ നിന്നും ഒരു മുടിയെടുത്ത് DNA ടെസ്റ്റ് നടത്തി. അക്ബർ, ഡോൺ വറി, ഈ DNA സാമ്പിൾ ആ ബോഡിയുമായി മാച്ചിങ് അല്ല. സോ ഇത് വേറെ ആരുടേതാണ്, രഘുറാം പറഞ്ഞു. അക്ബർ ഒരു ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട്, താങ്ക്സ് രഘുറാം. ഇതെന്താടോ താങ്ക്സ്? തനിക്കിത് പതിവുള്ളതല്ലല്ലോ, രഘുറാം പറഞ്ഞു. അക്ബർ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ തിരികെ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലെത്തിയ അക്ബർ നോക്കിയപ്പോൾ ശ്രീശയും ജെയ്സണും ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. അക്ബർ അവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അക്ബർ ചോദിച്ചു. ജെയ്സൺ പറഞ്ഞു, ഇല്ലടാ, നീ ഈ കുട്ടിയെ ഇവിടെ ആക്കിയിട്ട് പോയത് കണ്ടപ്പോൾ എവിടെ പോയതാ എന്ന് ചോദിച്ചതാ. അതൊന്നുമില്ലടാ, കേസ് വിഷയം, അക്ബർ പറഞ്ഞു. അക്ബർ ശ്രീശയെ നോക്കി. അക്ബർ പറഞ്ഞു, എടോ, എന്തായി താൻ പറഞ്ഞ കാര്യം? ശ്രീശ പറഞ്ഞു, ഞാൻ അച്ഛനോട് ചോദിച്ചു. അച്ഛനും പറഞ്ഞത് ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ്, അതിൽ നിന്നും ആരെയാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നിട്ട് അക്ബർ ചോദിച്ചു. ശ്രീശ പറഞ്ഞു, പിന്നെ കുറേ പ്രാവശ്യം ചോദിച്ചപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞു. എന്താ അത്? അക്ബർ ചോദിച്ചു. ഇത് കേട്ട് ശ്രീശ പറഞ്ഞു, ചേട്ടനെ കാണാതായിട്ട് പലരും കാര്യം തിരക്കി വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരാൾ അന്വേഷിച്ചു വന്നിട്ടില്ല എന്നാണ്. ആരാ അത്? എവിടെയുള്ളതാ? ഫോട്ടോ വല്ലതുമുണ്ടോ? അക്ബർ ചോദിച്ചു. അച്ഛൻ്റെ ഫോണിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയുണ്ട്. പേര് സിബിൻ, ശ്രീശ പറഞ്ഞു. ഇയാളുടെ സ്ഥലം അറിയാമോ? അക്ബർ ചോദിച്ചു. സ്ഥലം അറിയില്ല, പക്ഷേ ഇയാളുടെ ഫോൺ നമ്പർ കയ്യിലുണ്ട്, ശ്രീശ പറഞ്ഞു. അവൾ ഫോൺ നമ്പർ അക്ബറിന് കൊടുത്തു. അക്ബർ അപ്പോൾ തന്നെ ആ നമ്പറിൽ കോൾ ചെയ്തു. സിബിൻ ഫോൺ അറ്റൻഡ് ചെയ്തു. സിബിനല്ലേ? അക്ബർ ചോദിച്ചു. അതെ, ആരാണ്? സിബിൻ തിരികെ മറുപടി കൊടുത്തു. അക്ബർ താൻ ആരാണെന്നുള്ള കാര്യം സിബിനോട് പറഞ്ഞു. എന്താ സാർ എന്നായിരുന്നു സിബിൻ്റെ മറുപടി. സിബിൻ ഇപ്പോൾ എവിടെയുണ്ട്? സിബിൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ് സാർ. അവിടെ എന്താ? അക്ബർ ചോദിച്ചു. സാർ, എനിക്കിവിടെ ഒരു കമ്പനിയിൽ ജോലിയാണ്. എന്താ സാർ വിളിച്ചത്? സിബിൻ ചോദിച്ചു. ഒരു ശ്രീരാമിനെ അറിയുമോ? അക്ബർ ചോദിച്ചു. അറിയും സാർ. അല്ല, ശ്രീരാം മിസ്സിംഗ് ആയിട്ട് 4 മാസമായി. പക്ഷേ സിബിൻ ഇതുവരെ ശ്രീരാമിനെ ഒന്ന് അന്വേഷിച്ച് വരിക പോലും ഉണ്ടായില്ല. അതുകൊണ്ട് ചോദിക്കുക. ഇപ്പോൾ ശ്രീരാം മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന ഞാനാ, അക്ബർ പറഞ്ഞു. സാർ, ശ്രീരാം മിസ്സിംഗ് ആവുന്നതിന് 2 ദിവസം മുന്നേ ഞാനിവിടെ ജോയിൻ ചെയ്തതാണ്. വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് എനിക്ക് ഈ ജോലി ഉപേക്ഷിച്ച് വരാനും കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് സാർ, സിബിൻ മറുപടി പറഞ്ഞു. പിന്നീട് ആ സംഭാഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ എന്തൊക്കെയോ വിവരം കിട്ടിയപ്പോൾ അക്ബർ കോള് കട്ടാക്കി. ഫോൺ കട്ടായ ശേഷം ആകെ മൂഡ് ഓഫായ പോലെ ശ്രീശയ്ക്കും ജെയ്സണും തോന്നി. അവർ കാര്യം തിരക്കി. പക്ഷെ അക്ബർ ഒന്നും മിണ്ടാതെ നിന്നു. എന്താണോ, എന്തു പറ്റി? ജെയ്സൺ ചോദിച്ചു. ഇത് കേട്ട അക്ബർ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആ ഫോട്ടോയിൽ മുഖം വികൃതമായി ഇരിക്കുന്നവൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് എൻ്റെ സംശയം. ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും? ശ്രീശ ചോദിച്ചു. അക്ബർ പറഞ്ഞു, ഇല്ല, പക്ഷെ തൻ്റെ ചേട്ടൻ സ്ഥിരമായി ഒരാളെ കാണാൻ പോകുമായിരുന്നു. ഈ സിബിൻ പലവട്ടം അയാളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. എപ്പോൾ തൻ്റെ ചേട്ടനോട് ചോദിച്ചാലും അയാളെക്കുറിച്ച് 100 നാവായിരുന്നു. ആരാണത്? ജെയ്സൺ ചോദിച്ചു. അറിയില്ല, അവൻ്റെ പേര് സിബിൻ അറിയില്ല. മുഖം കണ്ടാ അറിയാം, അത്രയേ ഉള്ളൂ, അക്ബർ പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ടൊരു സ്കെച്ച് പിക്ചർ വരപ്പിച്ചൂടെ? ജെയ്സൺ ചോദിച്ചു. അതെ, അങ്ങനെ ട്രൈ ചെയ്തൂടെ? ശ്രീശയും ചോദിച്ചു. അക്ബർ രണ്ടുപേരോടും ദേഷ്യത്തോടെ, അതിനവൻ ബാംഗ്ലൂരിലാണ്, അവനവിടെ ഇല്ല. ഒന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം, അങ്ങനെ ഞാൻ പോയാൽ ഈ കേസ് വേറെ ആരെങ്കിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരണം, അങ്ങനെ വന്ന് അവൻ്റെ ജോലി പോകും. അക്ബർ പറഞ്ഞത് കേട്ട് അവനും ആശയക്കുഴപ്പത്തിലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ജെയ്സൺ ചോദിച്ചു. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, അവൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കും. ശ്രീറാം അവനെ കാണുന്നതൊക്കെ അവൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പം കഴിഞ്ഞ് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അവൻ വിളിക്കും വരെ നീ വെയിറ്റ് ചെയ്യേ, ജെയ്സൺ പറഞ്ഞു. അക്ബർ പറഞ്ഞു, എന്തായാലും നിങ്ങൾ രണ്ടിനെയും ഞാൻ തിരിച്ചു കൊണ്ടാക്കാം. കാരണം ഡീറ്റെയിൽസൊക്കെ കിട്ടി അവിടെ പോയി അന്വേഷിച്ചു വരുമ്പോൾ ലേറ്റ് ആവും ചിലപ്പോൾ. അതുകൊണ്ട് അക്ബർ ശ്രീശയെ ആശുപത്രിയിലേക്കും ജെയ്സനെ വീട്ടിലേക്കുമാക്കി. എന്നിട്ട് അക്ബർ കോള് കാത്ത് സ്റ്റേഷനിലിരുന്നു. വൈകുന്നേരമായി. സിബിൻ അക്ബറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അക്ബറിന് സിബിൻ ശ്രീറാമിൻ്റെ കൂടെ കണ്ട ആളിൻ്റെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അക്ബർ ജീപ്പെടുത്ത് അവിടേക്ക് യാത്രയായി. സ്റ്റേഷനിൽ നിന്നും ഒരുപാട് ദൂരമുണ്ടായിരുന്നില്ല അവിടേക്ക്. അങ്ങനെ അക്ബർ അവിടെ എത്തിപ്പെട്ടു. സിബിൻ പറഞ്ഞ അടയാളം വെച്ച് അക്ബർ ആ വീട് കണ്ടുപിടിച്ചു. വീട് പൂട്ടിയിരിക്കുകയാണ്. അക്ബർ പൂട്ട് പൊളിക്കാൻ ശ്രമം നടത്തി. ഒടുവിൽ ലക്ഷ്യം കണ്ടു. പൂട്ട് തുറന്നു. അക്ബർ അകത്തേക്ക് കയറി. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തായിരുന്നു ആ വീട്. ആയതിനാൽ ആ ചുറ്റളവിൽ മറ്റു വീടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അക്ബർ വീടിനകത്ത് മുഴുവനും പരിശോധന നടത്തി. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ആളുകളുടെ കുറച്ച് മുഷിഞ്ഞ നാറിയ വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും അക്ബറിന് അവിടെ നിന്ന് കണ്ടെത്താനായില്ല. എല്ലാം വെറുതെ ആയല്ലോ എന്ന മനോഭാവത്തോടെ അക്ബർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തുടങ്ങിയതും മുറിയിലെ കട്ടിലിൻ്റെ അടിയിൽ ഒരു പെട്ടി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അക്ബർ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്നു. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പെട്ടി വലിച്ചെടുത്തു. കട്ടിലിൻ്റെ മുകളിലെടുത്ത് വെച്ച് അക്ബർ ആ പെട്ടി തുറന്നു നോക്കി. മുഴുവൻ വസ്ത്രങ്ങളായിരുന്നു. അതിൽ ദേഷ്യം വന്ന അക്ബർ ആ പെട്ടി വലിച്ചെറിഞ്ഞു. അന്നേരം ആ പെട്ടിയിൽ നിന്നും എന്തോ പുറത്തു വീണത് അക്ബർ കണ്ടു. അക്ബർ അത് എടുത്തു നോക്കി. ഒരു ഫോട്ടോയായിരുന്നു അത്. അക്ബർ ഫോട്ടോ നോക്കി ഞെട്ടിപ്പോയി. തൻ്റെ കൈവശമുള്ള തൻ്റെ ഉമ്മ, ബാപ്പ, ആരിഫ്, താനും ഉൾപ്പെടെയുള്ള ഫാമിലി ഫോട്ടോ. എന്താ സംഭവിക്കുന്നത്? അക്ബറിന് മനസ്സിലായില്ല. അക്ബർ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ആ സമയം അക്ബറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അക്ബർ പേര് നോക്കി. ശ്രീശയായിരുന്നു അത്. അക്ബർ കോൾ അറ്റൻഡ് ചെയ്തു. എന്തായി, അവിടെ പോയോ? ശ്രീശ ചോദിച്ചു. അക്ബർ ഒന്ന് മൂളി. ആളെ മനസ്സിലായോ? അക്ബർ വീണ്ടും മൂളി. ആരാ അത്? ശ്രീശ ചോദിച്ചു. അതിന് അക്ബർ മറുപടി പറഞ്ഞു, ഇറ്റ്സ് മൈ ബ്രദർ ആരിഫ്. ശ്രീശയോട് താൻ തേടുന്നയാൾ തൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ ശേഷം അക്ബറിൻ്റെ മനസ്സ് മരവിച്ചതുപോലെയായി. അക്ബർ അവിടെ നിന്നും ജീപ്പെടുത്ത് തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ അക്ബർ വാതിലകത്ത് നിന്നും അടച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി വാതിൽ മുട്ടി ജെയ്സൺ. വാതിൽ തുറന്നു കൊടുത്ത് ഒന്നും തന്നെ മിണ്ടാതെ അക്ബർ അകത്തേക്ക് കയറി. ജെയ്സൺ ചോദിച്ചു, നീ എന്താ ഇത്ര താമസിച്ചു പോയ? കാര്യമെന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? അക്ബർ തിരിച്ചൊരു മറുപടി കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഇവനെന്ത് പറ്റിയെന്ന് ആലോചിച്ച് ജെയ്സൺ വാതിൽ അടച്ചു കുറ്റിയിട്ടു. അക്ബറിൻ്റെ മുറിയിലേക്ക് ജെയ്സൺ കടന്നു ചെന്നു. അക്ബർ തൻ്റെ തലയിൽ വെച്ചിരുന്ന തൊപ്പി തറയിലേക്ക് വലിച്ചെറിയുന്നതാണ് ജെയ്സണ് കാണാൻ സാധിച്ചത്. അക്ബർ പറഞ്ഞു, ഇവിടെ കുടിക്കാനൊന്നുമില്ലേ? ജെയ്സൺ അകത്തുപോയി കുപ്പി എടുത്തുകൊണ്ട് വന്നു അക്ബറിൻ്റെ മുന്നിൽ വെച്ചു. അക്ബർ അത് തുറന്നെടുത്ത് കുടിച്ചു. പതിവില്ലാത്ത രീതിയിൽ അക്ബർ കുടിക്കുന്നത് ജെയ്സന് കാണാൻ സാധിച്ചു. ജെയ്സൺ ചോദിച്ചു, എടാ നിനക്ക് എന്തായി പറ്റിയത്? അക്ബർ പറഞ്ഞു, ഒന്നുമില്ല. അക്ബർ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ ഫാമിലി ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്ന ഭിത്തിയിൽ കുറേ നേരം നോക്കി നിന്നു. അക്ബറിൻ്റെ മൂഡ് ഓഫാണെന്ന് മനസ്സിലാക്കിയ ജെയ്സൺ അവൻ്റെ മുറിയിൽ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെയായി. ജെയ്സൺ ഉറക്കം എഴുന്നേറ്റ സമയം നോക്കി. 8 മണി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ രാവിലെ ഈ സമയമാകുമ്പോൾ അക്ബർ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവുന്നതാണല്ലോ. ഇന്നിതെന്താ ഇവനെ കാണാത്തതെന്ന് ആലോചിച്ച് ജെയ്സൺ അക്ബറിൻ്റെ മുറിയിൽ പോയി. ഇന്നലെ രാത്രി അക്ബർ എങ്ങനെ ഭിത്തിയിൽ നോക്കിയിരുന്നോ അതുപോലെ തന്നെ ഇരിക്കുന്നു. റൂമിൻ്റെ ലൈറ്റ് പോലും ഓഫാക്കിയിട്ടില്ല. ജെയ്സൺ ചോദിച്ചു, എടാ സമയമായി, ജീപ്പ് പോരും, നീ റെഡിയാവുന്നില്ലേ? ഇത് കേട്ട് അക്ബർ പറഞ്ഞു, എനിക്ക് നല്ല സുഖമില്ല. കോൺസ്റ്റബിൾ വരുമ്പോൾ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. അതെന്ത് പറ്റി? എന്താണ് പ്രശ്നം? എന്നോട് പറ, ജെയ്സൺ ചോദിച്ചു. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, നീ പറഞ്ഞത് ചെയ്താൽ മതി, വേറൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അക്ബർ പറഞ്ഞതുപോലെ കോൺസ്റ്റബിൾ വന്നപ്പോൾ ജെയ്സൺ അവരോട് പറഞ്ഞു, ഞാൻ പുറത്തു പോയിട്ട് വരാം, നീ ഇവിടെ തന്നെ കാണുമല്ലോ? ജെയ്സൺ അക്ബറിനോട് ചോദിച്ചു. മൂളുക മാത്രമാണ് അക്ബർ ചെയ്തത്. ജെയ്സൺ പുറത്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അക്ബറിൻ്റെ ഫോൺ റിങ് ചെയ്തു. ശ്രീശയുടെ കോളായിരുന്നു അത്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ അക്ബർ താല്പര്യം പ്രകടിപ്പിച്ചില്ല. താനൊരു മോശപ്പെട്ടവനാണെങ്കിൽ തൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പ് ഈ നാട് മുഴുവനും അന്വേഷിച്ചു നടക്കുന്ന ഒരു കൊലയാളിയാണല്ലോ എന്ന ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ. കുറച്ചു സമയം കഴിഞ്ഞ് SP അക്ബറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഇത്തവണ അക്ബർ കോൾ അറ്റൻഡ് ചെയ്തു. എന്തായി അക്ബർ കാര്യങ്ങൾ? SP ചോദിച്ചു. അക്ബർ പറഞ്ഞു, സാർ എനിക്ക് സാറിനെ അർജൻറ്റായിട്ട് കാണണം. SP പറഞ്ഞു, ഓക്കെ ദെൻ കം ടു മൈ ഓഫീസ്. ഇത് കേട്ട് അക്ബർ പറഞ്ഞു, സാർ ഓഫീസിൽ വെച്ച് വേണ്ട, എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് ഒരു കാര്യം. ഓക്കെ, എന്നാൽ 1 മണിക്ക് ഓഫീസിന് പുറത്തുള്ള കോഫി ഹൗസിൽ വാ, SP പറഞ്ഞു. ഓക്കെ സാർ. അക്ബർ കുറച്ചു നേരം കൂടി റൂമിലിരുന്ന ശേഷം നിസ്മയെ കാണാനായി പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു.
ഈ സമയം നേരത്തെ പുറത്തുപോയ ജെയ്സൺ തിരികെ വീട്ടിലേക്ക് വന്നു. തിരികെ വീടിനകത്തേക്ക് പ്രവേശിച്ച് ജെയ്സൺ കണ്ടത് എവിടേക്കോ പോകാൻ റെഡിയാവുന്ന അക്ബറിനെയാണ്. നീ എങ്ങോട്ടാ പോകുന്നത്? ജെയ്സൺ ചോദിച്ചു. SP സാറുമായി ഒരു മീറ്റിംഗ് ഉണ്ട്, അദ്ദേഹം എന്നെ കാത്ത് അവിടെ ഇരിക്കുകയാണ്, അക്ബർ പറഞ്ഞു. ഞാനും വരണോ? ജെയ്സൺ ചോദിച്ചു. വേണ്ട, നീ ഇവിടെ നിന്നോ, സ്റ്റേഷനിൽ നിന്നും ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നീ പെട്ടെന്ന് വരുമോ? ജെയ്സൺ ചോദിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് വേറെ എവിടെയും പോകുന്നില്ല, അക്ബർ മറുപടി കൊടുത്തു. ജെയ്സണോട് യാത്ര പറഞ്ഞ അക്ബർ അവിടെ നിന്ന് നേരെ കോഫി ഹൗസിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ അക്ബറിനെ കാത്ത് SP അവിടെ ഉണ്ടായിരുന്നു. എന്താ അക്ബർ, എന്ത് പറ്റി? SP ചോദിച്ചു. സാർ, എൻ്റെ കയ്യിൽ നിന്ന് ഈ കേസ് തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിച്ചാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുകയാണ് എനിക്ക്, അക്ബർ പറഞ്ഞു. വാട്ട്? താൻ എന്തൊക്കെയായി പറയുന്നത്? SP ചോദിച്ചു. യെസ് സാർ, കൊല്ലൂരിലെ ഈ കൊലപാതക പരമ്പര ചെയ്തു കൂട്ടുന്ന ആളെ ഞാൻ തിരിച്ചറിഞ്ഞു. ആശ്ചര്യത്തോടെ SP ചോദിച്ചു. ആരാ അത്? ഇറ്റ്സ് മൈ ബ്രദർ സാർ, അക്ബർ പറഞ്ഞു. നടുക്കത്തോടെ SP ചോദിച്ചു. ആർ യു ഷുവർ? അക്ബർ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. അല്പനേരം ഇരുവരും മൗനം പാലിച്ചിരുന്നു. പിന്നെ മെല്ലെ SP പറഞ്ഞു തുടങ്ങി. സി അക്ബർ, കാര്യം തൻ്റെ ബ്രദറായിരിക്കാം, പക്ഷേ യൂണിഫോം അണിഞ്ഞ എന്നെയും തന്നെയും സംബന്ധിച്ച് അയാൾ ഒരു കുറ്റവാളിയാണ്. സോ ഡ്യൂട്ടി ചെയ്യുന്ന ഓഫീസർ എന്ന നിലയിൽ ഇറ്റ്സ് യുവർ ജോബ് ടു അറസ്റ്റ് ഹിം. ഐ നോ സാർ, ബട്ട് എന്നെ എന്തോ ഒന്ന് തടയുന്നു, അക്ബർ പറഞ്ഞു. സ്റ്റോപ്പ് ദിസ് അക്ബർ, എത്രയും പെട്ടെന്ന് അയാളെ ഐഡന്റിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം നോക്കുതാൻ. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുവെങ്കിൽ അത് ആരിഫിനെ അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും. അക്ബറിനോട് ഇത്രയും പറഞ്ഞുകൊണ്ട് SP അവിടെ നിന്നും പോയി. കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്ന ശേഷം അക്ബർ തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്ന് അക്ബർ നോക്കുമ്പോൾ ശ്രീഷ അവിടെ ഉണ്ടായിരുന്നു. താനെന്താ ഇവിടെ? അക്ബർ ചോദിച്ചു. സ്റ്റേഷനിൽ പോയിരുന്നു, അപ്പോഴേ ഇന്ന് ലീവാണെന്നറിഞ്ഞ് അതാ ഇങ്ങോട്ട് വന്ന്, ശ്രീഷ പറഞ്ഞു. ഇത് കേട്ട ജെയ്സൺ പറഞ്ഞു. ആ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എനിക്ക് കഴിഞ്ഞില്ലടാ, ഞാൻ ആ ഷോക്ക്, അതിൽ നിന്നും ഇതുവരെ മുക്തനായിട്ടില്ല. എനിക്കറിയില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, അക്ബർ സങ്കടത്തോടെ പറഞ്ഞു. ജെയ്സൺ അക്ബറിനെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്സൺ കിച്ചണിലേക്ക് പോയി. ശ്രീഷ പറഞ്ഞു. അന്വേഷിച്ചു നടക്കുന്ന ആൾ സ്വന്തം ബ്രദറാണെന്നറിഞ്ഞപ്പോൾ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ? അക്ബർ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇത് കേട്ട ശ്രീഷ പറഞ്ഞു. രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതുവരെ ഒന്നുമല്ലായിരുന്ന ഈ കേസ് കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളുടെ വാശി ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ എല്ലാവരും നിങ്ങളെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവഗണിച്ചതാണെന്ന്. ആ ആളുകൾ പോലും ഇപ്പോൾ നിങ്ങൾ ഈ കേസ് കണ്ടുപിടിച്ച് കുറ്റവാളിയെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം ഇവിടെ നിങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുത്താൽ എല്ലാവരും നിങ്ങളെ ഓർത്ത് ആശ്ചര്യപ്പെടും. അക്ബർ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. ഇത് കണ്ട ശ്രീഷ പറഞ്ഞു. എനിക്കറിയാം നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നം. എനിക്കിതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ എവിടെയാണെന്ന് പോലും എനിക്കറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ഇത് അന്വേഷിച്ചാൽ മാത്രമേ പറ്റൂ. നിങ്ങളുടെ സഹോദരൻ കുറ്റക്കാരനായതിൽ വിഷമമുണ്ട്, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ആളുകളെയാണ് ഇത്രയും ക്രൂരമായി കൊന്നുകളഞ്ഞ്. ഇന്ന് നിങ്ങൾ കണ്ണടച്ചാൽ നാളെ ഇതുപോലെ വീണ്ടും ഉണ്ടാവും. അപ്പോൾ എന്തു ചെയ്യും? ഇത് കേട്ട അക്ബറിന് ദേഷ്യം വന്നു. മതി, നിർത്ത്. തൻ്റെ ചേട്ടൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് തരാമെന്ന് ഞാൻ വാക്ക് തന്നതല്ലേ, അപ്പോൾ അത് നടന്നിരിക്കും. ഇത് കേട്ട ശ്രീഷ പറഞ്ഞു. മുൻപുള്ള അക്ബറായിരുന്നുവെങ്കിൽ ഇത് ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, ബട്ട് ഈ അക്ബറിന് എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ധൈര്യമായി വന്നത്. ജെയ്സൺ ചായയുമായി വന്ന് അവരത് കുടിച്ചു. ശ്രീഷ പറഞ്ഞു. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇല്ല, ചോദിച്ചോളൂ, അക്ബർ പറഞ്ഞു. ശ്രീഷ ചോദിച്ചു. അല്ല, ഒറ്റയ്ക്കാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഈ ജെയ്സൺ ആരാ? അക്ബർ ജെയ്സണിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട്. ഇവൻ എനിക്ക് എൻ്റെ മറ്റൊരു സഹോദരനെ പോലെ. അല്ല, സഹോദരൻ തന്നെ. ഒരിക്കൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് സ്പോട്ടിൽ വെച്ചാ ഞാൻ ഇവനെ കാണുന്നത്. ഏതോ വണ്ടി ഇടിച്ച ശേഷം നിർത്താതെ പോയി നിൽക്കുമ്പോൾ ഇവൻ ചോരയിൽ കുളിച്ച് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇവനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ചോദിച്ചപ്പോൾ ആരുമില്ല എന്ന് അവൻ പറഞ്ഞു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇവനെ എൻ്റെ കൂടെ കൂട്ടി ഞാൻ, അക്ബർ ശ്രീഷയോട് പറഞ്ഞു. അക്ബർ ഇത് പറയുമ്പോൾ ജെയ്സന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ചായ കുടിച്ച ശേഷം ശ്രീഷ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങി. റോബ് ചെയ്യണോ? അക്ബർ ചോദിച്ചു. വേണ്ട, ഇറ്റ്സ് ഓക്കെ, ശ്രീഷ പറഞ്ഞു. അങ്ങനെ ശ്രീഷ അവിടെ നിന്നും പോയ ശേഷം എന്താടാ അവളോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? ജെയ്സൺ ചോദിച്ചു. ഒന്നുമില്ലടാ, അക്ബർ മറുപടി കൊടുത്തു. ഇത് കേട്ട ജെയ്സൺ പറഞ്ഞു. നീ പറഞ്ഞൊഴിയണ്ട, നിന്നെ ഞാൻ കുറേ നാളായിട്ട് കാണുന്നതല്ലേ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് അവളോട് തുറന്നു പറയടാ. ഇത് കേട്ട അക്ബർ പറഞ്ഞു. നീ പോടാ, അവൾ അങ്ങനെയൊന്നുമുള്ള പെണ്ണല്ല. ഇപ്പോൾ തന്നെ ചേട്ടൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് അവൾ ഇവിടെ വന്നതുപോലും. അല്പനേരം കഴിഞ്ഞ് അക്ബർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സുദർശനെ കോൾ ചെയ്തു. ഹലോ ഡോക്ടർ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണാനാ, അക്ബർ പറഞ്ഞു. അതിനെന്താ, കം ടു മൈ ഹോസ്പിറ്റൽ, സുദർശൻ പറഞ്ഞു. അക്ബർ ഡോക്ടറെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ജെയ്സനോട് കാര്യം പറഞ്ഞിട്ട് അക്ബർ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് പോയി. ഹായ് അക്ബർ, എന്തായി കേസ് കാര്യം? സുദർശൻ ചോദിച്ചു. ഡോക്ടർ, ഞാനത് ചോദിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഡോക്ടർ പറഞ്ഞില്ലേ ആശുപത്രി ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന്, അക്ബർ ചോദിച്ചു. യെസ്, ഡോക്ടർ പറഞ്ഞു. എൻ്റെ അന്വേഷണം പോയി നിൽക്കുന്ന ഒരാളിലാണ്, ബട്ട് അയാളുടെ പ്രൊഫഷൻ എന്താ എന്ന് എനിക്കറിയില്ല. ഇത് കേട്ട സുദർശൻ പറഞ്ഞു. സി അക്ബർ,
ആശുപത്രി ഫീൽഡുമായി ബന്ധം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് കൂടി ആവാം. ഡോക്ടർ പറഞ്ഞ ആ കാര്യം അതിൽ നിന്നും എന്തോ ഒന്ന് അക്ബറിന് കണക്ട് കിട്ടി. അക്ബർ ചോദിച്ചു, ഡോക്ടർ ഒരു ഡൗട്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടി ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് കേട്ട സുദർശൻ ചോദിച്ചു, എനിക്ക് അക്ബർ പറഞ്ഞത് മനസ്സിലായില്ല. അക്ബർ പറയാൻ തുടങ്ങി, ഡോക്ടർ, അതായത് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് മുഖേന എല്ലാം മനസ്സിലാക്കിയ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇത് കേട്ട സുദർശൻ പറഞ്ഞു, ഷുവർ, ബിക്കോസ് സ്റ്റുഡൻസ് പോലും അധ്യാപകൻ പറയുന്നത് കേട്ടല്ലേ എല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തൻ്റെ ഡൗട്ട് കറക്റ്റാണ്. ഓക്കെ ഡോക്ടർ, അക്ബർ പറഞ്ഞു. എന്താ അക്ബർ? സുദർശൻ ചോദിച്ചു. അക്ബർ പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഡോക്ടർ, എനിക്കൊരാളെ സംശയമുണ്ടെന്ന്. ബട്ട് അയാളുടെ പ്രൊഫഷൻ എനിക്കറിയില്ല. പക്ഷെ അയാൾക്കൊരു സുഹൃത്തുണ്ട്. ഹി ഈസ് എ മെഡിക്കൽ സ്റ്റുഡൻറ് നെയിം ശ്രീരാം. അങ്ങനെയെങ്കിൽ ശ്രീരാമിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ അറിയാൻ കഴിയില്ലേ? സുദർശൻ ചോദിച്ചു. നോ ഡോക്ടർ, ശ്രീരാം കഴിഞ്ഞ 4 മാസമായി മിസ്സിംഗ് ആണ്, അക്ബർ പറഞ്ഞു. ഓ. അക്ബർ ഡോക്ടറോട് തൻ്റെ സംശയം മുഴുവനും ക്ലിയറാക്കി അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന അക്ബർ ഡയറക്റ്റ് ശ്രീഷയെ കോൾ ചെയ്തു. ഞാൻ ഡോക്ടറെ കാണാൻ പോയിരുന്നു, അക്ബർ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞേ? ശ്രീഷ ചോദിച്ചു. അക്ബർ കാര്യമെല്ലാം ശ്രീഷയോടുകൂടി പങ്കുവച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞ് ശ്രീഷ, എൻ്റെ ചേട്ടനാവുമല്ലേ അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചു. അക്ബർ പറഞ്ഞു, ഐ തിങ്ക് സോ. ശ്രീഷ പറഞ്ഞു, ആളെ കണ്ടുകിട്ടാൻ എന്ത് ചെയ്യുമിനി? കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചല്ലേ പറ്റൂ, അക്ബർ പറഞ്ഞു. ഇത് കേട്ട ശ്രീഷ പറഞ്ഞു, ഓക്കെ. അല്ല, അന്ന് പറഞ്ഞ പോലെ സിബിൻ അയാളെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരാതെ അയാളെ കൊണ്ട് ഒരു പിക്ക് വരപ്പിച്ച് കിട്ടിയാലും പോരെ? ബാംഗ്ലൂരിലുള്ള ഒരു ചിത്രകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ വരച്ചു തരില്ലേ? യെസ്, ഞാനത് വിട്ടുപോയി, സോറി, ഞാൻ നാളെ തന്നെ അവനെ വിളിക്കാം, അക്ബർ പറഞ്ഞു. ശ്രീഷയോട് കാര്യം പറഞ്ഞ ശേഷം അക്ബർ കോള് കട്ടാക്കി. എന്തായിടാ? ജെയ്സൺ ചോദിച്ചു. നാളെ കൊണ്ട് എല്ലാം ഓക്കെ ആവും, അക്ബർ പറഞ്ഞു. എങ്ങനെ, അവൻ്റെ ഫോട്ടോ കിട്ടിയോ? ജെയ്സൺ ചോദിച്ചു. ഇല്ല, പക്ഷേ ഇപ്പോൾ അതിനും അവൾ ഒരു വഴി കണ്ടുപിടിച്ച് തന്നു. അവൾ കൂടെയുള്ളത് കൊണ്ട് ഒരു കോൺഫിഡൻസ് കിട്ടിയ പോലെ, അക്ബർ പറഞ്ഞു. അപ്പോൾ ശരിക്കും ക്രെഡിറ്റ് അവൾക്കല്ലേ കൊടുക്കേണ്ടത്? ജെയ്സൺ ചോദിച്ചു. അതെ, ആരിഫാണെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തളർന്നുപോയി. തോറ്റു പോകുമോ എന്ന് വരെ സംശയിച്ചു. രാവിലെ SP യെ കണ്ടിട്ട് പോലും ആ മൂഡ് മാറിയില്ല. പക്ഷെ അവൾ ഓരോന്ന് പറഞ്ഞപ്പോൾ ഫീൽ ബെറ്റർ, അക്ബർ പറഞ്ഞു. ജെയ്സൺ ചിരിച്ചുകൊണ്ട്, എനിക്കും തോന്നിയത്. നീ വാ, ഫുഡ് കഴിക്കാം, ജെയ്സൺ അക്ബറിനോട് പറഞ്ഞു. നീ കഴിച്ചോ, എനിക്ക് പുറത്തൊരു കാര്യം തിരക്കി പോകാനുണ്ട്, അക്ബർ ജെയ്സനോട് പറഞ്ഞു. സമയം രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. അക്ബർ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ വന്നപാടെ അക്ബർ കതകിൽ മുട്ടി. ജെയ്സൺ കതക് തുറന്നു കൊടുത്തു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അക്ബർ ചോദിച്ചു. ഇത് കേട്ട ജെയ്സൺ പറഞ്ഞു, അത് കൊള്ളാം, നീ വരുമെന്ന് പറഞ്ഞല്ലേ പോയേ? അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഓ സോറിടാ, SP സാറിൻ്റെ അടുത്ത് വരെ പോയിരുന്നു, അക്ബർ പറഞ്ഞു. നീ ഫോൺ എടുക്കാൻ മറന്നുവല്ലേ? ജെയ്സൺ ചോദിച്ചു. അതെ, പോയി കഴിഞ്ഞാണ് ആ കാര്യം അറിഞ്ഞ്, അക്ബർ പറഞ്ഞു. രാവിലെ എല്ലാം തിരക്കാനുള്ളതല്ലേ, നീ കിടന്നുറങ്ങിക്കോ, ജെയ്സൺ പറഞ്ഞു. ഓക്കേടാ, അക്ബർ മറുപടി കൊടുത്തു. പിറ്റേന്ന് രാവിലെയായി. അക്ബർ പതിവ് പോലെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി, ഒപ്പം ജെയ്സണോ. അക്ബർ ജീപ്പ് കാത്ത് പുറത്തു നിന്നു, കൂടെ ഫോൺ നോക്കിക്കൊണ്ട്. നീ എന്താ ഫോൺ നോക്കിയിരിക്കുന്നത്? ജെയ്സൺ ചോദിച്ചു. മറ്റേ ശ്രീഷ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു, ബട്ട് ഇതുവരെ കോള് വന്നില്ല, അക്ബർ പറഞ്ഞു. ഓ, ഇപ്പോൾ കഥ അങ്ങനെയായോ? നീ തമാശകളാ, കേസുകാരുമായിട്ട് വിളി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജീപ്പ് വന്നു. അവർ അതിൽ കയറി യാത്ര തുടങ്ങി. കോൺസ്റ്റബിൾ പറഞ്ഞു, സാർ, നമ്മൾ സ്ഥിരം പോകുന്ന വഴിയിലൂടെ സ്റ്റേഷനിൽ പോകാൻ ബുദ്ധിമുട്ടാവും ഇന്ന്. അതെന്താ? അക്ബർ ചോദിച്ചു. ഇത് കേട്ട് കോൺസ്റ്റബിൾ പറഞ്ഞു, അവിടെ റോഡ് പണി നടക്കുക, ഇങ്ങോട്ട് വരാൻ നേരം കണ്ടു. അപ്പോൾ സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല ഇന്ന്? അക്ബർ ചോദിച്ചു. അല്ല സാർ, വേറെ വഴിയുണ്ട്, പക്ഷേ റോഡ് കൊള്ളില്ല, കോൺസ്റ്റബിൾ പറഞ്ഞു. എന്തെങ്കിലും ചെയ്യൂ, സ്റ്റേഷനിലെത്തണം പെട്ടെന്ന് തന്നെ, അക്ബർ പറഞ്ഞു. അങ്ങനെ അവർ മറ്റൊരു വഴിയിലൂടെ യാത്ര തുടങ്ങി. വഴിമധ്യേ ഒരു ആൾക്കൂട്ടത്തെ അക്ബർ കണ്ടു. വണ്ടി നിർത്തൂ, അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം, അക്ബർ ചോദിച്ചു. അക്ബർ പറഞ്ഞത് കേട്ട് കോൺസ്റ്റബിൾ വണ്ടി നിർത്തി. അക്ബർ അവിടേക്ക് നടന്ന് ആൾക്കൂട്ടത്തെ മാറ്റി നോക്കിയപ്പോൾ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അക്ബർ പതിയെ അതിനെ തിരിച്ചിട്ടു. അക്ബർ ഞെട്ടിപ്പോയി. ശരിക്കും അവൻ്റെ കൈ വിറച്ചുപോയി. ആ ഡെഡ് ബോഡിയുടെ മുഖം കണ്ടിട്ട് അക്ബർ ആകെ തകർന്നുകൊണ്ട് ജീപ്പിൻ്റെ അരികിലേക്ക് പോയി നിന്നു. എന്താടാ, എന്തു പറ്റി? ജെയ്സൺ ചോദിച്ചു. അക്ബർ ഒന്നും മിണ്ടിയില്ല. അക്ബറിൻ്റെ കണ്ണുകൾ നിറയുന്നത് ജെയ്സൺ കണ്ടു. അവൻ നേരെ ഡെഡ് ബോഡി കാണാൻ ചെന്നു. അത് ശ്രീഷയായിരുന്നു. ജെയ്സൺ ഓടി അക്ബറിൻ്റെ അടുത്ത് വന്നു. അവളെങ്ങനെ? ജെയ്സന്റെ ചോദ്യം കേട്ടിട്ട് അക്ബർ മറുപടി ഒന്നും കൊടുത്തില്ല. സാർ, ബോഡി ഇവിടെ ഇങ്ങനെ കിടന്ന കോൺസ്റ്റബിൾ ചോദിച്ചു. കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ യെസ് അക്ബർ പറഞ്ഞു. കോൺസ്റ്റബിൾ ആശുപത്രിയിൽ വിവരമറിയിച്ചു. ആംബുലൻസ് അവിടേക്ക് വന്നു. ശ്രീഷയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പക്ഷേ കൊല്ലൂരിലെ കൊലയാളി ചെയ്യുന്ന പോലെയല്ല. ക്രൂരതകൾ ഒന്നും ബോഡിയിൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം ശ്വാസം മുട്ടിച്ചാണ് ശ്രീഷയെ കൊന്നത് എന്നവർ സ്ഥിരീകരിച്ചു. ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ബോഡി കണ്ട ശേഷം തൻ്റെ ഉള്ളിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ട പോലെയായിരുന്നു അക്ബറിന്. ബോഡി വീട്ടിൽ കൊണ്ടുപോകാൻ നേരം അക്ബർ കൂടെ പോയില്ല. സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. മനസ്സും ശരീരവും തളർന്നിരിക്കുന്ന അക്ബറിൻ്റെ അടുത്തേക്ക് ജെയ്സൺ വന്നു. ജെയ്സൺ പറഞ്ഞു, എടാ, നിനക്കവളെ അവസാനമായി ഒന്ന് കാണണ്ടേ? വേണ്ട,
എനിക്കതിന് കഴിയില്ല, അക്ബർ പറഞ്ഞു. ഡാ നീ ഒന്ന് പോയി വാ, അതല്ലേ അതിൻ്റെ ശരി, ജെയ്സൺ പറഞ്ഞു. നിന്നോട് പറഞ്ഞത് മനസ്സിലാവില്ലേ, അല്പം സമാധാനം താ നീ, അക്ബർ ദേഷ്യത്തോടെ പറഞ്ഞു. ജെയ്സൺ അത് മനസ്സിലായതുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. അവസാനമായി ഒരു വട്ടം കൂടി അവളുടെ മുഖം കാണാൻ ഇടയ്ക്ക് വെച്ച് അക്ബറിന് തോന്നി. അവൻ ജീപ്പ് എടുത്ത് നേരെ ശ്രീഷയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ സമയം. അവരെല്ലാം ശ്രീഷയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നതാണ്. എല്ലാവരും കണ്ട ശേഷം അക്ബർ അവളെ കണ്ടു. അവളുടെ ചിത കത്തിയമരുന്നു. അക്ബർ അവൻ്റെ നിറ കണ്ണുകളോടെ കണ്ടു. രാത്രിയോടെ ഓരോരുത്തരും പിരിയാൻ തുടങ്ങി. ഒറ്റയ്ക്കായ ശ്രീഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് അക്ബർ ചെന്നതും അക്ബറിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അക്ബർ ഫോൺ എടുത്ത് നോക്കി. സിബിയുടെ മെസ്സേജ് ആയിരുന്നു അത്. ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഫോട്ടോ കണ്ടപാടെ അക്ബർ ഒന്ന് നടങ്ങി. അക്ബർ ഉടനെ തന്നെ സിബിയെ വിളിച്ചു. ഏയ് സിബി, എന്താ ഇത്, എന്താ ഈ ഫോട്ടോ, അക്ബർ ചോദിച്ചു. സാർ എന്നോടൊന്ന് ചോദിച്ചില്ലേ അന്ന് ശ്രീരാമിൻ്റെ കൂടെ കണ്ട ആരെയാണെന്ന്, സിബി പറഞ്ഞു. ഇയാളെയാണോ നീ അന്ന് കണ്ടത്, അക്ബർ ചോദിച്ചു. അതെ സാർ, സിബിൻ പറഞ്ഞു. അക്ബർ തലയിൽ കൈവച്ചു പോയി. അക്ബർ കോള് കട്ടാക്കി എസ് പിയെ ഫോണിൽ വിളിച്ചു. സാർ, ഞാൻ സാറിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അക്ബർ പറഞ്ഞു. എസ് പി പറഞ്ഞു, ഹോൾഡ് ഓൺ, ലെറ്റ് മീ ചെക്ക് ഇറ്റ്. യെസ് അക്ബർ, കണ്ടു, എന്താ ഇതിൽ, അക്ബർ പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നടന്ന തെറ്റായ ആളെയാണ്. ഇത് കേട്ട എസ് പി ചോദിച്ചു, എന്താണെന്ന്. അത് കേട്ട അക്ബർ പറഞ്ഞു, യെസ് സാർ, എന്നെ മനഃപൂർവ്വം വിഡ്ഢിയാക്കുകയായിരുന്നു. ആരിഫ് എന്ന ആളെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല. പിന്നെ, എസ് പി ചോദിച്ചു. അത് കേട്ട അക്ബർ പറഞ്ഞു, ആ ഫോട്ടോയിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന ആളാണ് കൊല്ലൂരിലെ കൊലപാതകങ്ങൾ ചെയ്തയാൾ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ ക്രിമിനൽ, എൻ്റെ ദിശ പോലും തെറ്റിച്ച ക്രിമിനൽ, ആ ഫോട്ടോ വെച്ച് എന്നെ കൺഫ്യൂസ് ആക്കിയവൻ. എത്രയും വേഗം തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യൂ, എസ് പി പറഞ്ഞു. ഷുവർ സാർ, അക്ബർ പറഞ്ഞു. അങ്ങനെ എസ് പിയുമായുള്ള ഫോൺ വിളിക്ക് ശേഷം അക്ബർ നേരെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് ഓടിക്കവേ അക്ബർ തൻ്റെ ഫോൺ വീണ്ടും എടുത്തു. കോൾ ചെയ്തു. ഇത്തവണ ജെയ്സൺ ആയിരുന്നു. എടാ നീ എവിടെയാണ്, അക്ബർ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ തിരിച്ചു പോകുക, ജെയ്സൺ പറഞ്ഞു. എടാ നീ ഇപ്പോൾ എവിടെയാ, അക്ബർ വീണ്ടും ചോദിച്ചു. ഞാൻ അവിടേക്ക് വരാം, ജെയ്സൺ അവനുള്ള ഇടം അക്ബറിന് പറഞ്ഞു കൊടുത്തു. അക്ബർ അവിടേക്ക് എത്തി ജെയ്സനെ കണ്ടു. അക്ബർ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ദേഷ്യം കൊണ്ടാണോ നീ തിരിച്ചു പോകുന്നത്? ഏയ് ഒന്നുമില്ല, ജെയ്സൺ പറഞ്ഞു. എടാ സോറി, അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. എടാ നീ എന്നോട് ക്ഷമിക്കുക, അക്ബർ പറഞ്ഞു. ഇത് കേട്ട ജെയ്സൺ പറഞ്ഞു, സാരമില്ല, ഞാനത് വിട്ടു. നീ എന്നെ അന്വേഷിച്ചിറങ്ങിയതാണോ അപ്പോൾ? അതെ, പക്ഷേ ആ കൊലയാളിയെയും, അക്ബർ പറഞ്ഞു. ജെയ്സൺ ചോദിച്ചു, കിട്ടിയോ നിനക്കവനെ? അക്ബർ പറഞ്ഞു, ഇല്ല, പക്ഷേ ഇന്നെ എടുത്തവനുണ്ടെന്ന് ഒരു സൂചന എനിക്ക് കിട്ടി. ഞാൻ അവിടേക്ക് പോകുക, നീയും വാ എൻ്റെ ഒപ്പം. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീപ്പിൽ കയറി യാത്ര തുടങ്ങി. അങ്ങനെ അക്ബർ വണ്ടി ഓടിച്ച് അന്ന് സിബിൻ പറഞ്ഞു കൊടുത്ത വീടിൻ്റെ മുന്നിലെത്തി. എന്താണ് ഇവിടെ, ജെയ്സൺ ചോദിച്ചു. ഇവിടെയാണ് അവൻ താമസിക്കുന്നത്, ഇവിടെ ഉണ്ടവൻ, നീ അകത്തേക്ക് വാ, അക്ബർ പറഞ്ഞു. അക്ബർ പറഞ്ഞത് കേട്ട ജെയ്സൺ അകത്തേക്ക് ചെന്നു. ഇവിടെ ആരെയും കാണാനില്ലല്ലോ, ജെയ്സൺ പറഞ്ഞു. അക്ബർ തൻ്റെ കൈവശമുള്ള ഒരു സാധനം ജെയ്സന് നേരെ നീട്ടി. ജെയ്സൺ ചോദിച്ചു, ഇതെന്തിനാണ് എനിക്ക്? അക്ബർ പറഞ്ഞു, ഞാൻ പറയാൻ മറന്നു. എടാ അതിലെൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്ക്. അതിൽ സിബിൻ എന്നൊരു കോണ്ടാക്ട് നമ്പർ ഉണ്ടാകും. അത് ഓപ്പൺ ആക്കി അതിലുള്ള ആളെ നീ അറിയുമോ എന്ന് നോക്ക്. അവനാണ് കൊല്ലൂരിലെ കൊലയാളി. അക്ബർ പറഞ്ഞതനുസരിച്ച് ജെയ്സൺ ഫോണിലെ വാട്സപ്പ് ഓണാക്കി സിബിൻ അയച്ച മെസ്സേജ് നോക്കി. മെസ്സേജ് നോക്കിയ ശേഷം ജെയ്സൺ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം അങ്ങനെ നിന്ന ശേഷം, എന്താണിത്, ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോയല്ലേ, ജെയ്സൺ ചോദിച്ചു. അതെ, നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ തന്നെയാണ്. ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ആ കില്ലർ, ഇറ്റ്സ് യു ബ്ലഡി, അക്ബർ പറഞ്ഞു. ജെയ്സൺ ഇത് കേട്ട് പറഞ്ഞു, നീ എന്തായി പറയുന്നേ? കൊലയാളി ഞാനാണെന്നോ? എന്തർത്ഥത്തിലാണ് നീ പറഞ്ഞേ? നിനക്കറിയണമല്ലേ, അക്ബർ ചോദിച്ചു. എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് നീ എന്നോട് ദ്രോഹം ചെയ്തു. ശ്രീരാമിൻ്റെ ആ മറ്റാർക്കും പരിചയമില്ലാത്ത സുഹൃത്ത് നീ തന്നെയാണ് ജെയ്സൺ. നിനക്കിനി രക്ഷയില്ല. ഇത് കേട്ട ജെയ്സൺ പറഞ്ഞു, എന്ത് തെളിവ്? ഞാനാണ് ഇത് ചെയ്തതെന്ന് നിനക്കെന്ത് തെളിവാണുള്ളത്? അപ്പോൾ നിനക്കിതിൽ ബന്ധമില്ലേ, അക്ബർ ചോദിച്ചു. ഇല്ല, ജെയ്സൺ പറഞ്ഞു. ശ്രീരാമിനെ നിനക്കറിയില്ലേ, അക്ബർ ചോദിച്ചു. ഇല്ല ഇല്ല ഇല്ല. അക്ബർ ഒന്നും തന്നെ നോക്കാതെ ജെയ്സനെ അടിച്ചു. അടിയിൽ ജെയ്സൺ തറയിൽ വീണു. അക്ബർ പറഞ്ഞു, നിനക്കവനെ അറിയില്ല എങ്കിൽ പിന്നെ എന്തിനാടാ സിബിൻ, ഞാൻ വാട്സപ്പിലിട്ടിരുന്ന ഞാനും നീയും ചേർന്ന് നിൽക്കുന്ന DP തന്നെ അവൻ എനിക്ക് അയച്ചു തന്നത്. കൊലയാളിയാണെന്ന് പറഞ്ഞ് അവന് വേറെ ആരുടെയെങ്കിലും ഫോട്ടോ അയച്ചു തരാമായിരുന്നല്ലോ. അവനോട് ഞാൻ ശ്രീശ പറഞ്ഞ പ്രകാരമുള്ള സ്കെച്ച് പിക്ക് കാര്യം പിറ്റേന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അവൻ ഇത് തന്നെ അയച്ചു തന്നെ? തറയിൽ കിടന്നുകൊണ്ട് ഇത് കേട്ട ജെയ്സൺ പറഞ്ഞു, അവൻ നിന്നെ പറ്റിച്ചതാ. ഇത് കേട്ട അക്ബർ പറഞ്ഞു, ഓ പറ്റിച്ചതാല്ലേ? നിന്റെ കമ്പനിയിൽ നിന്റെ ബോസിനെ ഞാൻ വിളിച്ചിരുന്നു. അയാൾ കൃത്യമായി പറഞ്ഞു, നീ കമ്പനിയിൽ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ തന്നെയാണ് ആതിര ഉൾപ്പെടെ അവളുടെ കുടുംബവും കൃഷ്ണദാസ് എന്ന പയ്യൻ ഇവരെല്ലാം മരിച്ചത്. കൂടാതെ ആ പാവം പെണ്ണിനെ ശ്രീശ, അവളെയും നീ തന്നെയാണ് കൊന്നത്. ഞാൻ ഫോൺ മറന്നു വെച്ചു പോയ ദിവസം നീ എൻ്റെ ഫോണിൽ നിന്നും അവളെ വിളിച്ചിരുന്നു. 8 മണിയോട് അടുപ്പിച്ച് 3 മിനിറ്റ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. പക്ഷേ ഞാൻ വീട്ടിൽ തിരിച്ച് 11 മണിക്ക് എത്തിയപ്പോൾ ഞാനത് അറിയാതിരിക്കാൻ വേണ്ടി നീ കോൾ ലിസ്റ്റ് ഡിലീറ്റ് ആക്കി. പക്ഷേ നീ വിട്ടുപോയ കാര്യമുണ്ട്, ഞാനൊരു പോലീസുകാരനാണെന്ന്. എൻ്റെ ഫോണിൽ എപ്പോഴും കോൾ റെക്കോർഡ് ഓണായിരിക്കും.
നിന്റെ ഫോട്ടോ സിബിൻ എനിക്ക് അയച്ചു തന്ന ശേഷം ഞാൻ ഫോൺ ഫുള്ള് പരിശോധിച്ചപ്പോൾ ഞാൻ കേട്ടടാ, നീ അവളെ എനിക്ക് അപകടം പറ്റിയെന്ന് വിളിച്ചു പറഞ്ഞ നിന്റെ ശബ്ദം. ജെയ്സൺ ഒന്ന് പരിങ്ങി. പറയടാ, നീ എന്തിനാ ഇതൊക്കെ ചെയ്ത്? എന്തിനു വേണ്ടി? ശ്രീരാം എവിടെ? അക്ബർ ദേഷ്യത്തോട് ചോദിച്ചു. ജെയ്സൺ പെട്ടെന്ന് തന്നെ അക്ബറിനെ തള്ളി മാറ്റി ആ വീട്ടിലെ മറ്റൊരു മുറിയിലേക്ക് പോയി. അക്ബർ തൊട്ടു പിന്നാലെ പോയി. പക്ഷെ അക്ബറിന്റെ മുന്നിൽ മറഞ്ഞു നിന്ന ജെയ്സൺ അക്ബറിന്റെ തലയിൽ ശക്തമായി വടികൊണ്ടടിച്ചു. തലപൊത്തി അക്ബർ താഴെ തറയിൽ മുട്ടുകുത്തിയിരുന്നു. തന്റെ കൈവശമുള്ള വടികൊണ്ട് വീണ്ടും വീണ്ടും ജെയ്സൺ അക്ബറിനെ തല്ലി അവശനാക്കി. അക്ബറിന്റെ തല പൊട്ടി ചോരയൊലിച്ച് അവശനായി. തിരിച്ചാക്രമിക്കാൻ പറ്റാത്ത രീതിയിലായി പോയി അക്ബർ. ജെയ്സൺ പറഞ്ഞു, അക്ബറെ, നീ പറഞ്ഞതെല്ലാം ശരിയാ. എല്ലാവരെയും കൊന്നത് ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ ശരി തന്നെയാണ് ചെയ്തത്. നിനക്കൊന്നും അറിയില്ല. ഈ ജെയ്സനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ എന്തിനാ കൊന്നതെന്ന് നിനക്കറിയാമോ? എന്താ എനിക്കുണ്ടായ നഷ്ടമെന്ന് നിനക്കറിയാമോ? സ്നേഹം നടിച്ച് എൻ്റെ അമ്മയെ ചതിച്ച് ഗർഭിണിയാക്കിയ ശേഷം നാട് വിട്ടുപോയൊരു നാറിയായിരുന്നില്ല എൻ്റെ അച്ഛൻ. ഇന്ന് വരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. പിഴച്ചുപെട്ടവളുടെ മകനെന്നായിരുന്നു നാട്ടുകാർ എനിക്ക് തന്ന ഓമനപ്പേര്. കുട്ടിക്കാലം തൊട്ട് പരിഹാസപൂർണമായ ജീവിതമായിരുന്നു എൻ്റേത്. എന്നിട്ടും അതിൽ ഒന്നും തന്നെ മനസ്സ് തകർന്നു പോവാതിരിക്കാൻ എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ നേടിത്തന്നുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്കാണ് അവൾ ആതിര കടന്നു വരുന്നത്. അവളുടെ കോളേജിൽ പഠിച്ചിരുന്ന ശ്രീരാം എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. അവൻ മുഖേനയാണ് ഞാൻ അവളെയും ആദ്യമായി കണ്ടത്. ഒരിക്കൽ അവരുടെ കോളേജിലെ ഒരു ഔട്ടിംഗ് ഫംഗ്ഷൻ അവിടെ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായതുകൊണ്ട് അവിടെ വെച്ച് എന്നെ കണ്ട ശ്രീരാം അവളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അവളുടെ നിർബന്ധപ്രകാരം ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ പലവട്ടം ഞാൻ അവളെ കാണാനിടയായി. പതുക്കെ ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം വളർന്നു. ഒരിക്കൽ ശ്രീരാമിൻ്റെ കൂടെ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ അമ്മയുമായി ഒരുപാട് നേരം സംസാരിച്ചു. അമ്മയ്ക്ക് അവളെ വല്ലാതെ ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. എന്നും എൻ്റെ സന്തോഷം മാത്രം സ്വപ്നം കണ്ടു നടന്ന അമ്മ അവളെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അതെന്നായിരുന്നു എൻ്റെ മറുപടി. അവളുടെ എന്നോടുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അമ്മ ശ്രീരാമിനെ ഞാനിരിക്കെ വീട്ടിലേക്ക് വിളിച്ചു. അമ്മ അവനോട് എല്ലാം പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് ശ്രീരാം അമ്മയോട് പറഞ്ഞു. അതുപ്രകാരം അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് കരുതി അവളുടെ വീട്ടിലേക്ക് ശ്രീരാമിനെ കൂട്ടി പെണ്ണ് ചോദിച്ചു ചെന്നു. എന്നെ കൂടെ കൂട്ടിയില്ല. എല്ലാം ശരിയായിട്ട് നീ വന്നാൽ മതിയെന്നായിരുന്നു അമ്മയുടെ മറുപടി. എല്ലാം ശരിയാവുമെന്ന് കരുതി സന്തോഷിച്ചിരുന്നു. രാത്രിയായിട്ട് അവരെ കാണാത്തതുകൊണ്ട് ഞാൻ ശ്രീരാമിനെ വിളിച്ചു. അപ്പോഴാണ് അമ്മ ആശുപത്രിയിലാണെന്നറിഞ്ഞ്. നിനക്കറിയാമോ അക്ബറെ, എൻ്റെ അമ്മ കിടന്ന ആശുപത്രി ഏതാന്ന്? മാനസിക നില തെറ്റിയവരുടെ ആശുപത്രിയിൽ. വിവരമറിഞ്ഞ് ഞാൻ അവിടെ ഓടിയെത്തി. എന്താ സംഭവിച്ചതെന്ന് ഞാൻ ശ്രീരാമിനോട് ചോദിച്ചു. അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. പെണ്ണ് ചോദിച്ചു പോയ എൻ്റെ അമ്മയെ അവളും അവളുടെ അച്ഛനും അവളുടെ അമ്മയും ചേർന്ന് അപമാനിച്ചു. അവളുടെ അച്ഛൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി വേശിയുടെ മകനിവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞു. അവളുടെ അമ്മ, നാണമില്ലേ തന്തയില്ലാത്ത ഒരുത്തിനു വേണ്ടി എൻ്റെ മകളെ ചോദിച്ചു വരാൻ എന്ന് ചോദിച്ചു. അവൾ ആതിര, അവൾ ഉൾപ്പെടെ അമ്മയെ അപമാനിച്ചു. സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തായപ്പോൾ എൻ്റെ അമ്മയുടെ മനോനില തെറ്റി. ശ്രീരാം ഇതെല്ലാം പറഞ്ഞപ്പോൾ അവരോട് അപ്പോൾ തന്നെ ചോദിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ. പിന്നെ അവൻ എന്നെ തടഞ്ഞു. ഒന്നും വേണ്ട, എനിക്കെൻ്റെ അമ്മയെ മാത്രം രക്ഷപ്പെടുത്തി എടുത്താൽ മതിയെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആശുപത്രിയിൽ കിടക്കുന്ന അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പുറത്തുപോയ ഞാൻ വഴിയിൽ വെച്ച് ആതിരയെയും കൃഷ്ണദാസിനെയും കണ്ടു. അവരിൽ നിന്ന് മുഖം മാറ്റി ഞാൻ നടന്നു. പക്ഷെ എന്നെ കണ്ട ആതിര എന്നെ അവളുടെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു. ജെയ്സ, കാര്യം ഞാൻ തന്നോടൊരു നല്ല സുഹൃത്തായി ഇരിക്കാനാണ് വിചാരിച്ചത്. താൻ എന്താ ചെയ്തത്? എന്നിട്ട് അതൊക്കെ പോട്ടെ, ഇപ്പോൾ നമ്മുടെ കല്യാണമായി എന്നിരിക്കട്ടെ. നിന്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ താൻ എന്ത് പറയും? ഇപ്പോൾ ദേ അമ്മ ഭ്രാന്ത് പിടിച്ചു കിടക്കുന്നു. ഇങ്ങനൊരു കുടുംബത്തിലേക്ക് ആരെയും അറിഞ്ഞുകൊണ്ട് തലവയ്ക്കുമോ? അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. വട്ടതള്ളയ്ക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാണോടാ നീ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു ചെല്ലുമ്പോൾ നീ എന്നോടെങ്കിലും ചോദിക്കണ്ടേ? അവളുടെ ഒപ്പമുണ്ടായിരുന്ന കൃഷ്ണദാസ് എന്നോട് പറഞ്ഞു. എല്ലാം ഞാൻ ക്ഷമിച്ചു. എന്നെ നോക്കി പരിഹാസത്തോടെ അവർ ചിരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെ ആശുപത്രിയിൽ ചെന്ന് ഞാൻ കണ്ടത് ശ്രീറാം അവിടെ ഇരുന്ന് കരയുന്നതായിരുന്നു. ഞാൻ അവനോട് കാര്യം ചോദിച്ചു. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയ കാര്യം എന്നോടവൻ പറഞ്ഞു. ഞാൻ തളർന്നുപോയി. അവിടെ വെച്ച് ഉറക്കെ കരഞ്ഞു. എൻ്റെ അമ്മയെ തിരിച്ചു തരാൻ ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഉറക്കെ കരയുമ്പോഴും എൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് എൻ്റെ അമ്മയെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടവരുടെ രൂപമായിരുന്നു. ഒപ്പം ഒരു തരത്തിൽ പോലും ഒരു ഉപദ്രവം ഞങ്ങളിൽ നിന്നുണ്ടാവാത്ത കൃഷ്ണദാസിൻ്റെയും എല്ലാവരെയും നരകിപ്പിച്ചില്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് അവിടേക്ക് പോയി എൻ്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായൊരു പാളിച്ച മൂലം എൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ടു. അങ്ങനെയാണെന്ന വഴിയരികിൽ ആക്സിഡൻ്റായി കിടക്കുന്ന നീ എന്നെ കണ്ടുമുട്ടിയത്. നീ എന്നെ ആശുപത്രിയിലാക്കി പോയ ശേഷം ഞാൻ ശ്രീരാമനെ വിവരമറിയിച്ചിരുന്നു. അവൻ അവിടെ വന്ന് എനിക്കുണ്ടായ നഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അവൻ എൻ്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നു. ദിനംപ്രതി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പക വർദ്ധിച്ചു. അവരെ കൊല്ലണമെന്ന് ഞാൻ തീരുമാനിച്ചു. കൊല്ലണം, പക്ഷേ പിടിക്കപ്പെടാൻ പാടില്ല. അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനായി ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. ശ്രീരാമിൻ്റെ സഹായത്തോടെ തന്നെ മെഡിക്കൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി.
ഒരിക്കലും കണ്ടുപിടിക്കാതിരിക്കാൻ ഞാൻ തന്നെ കൊല ചെയ്യാൻ ഒരു പുതിയ ശൈലി രൂപപ്പെടുത്തി. പക്ഷെ എപ്പോഴോ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്ന ശ്രീരാമിൽ ഒരു മനംമാറ്റം ഞാൻ കണ്ടു. എടാ വേണ്ട, ഇത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇത് വിട്ടേക്ക്. ഇല്ലെങ്കിൽ നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ജീവിതം തന്നെ നഷ്ടപ്പെട്ടു നിന്ന് എനിക്ക് പിന്നെ എന്ത് നഷ്ടപ്പെടാൻ ശ്രീരാം? എനിക്കെന്നും ഒരു ഗുരുതുല്യം തന്നെയാണ്. പക്ഷെ ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്ന ഏകലവ്യനാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കലും. മനംമാറ്റമുണ്ടായ അവൻ നാളെ എനിക്ക് ഒരു ഭീഷണിയാവുമോ എന്ന് എനിക്ക് തോന്നി. അതിനാൽ പഴുതുകളെല്ലാം അടയ്ക്കാൻ വേണ്ടി ഞാൻ അവനെ പറഞ്ഞയച്ചു, ഈ ലോകത്ത് നിന്ന് തന്നെ. അങ്ങനെ ഞാൻ കാത്തിരുന്ന ആ ദിവസം രാത്രിയോടടുപ്പിച്ച് ആരും തന്നെ കാണാതെ ഞാൻ അവളുടെ വീടിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി. എന്നെ കണ്ടപാടെ തന്നെ അവളുടെ അച്ഛനും അമ്മയും നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്നേരം എൻ്റെ കൈവശമുണ്ടായിരുന്ന മരുന്നുകൊണ്ട് അവരെ മയക്ക് കെടുത്തി. അച്ഛനെയും അമ്മയെയും കാണാത്തത് കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി വന്നു. ആ നിമിഷം എന്നെ നേരിൽ കണ്ടപ്പോൾ അവളുടെ കണ്ണിലുണ്ടായ ഭയം അത് ഞാൻ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അവൾ കാണുക തന്നെ അവളുടെ അച്ഛനെയും അമ്മയെയും കൊന്നു ഞാൻ ശരീരത്തിൽ നിന്നും രക്തം മുഴുവനായി മാറ്റിയ ശേഷം അവളുടെ അച്ഛൻ്റെ തലയും അവളുടെ അമ്മയുടെ കണ്ണും കുത്തിയെടുക്കുമ്പോൾ അവളുടെ മുഖത്ത് ഞാൻ കണ്ടു ചെറുപ്പത്തിൽ എന്നെ എല്ലാവരും ചേർന്ന് പരിഹസിച്ച് നിന്നപ്പോഴുള്ള എൻ്റെ അതേ അവസ്ഥ. അല്പനേരം ആരുമില്ലാതെയാവുന്നവരുടെ അവസ്ഥ അവളെ അറിയിച്ചു കൊടുത്ത ശേഷം അവളെയും ഞാൻ കൊന്നു തള്ളി. ജനലിൻ്റെ സൈഡിൽ തന്നെ ഡോറുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തന്നെ കൈവച്ച് അടയ്ക്കാൻ കഴിഞ്ഞു. ജെയ്സൺ അക്ബറിൻ്റെ തലമുടിയിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് കൃഷ്ണദാസിൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ വണ്ടി നിർത്തിയപ്പോൾ നീ കരുതി അവൻ നിന്നെയാ നോക്കുന്നതെന്നല്ലേ? പക്ഷെ അവൻ നോക്കിയത് എന്നെയായിരുന്നു. അവളെ പറഞ്ഞു വിട്ടടുത്തേക്ക് തന്നെ അവനെയും പറഞ്ഞു വിടാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവസരം കാത്തുനിന്നു. ഞാനന്ന് തിരിച്ചു പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പറ്റിച്ച് ഞാനിവിടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. അന്ന് രാത്രി തന്നെ അവനെ കൊല്ലാനായി ഞാൻ തക്കം തൂക്കിയിരുന്നപ്പോഴാണ് നിന്റെ ജീപ്പിൽ നീ അവനെ അവിടെ ഇറക്കി വിടുന്നത് ഞാൻ കണ്ടത്. ഇത് തന്നെ അവസരമെന്ന് മനസ്സിലാക്കി അവനെയും ഞാൻ പറഞ്ഞു വിട്ടു. എൻ്റെ പ്രതികാരമെല്ലാം ഞാൻ നടപ്പിലാക്കിയെന്ന് ആശ്വസിച്ചിരുന്നപ്പോഴാണ് നിന്റെ ഒരു അന്വേഷണം. ഞാൻ പല പ്രാവശ്യം നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴെല്ലാം എന്നെ പിടികൂടുകയാണ് നിന്റെ ലക്ഷ്യമെന്ന് നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നിന്റെ അന്വേഷണം തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് നിന്റെ മുറിയിലിരുന്ന നിന്റെ ഫാമിലി ഫോട്ടോ നീ പോലും അറിയാതെ അതെടുത്ത് അതുപോലെ വേറൊരെണ്ണം കൊണ്ട് ഞാനത് അവിടെ കൊണ്ടിട്ടത്. അക്ബറെ, നിന്റെ സഹോദരനാണെന്ന് നിനക്ക് തോന്നിയപ്പോൾ നീ അന്ന് നിന്റെ മുറിയിൽ എങ്ങനെയാണ് ഇരുന്നതെന്ന് നിനക്കറിയാമോ? അതുപോലെ തന്നെയായിരുന്നു ഞാൻ അനുഭവിച്ചതും. ഇനി നീ എൻ്റെ വഴിക്ക് വരില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ എൻ്റെ കണക്കുകൂട്ടൽ അവിടെയും തെറ്റി. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ശ്രീഷ അവൾ നിനക്ക് സഹായമായി നിന്നു. നിന്നെ തളർത്താൻ എൻ്റെ മുന്നിൽ പിന്നെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞ് അവളെ ഞാൻ അവിടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് കഴുത്തിൽ കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. നീ കാണണമായിരുന്നു അക്ബറെ. പ്രാണവായുവിന് വേണ്ടി അവൾ പിടഞ്ഞ പിടച്ചിൽ അവസാന ശ്വാസം നിലക്കാരായപ്പോൾ അവളുടെ ചേട്ടന് എന്താണ് പറ്റിയതെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട അക്ബർ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷേ ജെയ്സൺ വീണ്ടും അക്ബറിനെ തല്ലി. പെട്ടെന്ന് അക്ബറിന് ജെയ്സന്റെ കയ്യിൽ പിടുത്തം കിട്ടി. അക്ബർ ജെയ്സനെ തിരിച്ചാക്രമിച്ചു. നിനക്ക് സംഭവിച്ചത് ന്യായമല്ലാത്ത കാര്യമാണ്. പക്ഷെ നിന്നെ ഉപദ്രവിക്കാത്ത രണ്ടുപേരെ നീ കൊന്നു. അതിലൊന്ന് എനിക്ക് വിലപ്പെട്ടതും. അക്ബർ ജെയ്സനോട് പറഞ്ഞു, നിന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാനാണ് എനിക്ക് കിട്ടിയ ഓർഡർ. പക്ഷെ ഇത്രയും കൊല ചെയ്ത നിന്നെ അറസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഞാൻ ചെയ്ത എന്നെ തളർത്താൻ വേണ്ടി നീ കൊന്നുതള്ളി ആ പാവം പെണ്ണിൻ്റെ ആത്മാവിന് ഒരിക്കലും മോക്ഷം കിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അക്ബർ ജെയ്സനെ ആ മുറിയിൽ നിന്നും വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വേസ്റ്റ് കൂമ്പാരത്തിനുള്ളിലേക്ക് ജെയ്സനെ തള്ളിയിട്ട് വണ്ടിയിലുണ്ടായിരുന്ന ഒരു കുപ്പിയിൽ നിന്നും പെട്രോൾ എടുത്ത് അവിടേക്ക് ഒഴിച്ച് തീ വെച്ചു. തീ ആളിപ്പടർന്ന് കത്തി. ഒന്നും തന്നെ കാണാൻ നിൽക്കാതെ അക്ബർ വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പോയി. വണ്ടിയിലിരിക്കെ അക്ബർ SP യെ വിളിച്ചു. സാർ, ദിസ് കേസ് ഈസ് ഓവർ. അക്ബർ പറഞ്ഞു. അവനെ അറസ്റ്റ് ചെയ്തോ? SP ചോദിച്ചു. നോ സാർ, എന്നെ ആക്രമിച്ച് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കവേ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന തീയിലേക്ക് അവൻ ചെന്നു വീണു. അക്ബർ പറഞ്ഞു. ഷിറ്റ്, ഇപ്പോൾ നീ എവിടെയാണ് അക്ബർ? SP ചോദിച്ചു. ഞാൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സാർ, അക്ബർ പറഞ്ഞു. SP യുടെ നിർദ്ദേശപ്രകാരം സ്പോട്ടിലെത്തിയ ആളുകൾ തീയണച്ചു. കത്തിക്കരിഞ്ഞ ബോഡിയാണ് അവർക്ക് ലഭിച്ചത്. അത് എക്സാമിൻ ചെയ്യാൻ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. പിറ്റേന്ന് രാവിലെ അക്ബറിന് എല്ലാവരിൽ നിന്നും ഗംഭീര പ്രശംസ. മീഡിയയും മൊത്തം ഡിപ്പാർട്ട്മെന്റുകളും ആളുകളും അക്ബറിനെ വാനോളം പോഴ്ത്തി. അക്ബർ പതിയെ SP യുടെ അടുത്തേക്ക് ചെന്നു. അക്ബർ പറഞ്ഞു, ഇനി പറ, എന്താണ് സാർ എന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം? SP പറഞ്ഞു, ഓ അതോ, എനിക്ക് തന്നെ മുന്നേ അറിയാം അക്ബർ. ബിക്കോസ് നിന്നെ പഠിപ്പിച്ച് വലുതാക്കിയ കുടുംബവുമായി എനിക്കൊരു ബന്ധമുള്ള ആളാണ് ഞാൻ. 1-2 വട്ടം കണ്ടിട്ടുണ്ട്. പിന്നെ താൻ ഇങ്ങനെ ഒരു തല്ലിപ്പൊളിയായി പോയപ്പോൾ അവരുടെ ശ്രമമൊക്കെ പാഴായി പോകുമെന്ന് കരുതി. സോ നിന്നെ ഒന്ന് വീണ്ടും നന്നായി ഉഷാറാക്കിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ട അക്ബർ പറഞ്ഞു, യെസ് സാർ, ഈ യൂണിഫോം കിട്ടിയ ശേഷം അങ്ങോട്ട് പോയിട്ടില്ല, ബട്ട് ഇന്ന് പോയിരിക്കും. അക്ബർ പക്ഷേ ശ്രീരാമിൻ്റെ ബോഡി കണ്ടെത്തണം, എവിടെയായാലും. SP പറഞ്ഞു, ഷുവർ സാർ, ഐ എം ലീവിങ്. അക്ബർ പറഞ്ഞു. എവിടേക്കാടോ? SP ചോദിച്ചു. അക്ബർ പറഞ്ഞു, തോറ്റുപോയപ്പോൾ പതറിയപ്പോൾ കൂടെ നിന്നൊരാളുണ്ട്. അവൻ കൊന്നു തള്ളിയ ശ്രീഷ. അവളുടെ ചിത കത്തിയെടുത്ത് അല്പനേരം നിൽക്കണം. SP യോട് യാത്ര പറഞ്ഞുകൊണ്ട് അക്ബർ അവളുടെ ചിത കത്തിയമർന്ന സ്ഥലത്തേക്ക് പോയി. അക്ബറിൻ്റെ ഫോൺ റിങ് ചെയ്തു. അക്ബർ കോൾ അറ്റൻഡ് ചെയ്തു.
ഓട്ടോപ്സി സെന്ററിലെ ഡോക്ടർ സുദർശൻ ആയിരുന്നു അത്. യെസ് ഡോക്ടർ, എന്താണ്? അക്ബർ ചോദിച്ചു. അക്ബർ, നിങ്ങൾ ഇവിടെ വരെ അത്യാവശ്യമായി വരണം, ഡോക്ടർ പറഞ്ഞു. അക്ബർ ഉടനെ തന്നെ അവിടെ നിന്ന് ഡോക്ടറെ കാണാൻ ചെന്നു. അക്ബർ ചോദിച്ചു, എന്താ ഡോക്ടറെ, എന്താ വിളിപ്പിച്ചേ? സ്പോട്ടിൽ നിന്ന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ കൊണ്ടുവന്ന ബോഡിയാണിത്, സുദർശൻ പറഞ്ഞു. യെസ്, ജെയ്സന്റെ ബോഡി, അക്ബർ പറഞ്ഞു. നോ, ഇത് ജെയ്സന്റെ ബോഡിയല്ല, സുദർശൻ ഡോക്ടർ പറഞ്ഞു. വാട്ട്? അക്ബർ ആകെ നടുങ്ങിപ്പോയി. നിങ്ങൾ എന്താണ് ഈ ഡോക്ടർ ഈ പറയുന്നത്? എൻ്റെ കൺമുന്നിൽ വെച്ച് ഞാൻ കണ്ടതല്ലേ, അത് ജെയ്സൺ തന്നെയാണ്, സുദർശൻ പറഞ്ഞു. സി അക്ബർ, ഈ ബോഡി കത്തിക്കരിഞ്ഞതാണ്. ബട്ട് ഈ ബോഡി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പല ഭാഗത്ത് മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള മുറിപ്പാടുകൾ. അതുമാത്രമല്ല, ഇതൊരു പഴക്കം ചെന്ന ബോഡിയാണെന്നാണ് എൻ്റെ ഡൗട്ട്. ഞാൻ ഫോറൻസിക് ചീഫ് രഘുറാമിനോട് വിവരം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ ഈ ബോഡിയിലെ ഒരു സാമ്പിൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അക്ബർ അവിടെ നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ രഘുറാം അവിടേക്ക് വന്നു. രഘുറാം പറഞ്ഞു, ഡോക്ടർ, താങ്കളുടെ ഡൗട്ട് കറക്റ്റാണ്. ഇതൊരു പഴക്കം ചെന്ന ബോഡിയാണ്, ഏകദേശം 4 മാസത്തോളം. അക്ബർ ചോദിച്ചു, വാട്ട്? ഇതെന്താ ഇങ്ങനെ? ഇത് ഒരിക്കലും പോസിബിൾ അല്ല. ഇത് കേട്ട് രഘുറാം പറഞ്ഞു, യെസ് അക്ബർ, ഞാൻ ഈ ബോഡി ടെസ്റ്റ് ചെയ്ത അന്ന് അക്ബർ കൊണ്ടുവന്ന DNA സാമ്പിൾ ഈ ബോഡിയുമായി മാച്ചിങ് ആണ്. അക്ബർ നടുങ്ങിപ്പോയി. അപ്പോൾ ഈ ബോഡി ശ്രീരാമിൻ്റെ ആണ്. രഘുറാം പറഞ്ഞു, യെസ് അക്ബർ. ആ നിമിഷം അവർ 3 പേരും മനസ്സിലാക്കി, ജെയ്സൺ ഈസ് സ്റ്റിൽ അലൈവ്. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഇനി ജെയ്സന്റെ അടുത്ത ഭാഗത്താണ്. അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കാത്തിരിക്കുക. വീണ്ടും പുതിയ കഥയുമായി ഞാൻ വരുന്നതാണ്. ലവ് യു ഓൾ, ബൈ.